Assalamu alaikum warahmatullahi wabarakatuh. Am I audible? The voice okay now? Okay, sir. Okay. Assalamu alaikum warahmatullahi wabarakatuh. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. الحمد لله رب العالمين والصلاة والسلام على رسوله الأمين وعلى من تبعهم بإحسان إلى يوم الدين أما بعد. اللهم ربي يسر ولا تعسر ربي زدنا علما وحلما وفهما وأقلا وأدبا وحفظا وإيمانا كاملا ورب تمن بالخير والسعادة رب اشرح لي صدري ويسر لي أمري وحلل عقدة من لساني يفقه قولي. ഏറെ പ്രിയം നിറഞ്ഞ നെറ്റ് ആസ്പിറൻസ് വിദ്യാർത്ഥികളെ, നമ്മൾ ഇന്നലെ വെച്ച സെഷനായിരുന്നു. ചില ടെക്നിക്കൽ എറർ കാരണമായിട്ട് അത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ല. കുറേ പ്രശ്നങ്ങൾ പറ്റി. അതുകൊണ്ടാണ് നമ്മൾ ഇതൊരു റീഷെഡ്യൂൾ ചെയ്തത്. ഇൻഷാ അല്ലാഹ് നെറ്റ് എക്സാമുമായി ബന്ധപ്പെട്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ നിങ്ങൾക്ക് ജസ്റ്റ് ചെറിയ രൂപത്തിൽ പറഞ്ഞു തരിക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സ്റ്റഡി ദ എക്സാം ബിഫോർ സ്റ്റഡിയിങ് എക്സാം എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. നമ്മൾ എക്സാമിന് വേണ്ടി തയ്യാറാവുന്നതിന് മുമ്പ് എക്സാമിനെ കുറിച്ച് പഠിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. എന്താണ് എക്സാം, അതിനുവേണ്ടി എങ്ങനെയാണ് തയ്യാറാവേണ്ടത് എന്ന് കൃത്യമായി പഠിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ്. അതുകൊണ്ടാണ് ഇത്തരം ഒരു വെബിനാർ ഇവിടെ സംഘടിപ്പിച്ചതും അത് വളരെ പ്രധാനപ്പെട്ടതായി മാറിയതും എന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും. എക്സാമിനെ കുറിച്ച് കൃത്യമായൊരു ധാരണ ഉണ്ടായിക്കഴിഞ്ഞാൽ തന്നെ ഒരുപക്ഷെ 10 മാർക്ക് വരെ നമുക്ക് എന്താക്കാൻ കഴിയും, നേടാൻ കഴിയുമെന്നുള്ളതാണ് മുൻകാല ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ എക്സാമും അതിൻ്റെ സിലബസും അതിൻ്റെ പാറ്റേണും കൃത്യമായി മനസ്സിലാക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതാണ് നിങ്ങളോട് സൂചിപ്പിക്കാനുള്ളത് ആമുഖമായിട്ട്. ജസ്റ്റ് 1 സെക്കൻഡ്, സ്ക്രീൻ പോയിട്ടുണ്ടാവും അല്ലേ? Okay, I will reshare the screen once again. Okay, UGC നെറ്റ് JRF ഇതാണ് നമ്മൾ തയ്യാറെടുക്കുന്ന എക്സാം എന്ന് പറയുന്നത്. നമുക്കറിയാം NTA നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസിയാണ് അത് സംഘടിപ്പിക്കുന്നത്. UGCയുടെ നിർദ്ദേശങ്ങൾ അനുസരിച്ചായിരിക്കും അത് മുന്നോട്ട് പോകുന്നത്. പ്രധാനമായിട്ടും അസിസ്റ്റന്റ് പ്രൊഫസർ, അതുപോലെ ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD, 3 ക്വാളിഫിക്കേഷൻസിൻ്റെ കടമ്പയായിട്ടാണ് ഈ എക്സാം നിർണ്ണയിച്ചിട്ടുള്ളത്. ഇത്തവണ പുതുതായി വന്ന ഒരു രീതിയാണ് അഡ്മിഷൻ ടു PhD എന്ന് പറയുന്നത്. ഇതിനു മുമ്പ് നിലവിലുണ്ടായിരുന്നത് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള ക്വാളിഫിക്കേഷനും അതുപോലെ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പും ആൻഡ് അസിസ്റ്റന്റ് പ്രൊഫസർ എന്നുള്ള 2 തലങ്ങളാണ് ഉണ്ടായിരുന്നത്. ഇത്തവണ അത് 3 തലങ്ങളിലേക്ക് അത് UGC അത് മാറ്റിയിട്ടുണ്ട് എന്നുള്ളതാണ്. അഡ്മിഷൻ ടു PhD എന്നുള്ളതാണ്. അതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം, എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഇനി PhD അഡ്മിഷൻ എന്നുള്ളത് നേരത്തെ ഇപ്പം നിലവിൽ MA പാസ്സായി കഴിഞ്ഞ ഒരാൾ PhDക്ക് ജോയിൻ ചെയ്യാൻ ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു സിസ്റ്റം. അത് മാറ്റി UGC നെറ്റ് എക്സാമിലൂടെ നിശ്ചയിക്കുന്ന ഒരു കട്ട് ഓഫ് മാർക്ക് PhD അഡ്മിഷൻ കൂടി നിർബന്ധമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ആ കട്ട് ഓഫ് മാർക്ക് നേടിയാൽ മാത്രമേ, അതിലൂടെ നെറ്റ് കിട്ടണമെന്നില്ല, JRF കിട്ടണമെന്നില്ല, പക്ഷേ PhD അഡ്മിഷൻ കൂടി ഒരു കട്ട് ഓഫ് മാർക്ക് നെറ്റ് എക്സാമിലൂടെ നിശ്ചയിക്കുന്നു എന്നുള്ളതാണ്. അത് കിട്ടിയാൽ മാത്രമേ എന്താവുള്ളൂ, PhD ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ യോഗ്യത നമുക്ക് ലഭിക്കുള്ളൂ എന്നുള്ളതാണ് UGC പുതിയ ഉത്തരവിലൂടെ പറയുന്നത്. അതുകൊണ്ട് തന്നെ നെറ്റ് എക്സാമിൻ്റെ ഇമ്പോർട്ടൻ്റ് വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നുകൂടി നമുക്കിതിലൂടെ മനസ്സിലാക്കാൻ കഴിയും. കാരണം PhD എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ എന്തായാലും എന്ത് വേണം, നെറ്റ് ക്വാളിഫൈഡ് ആവണം എന്നുള്ളതാണ്. അപ്പോൾ അത് ഇനി
അതോടൊപ്പം തന്നെ ഇതിനു വേണ്ടി മത്സരിക്കുന്ന ആളുകളുടെ എണ്ണം കൂടും, നമുക്ക് മത്സരിക്കേണ്ട ആളുകളുടെ എണ്ണം വർദ്ധിക്കാൻ പോകുന്നു എന്നുള്ളത് കൂടി നമ്മൾ ഇതോടൊപ്പം ചേർത്ത് മനസ്സിലാക്കാം. അങ്ങനെ കുറേ ഘടകങ്ങൾ ഇതിലൂടെ എന്താവുന്നുണ്ട്, രൂപപ്പെട്ട് വരുന്നുണ്ട് എന്ന് കൂടി നിങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. 2018 വരെ CBSE ആണ് നെറ്റ് എക്സാം സംഘടിപ്പിച്ചിരുന്നത്. 83 സബ്ജക്റ്റുകളിലായിട്ട് ഓഫ്ലൈനൊക്കെ ആയിട്ടായിരുന്നു സംഘടിപ്പിച്ചിരുന്നത്. പിന്നീട് 2018 മുതലാണ് NTA ഇത് ഏറ്റെടുത്ത് നടത്താൻ തുടങ്ങിയത്. അതിനുശേഷം ഓൺലൈനായിട്ടാണ് എക്സാമുകൾ നടന്നുകൊണ്ടിരിക്കുന്നത്. 83 സബ്ജക്റ്റുകളിലായിട്ടാണ് എക്സാം നടക്കുന്നത് നമുക്കറിയാം. ഇനി ഇത്തവണ വന്ന, നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ ക്രൈറ്റീരിയ എങ്ങനെയാണ്, 3 കാറ്റഗറികളായി തിരിച്ചിട്ടുണ്ട്. ഒന്ന് കാറ്റഗറി 1, അതിൽ അവാർഡ് ഓഫ് JRF ആൻഡ് അപ്പോയിൻമെന്റ് ആസ് എ അസിസ്റ്റന്റ് പ്രൊഫസർ. JRFും അതുപോലെ തന്നെ അസിസ്റ്റന്റ് പ്രൊഫസർ തസ്തികക്കും എന്താ തീരും, അനുമതി കിട്ടും എന്നുള്ളതാണ്. അതിലൂടെ JRF ലഭിച്ചാൽ നമുക്ക് നിലവിൽ PhDക്ക് ജോയിൻ ചെയ്യാനുള്ള ക്രൈറ്റീരിയ എന്ന് പറയുന്നത്, ഒന്ന് എൻട്രൻസ് എക്സാം വഴി ക്വാളിഫൈഡ് ആവുക, എന്നിട്ട് വൈവ അറ്റൻഡ് ചെയ്ത് PhD അഡ്മിഷൻ നേടുക എന്നുള്ളതാണ്. ഇനി JRF നെറ്റ് ഉള്ള ആളുകൾക്ക് നേരിട്ട് എന്താക്കാം, വൈവക്ക് ഇരിക്കാനുള്ള ക്വാളിഫിക്കേഷൻ ലഭിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു നിലവിലുള്ള ക്രൈറ്റീരിയ. അങ്ങനെയാണ് ഇപ്പോൾ UGC പറയുന്നത്, പുതിയ ഉത്തരവ് പ്രകാരം പറയുന്നത്, JRF ഉള്ള ആളുകൾക്ക് എക്സാം എഴുതേണ്ടതില്ല, നേരിട്ട് എന്താക്കാം, വൈവക്ക് ഇരിക്കാം എന്ന് പറയുന്നു. അതോടൊപ്പം തന്നെ കാറ്റഗറി 2ലേക്ക് വരുമ്പോൾ അപ്പോയിൻമെന്റ് ആസ് എൻ അസിസ്റ്റന്റ് പ്രൊഫസർ ആൻഡ് അഡ്മിഷൻ ടു PhD, അതായത് നെറ്റ് മാത്രം ലഭിച്ചാൽ, ഒന്നാമത്തേത് JRF ആണ്, രണ്ടാമത്തെ കാറ്റഗറി നെറ്റ് മാത്രം ലഭിച്ചാൽ നമ്മൾക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിനുള്ള യോഗ്യത ലഭിക്കും. അതോടൊപ്പം തന്നെ നമുക്ക് എന്താക്കാൻ കഴിയും, PhDക്കുള്ള യോഗ്യതയും ലഭിക്കും. നേരിട്ട് നമുക്ക് എക്സാം എഴുതാതെ, എൻട്രൻസ് എക്സാം എഴുതാതെ നമുക്ക് എന്താവാം, വൈവക്ക് ക്വാളിഫൈഡ് ആകും നമ്മൾ. പിന്നീട് വൈവ ഓരോ യൂണിവേഴ്സിറ്റിൻ്റെയും മെത്തേഡ് അനുസരിച്ചാണ് അത് വിജയിച്ചാൽ നമുക്ക് എന്താവാം, PhD അഡ്മിഷൻ ലഭിക്കുക എന്നുള്ളത്. കാറ്റഗറി 3 ആണ് പുതിയതായി ഇതിൽ കൂട്ടിച്ചേർത്ത ഏറ്റവും വലിയൊരു മാറ്റങ്ങളിൽ ഒന്ന്, അഡ്മിഷൻ ടു PhD ഓൺലി എന്നുള്ളത്. അഡ്മിഷൻ ടു PhD ഓൺലി എന്നുള്ളതിൽ നമുക്ക് PhDക്ക് മാത്രമേ എന്താവുള്ളൂ, ക്വാളിഫൈഡ് ആവുള്ളൂ. അതുകൊണ്ട് നമുക്ക് അസിസ്റ്റന്റ് പ്രൊഫസറിനോ അല്ലെങ്കിൽ JRF ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പിനോ നമ്മൾ എന്തെല്ലാം അർഹരാവുന്നില്ല എന്നുള്ളതാണ്. അത് PhDക്ക് വേണ്ടി മാത്രമായിരിക്കും നമ്മൾ ക്വാളിഫൈഡ് ആവുന്നത്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ഈ അഡ്മിഷൻ ഓൺലി PhD എന്ന് പറയുന്നത്, നമ്മൾ ഈ വർഷം എക്സാം എഴുതി കഴിഞ്ഞ് ക്വാളിഫൈഡ് ആയി കഴിഞ്ഞാൽ പോലും അതിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഒരു വർഷം മാത്രമാണ്. ഒരു വർഷം മാത്രമാണ് അതിന്റെ വാലിഡിറ്റി. ആ ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ PhDക്ക് എവിടെയെങ്കിലൊക്കെ ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് എന്താവുള്ളൂ, അത് ഉപകരിക്കുള്ളൂ എന്നുള്ളതാണ്. ഒരു വർഷം കഴിഞ്ഞാൽ പിന്നെ വീണ്ടും നമ്മളിത് എഴുതി അതിനെന്താവണം, വീണ്ടും ക്വാളിഫിക്കേഷൻ യോഗ്യത എന്താവണം, നേടിയെടുക്കേണ്ടതുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ ഏറ്റവും വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയ ഘടകം എന്ന് പറയുന്നത് PhD പ്രവേശനം എന്ന് പറയുന്നത് പൂർണ്ണമായും നെറ്റ് എക്സാമിനെ ബേസ് ചെയ്തിട്ട് മാറിക്കഴിഞ്ഞു എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ PhD എന്ന സ്വപ്നത്തിലേക്ക് നടന്നു കയറാൻ ഈ എക്സാം അറ്റൻഡ് ചെയ്യുക എന്നുള്ളത് വെരി വെരി ഇമ്പോർട്ടൻ്റ് ആയ ഒരു ഘടകമാണ് എന്ന് മനസ്സിലാക്കുക. അതുമാത്രമല്ല, ഇനി നമ്മൾ പിന്നെ MA കഴിഞ്ഞിട്ട് വിവിധ കോളേജുകളിലേക്ക് താൽക്കാലിക നിയമനങ്ങളായാലും കോൺട്രാക്ച്വൽ നിയമനങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ വലിയ വെല്ലുവിളിയായിട്ട് ഇത് നമ്മുടെ മുന്നിൽ ഉണ്ടാവും എന്നുള്ളത് കൂടി നിങ്ങൾ മനസ്സിലാക്കുക. നെറ്റ് JRF എന്നുള്ളത് കേവലം മിനിമം നെറ്റെങ്കിലും നേടേണ്ടത് നിർബന്ധമായ ഒരു സാഹചര്യമാക്കി UGC മാറ്റിയിട്ടുണ്ട് എന്നുകൂടി നമുക്ക് കാണാം. ഇനി നമ്മൾ പറയാൻ പോകുന്നത് ഇതിന്റെ ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. ഈ എക്സാം അറ്റൻഡ് ചെയ്യാനുള്ള ക്വാളിഫിക്കേഷൻ എന്താണ് എന്നുള്ളതാണ്. മാസ്റ്റേഴ്സ് ഡിഗ്രി 55% മാർക്കോട് കൂടി പാസ്സായാൽ ഒരു വ്യക്തിക്ക് എന്താവാം, നെറ്റ് എക്സാമിന് യോഗ്യത നേടി എന്നുള്ളതാണ്, ക്വാളിഫിക്കേഷൻ ഉണ്ട് എന്നുള്ളതാണ്. കാൻഡിഡേറ്റ്സ് ഹു ഹാവ് സെക്യൂർഡ് അറ്റ്ലീസ്റ്റ് 55% മാർക്സ് വിത്തൗട്ട് റൗണ്ടിങ് ഓഫ് എന്ന് പറഞ്ഞാൽ 54 പോയിന്റ് സംതിങ് കിട്ടി നമ്മളെ 55 ആയിട്ടാണല്ലോ റൗണ്ട് ചെയ്യുക. അങ്ങനെ അല്ലാതെ കൃത്യമായി 55% മാർക്ക് ഉണ്ട് എങ്കിൽ നമുക്ക് എന്താക്കാൻ പറ്റും, നമ്മളിതിന് യോഗ്യത നേടി എന്നുള്ളതാണ്. ക്വാളിഫിക്കേഷന് എന്താണ്, നെറ്റ് എക്സാം എഴുതാൻ നമ്മൾ ക്വാളിഫൈഡ് ആണ് എന്നുള്ളതാണ് പറയുന്നത്. അത് UGC അംഗീകരിച്ച യൂണിവേഴ്സിറ്റികളിൽ നിന്നോ ഇൻസ്റ്റിറ്റ്യൂഷനോ ഒക്കെ നമ്മൾ എന്താകുമ്പോൾ അതിന് യോഗ്യത നേടിയിരിക്കണം എന്നുള്ളതാണ്. മറ്റൊന്ന് പറയുന്നത്, ഇതിൽ 5% മാർക്ക് ഇളവുണ്ട്. OBC അതുപോലെ തന്നെ SC ST PWD കാറ്റഗറി വിഭാഗങ്ങളിൽ വരുന്ന വിദ്യാർത്ഥികൾക്ക്, ആസ്പിരൻസിന് എന്തുണ്ട്, 5% മാർക്ക് അളവ് നൽകുന്നുണ്ട്. അതായത് അവർക്ക് 50% മാർക്ക് മതി. UGC നെറ്റ് എക്സാമിന് യോഗ്യതയായി നിശ്ചയിച്ച ആ എക്സാമിന് 50% മാർക്കോടുകൂടി പാസ്സായാൽ അവർക്ക് എന്താക്കാൻ പറ്റും, നെറ്റ് എക്സാമിന് അവർ യോഗ്യത നേടും എന്നുള്ളതാണ്. ഓക്കെ. ഇനി പലപ്പോഴായിട്ട്
കുറേ ആളുകൾ സംശയങ്ങൾ ചോദിച്ച ഒരു ഭാഗമാണ്, നിലവിൽ MA ചെയ്തുകൊണ്ടിരിക്കുന്നവർക്ക് നെറ്റ് എക്സാം എഴുതാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യം. അതിനും UGC കൃത്യമായി മറുപടി പറയുന്നുണ്ട്. നിലവിൽ MA പേഴ്സ്യൂയിങ് ദെയർ മാസ്റ്റേഴ്സ് ഡിഗ്രി, നിലവിൽ MA ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകൾക്കും UGC നെറ്റിന് അപ്ലൈ ചെയ്യാം, എക്സാം എഴുതാം. അവിടെ UGC പറയുന്ന നിബന്ധന എന്നുള്ളത് അവർ നെറ്റ് എക്സാം ക്വാളിഫൈഡ് ആയി 2 വർഷത്തിനുള്ളിൽ അവരുടെ മാസ്റ്റേഴ്സ് ഡിഗ്രി ആണെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിരിക്കണം. അതും നമ്മളിവിടെ മുൻപ് സൂചിപ്പിച്ചതുപോലെ ജനറൽ വിഭാഗമാണെങ്കിൽ 55% മാർക്ക് MA എക്സാമിൽ നേടിയിരിക്കണം. അതല്ലെങ്കിൽ OBC, SC, ST, PWD തേർഡ് ജെൻഡറൊക്കെ ആണെങ്കിൽ 50% മാർക്കും നമ്മൾ അവിടെ എന്താക്കണം, നേടിയിരിക്കണം. നെറ്റ് റിസൾട്ട് വന്ന് ക്വാളിഫൈഡ് ആയി 2 വർഷത്തിനുള്ളിൽ അവർ ഈ എക്സാം എന്തായിരിക്കണം, പേപ്പർ ബാക്ക് ഒന്നും ഇല്ലാതെ പൂർണ്ണമായും പാസ്സായിരിക്കണം എന്നുള്ളതാണ്. ഇതിന്റെ കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് നിശ്ചയിക്കുന്നത്, സ്റ്റാർട്ടിംഗ് ഡേറ്റ് ആയി നിശ്ചയിക്കുക നെറ്റ് റിസൾട്ട് വന്ന ഡേറ്റ് മുതൽ 2 വർഷമാണ് പരിഗണിക്കുക. അവർക്ക് അത് ചെയ്യാൻ പറ്റും. അതുപോലെ പുതിയൊരു ഇതിൽ പറയുന്നത് 4 ഇയർ ഡിഗ്രി കഴിഞ്ഞ ആളുകൾക്കും എന്താക്കാം, നെറ്റ് എക്സാമിന് അപ്ലൈ ചെയ്യാം. അവർക്കും ഇതേ നിബന്ധനയാണ്. റിസൾട്ട് വെയിറ്റ് ചെയ്യുന്നവരോ അങ്ങനെയുള്ള ആളുകളാണെങ്കിൽ പോലും അവർക്കും അപ്ലൈ ചെയ്യാം. അവരുടെയും നിബന്ധന ഇത് തന്നെയാണ്. 2 വർഷത്തിനുള്ളിൽ അവരുടെ നെറ്റ് എന്നാണ്, അവരുടെ ഏത് യോഗ്യത വെച്ചിട്ടാണ് അവർ അപ്ലൈ ചെയ്തത് ആ യോഗ്യത അവർ പൂർണ്ണമായും നേടിയിരിക്കണം. അതർവൈസ് അങ്ങനെ നേടിയിട്ടില്ല എങ്കിൽ അവർ ഡിസ്ക്വാളിഫൈഡ് ആയിട്ട് കണക്കാക്കും എന്നുള്ളതാണ്. ഫൈലിംഗ് വിച്ച് ദേ ഷാൾ ബി ട്രീറ്റഡ് ആസ് എ ഡിസ്ക്വാളിഫൈഡ്. പിന്നെ ആ നെറ്റ് അവർക്ക് എന്താണ്, ഇൻവാലിഡ് ആയി മാറും എന്നുള്ളതാണ്. അതാണ് നിലവിൽ MA ചെയ്തുകൊണ്ടിരിക്കുന്നവരുമായി ബന്ധപ്പെട്ട വിഷയം സൂചിപ്പിക്കാനുള്ളത്. പിന്നെ നെറ്റ് എക്സാമിന്റെ പ്രായപരിധി എന്നുള്ളതാണ്. നെറ്റ് എക്സാമിന് പ്രായപരിധി ഇല്ല, എത്ര ഏജിലും എന്താക്കാം, നെറ്റ് എക്സാം എഴുതാം എന്നുള്ളതാണ്. നോ ഏജ് ലിമിറ്റ് എന്നാണ് നെറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. അതേസമയം JRF റിസർച്ച് ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് യോഗ്യത നേടണമെങ്കിൽ നമുക്ക് അതിന് എന്തേ ഉള്ളൂ, 30 വയസ്സ് വരെ മാത്രമേ ഉള്ളൂ എന്നുള്ളതാണ്. ഏജ് ലിമിറ്റ് ടു അപ്ലൈ ഫോർ JRF ഓൺലി 13 ഇയേഴ്സ്. 30 വയസ്സിനുള്ളിൽ എന്താവണം, എഴുതണം എന്നുള്ളതാണ്. അവിടെയും SC, ST, OBC, PWD, ട്രാൻസ്ജെൻഡർ ആൻഡ് വുമൺ കാൻഡിഡേറ്റ്സ് ആർ ഗിവൺ ഏജ് റിലാക്സേഷൻ നൽകുന്നുണ്ട്. അവർക്ക് 5 വർഷം, അതായത് 35 വയസ്സ് വരെ അവർക്ക് എന്താക്കാം, എഴുതാം. JRFന് അവരെന്താവും, യോഗ്യത ലഭിക്കും എന്നുള്ളതാണ് എഴുതിയാലും. അതാണ് വയസ്സ് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇതിന്റെയും കട്ട് ഓഫ് കൃത്യമായി പറയുന്നുണ്ട്. നെറ്റ് എക്സാം നടക്കുന്ന ആ ഡേറ്റിന്റെ ഉള്ളിൽ ഈ വയസ്സിന് ഈ വയസ്സിൽ അവർക്ക് കവിയരുത് എന്ന് കൃത്യമായിട്ട് നോട്ടിഫിക്കേഷൻ ബുള്ളറ്റിൽ പറയുന്നുണ്ട്. പലരും 1-2 ആളുകൾ സംശയം ചോദിച്ചിരുന്നു, ഏജ് എങ്ങനെയാണ് ഇപ്പോൾ 35, 36 എന്നുള്ള ഒരു കൺഫ്യൂഷനിൽ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവരെ സംബന്ധിച്ച് കൃത്യമായി UGC പറയുന്നുണ്ട്, കട്ട് ഓഫ് ഡേറ്റ് ആയിട്ട് പരിഗണിക്കുക. നെറ്റ് എക്സാം നടക്കുന്നത് ഇപ്പോൾ ജൂണിലാണല്ലോ, ആ ജൂണിൽ അവർക്ക് 35 വയസ്സ് പൂർണ്ണമായി കവിയരുത് എന്നാണ് പറയുന്നത്. ഓക്കെ, ഇനി നമ്മൾ JRF നേടിക്കഴിഞ്ഞാൽ, ജൂനിയർ റിസർച്ച് ഫെലോഷിപ്പ് നേടിക്കഴിഞ്ഞാൽ അതിന്റെ വാലിഡിറ്റി എപ്പോഴാണ് എന്നുള്ളതാണ്. 3 വർഷം വരെയാണ് അതിന്റെ വാലിഡിറ്റി. അതായത് നെറ്റ് റിസൾട്ട് വന്ന് 3 വർഷത്തിനുള്ളിൽ നമ്മൾ അത് ക്ലെയിം ചെയ്യണം. അതായത് PhDക്ക് ജോയിൻ ചെയ്ത് നമ്മളത് ക്ലെയിം ചെയ്താൽ മാത്രമേ നമുക്കത് ലഭിക്കുകയുള്ളൂ. അത് കഴിഞ്ഞാൽ എന്തായിത്തീരും, ഇൻവാലിഡ് ആയിത്തീരും എന്നുള്ളതാണ്. ഇതുവരെ കഴിഞ്ഞ കൊറോണ ഇതൊക്കെ ഉള്ളതുകൊണ്ട് കുറേയൊക്കെ റിലാക്സേഷൻ ഉണ്ടായിരുന്നു. ഇപ്പം അതെടുത്ത് മാറ്റിയിട്ടുണ്ട്. കൃത്യമായിട്ട് ഇത് പറയുന്നുണ്ട്. വാലിഡിറ്റി ഓഫ് JRF ഈസ് 3 ഇയേഴ്സ്, 3 വർഷമാണ് എന്നുള്ളതാണ്. പിന്നെ നിങ്ങൾ ജോയിൻ ചെയ്ത് 3 വർഷമായി കഴിഞ്ഞാൽ സ്വാഭാവികത SRF ആയി മാറും. PhDക്ക് ജോയിൻ ചെയ്ത് 3 വർഷം കഴിഞ്ഞാൽ സീനിയർ റിസർച്ച് ഫെലോഷിപ്പായി അത് മാറും. അത് നിർബന്ധമായി നിങ്ങളത് ചെയ്യണം. ഒക്കെ നിങ്ങൾ PhDക്ക് ജോയിൻ ചെയ്താൽ മനസ്സിലാവും ഇൻഷാ അല്ലാഹ്. പിന്നെ നമുക്ക് ഇതിനു മുമ്പ് UGC CBSE നടത്തുന്ന സമയത്ത് നമുക്ക് സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നത് നമ്മുടെ അഡ്രസ്സിലേക്ക് അവരെ പ്രിന്റഡ് സർട്ടിഫിക്കറ്റ് അയച്ചു തരികയായിരുന്നു എന്നുള്ളതാണ്. എന്നാൽ NTA വന്ന ശേഷം അത് മാറ്റിയിട്ടുണ്ട്. കാൻഡിഡേറ്റ്സ് ആർ ഗിവൺ ഈ സർട്ടിഫിക്കറ്റ് ആണ് നമുക്ക് ലഭിക്കുക. ഈ സർട്ടിഫിക്കറ്റ് ആണ് ലഭിക്കുക. ആ സമയത്ത് റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അവരെന്തെങ്കിലും ഒരു ലിങ്ക് അയക്കും. അതിൽ നമ്മുടെ സർട്ടിഫിക്കറ്റ് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുത്ത് സൂക്ഷിക്കാവുന്നതാണ്. അതുപോലെ മാർക്കുമായി ബന്ധപ്പെട്ട് സെപ്പറേറ്റ് കട്ട് ഓഫ് ഫോർ ജനറൽ SSC, ST, OBC വിഭാഗങ്ങൾക്ക് എന്താണ്, സെപ്പറേറ്റ് കട്ട് ഓഫ് ആണ് വരിക. എല്ലാത്തിനും JRFനായാലും നെറ്റിനായാലും ഇനിയിപ്പോൾ നിലവിൽ വന്ന PhDന്റെ വിഷയം ആയാലും ഒക്കെ എന്തായിരിക്കും, സെപ്പറേറ്റ് കട്ട് ഓഫ് ആയിരിക്കും വരിക എന്നുള്ളതാണ്. ജനറലും വേറെ, SC, ST, OBC ഒക്കെ വേറെ വേറെ കട്ട് ഓഫ് ആയിരിക്കും വരിക എന്നുള്ളതാണ് മാർക്ക് സംബന്ധിച്ച് സൂചിപ്പിക്കാനുള്ളത്. ഇനി അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഇതുവരെ നമ്മൾ പറഞ്ഞത് ഓൺലൈൻ എക്സാം ആയിരുന്നു. ഏകദേശം 90ഓളം സിറ്റികളിലായിരുന്നു നടത്തിയിരുന്നത് എന്നാണ് എൻ്റെ ഓർമ്മ, ഇതുവരെ കഴിഞ്ഞ എക്സാമുകളൊക്കെ. ഇപ്പം അതിൻ്റെ എണ്ണം കൂട്ടിയിട്ടുണ്ട്. ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് തന്നെ. അപ്പോൾ ഓരോ സിറ്റികൾക്കും ഓരോ സെന്ററുകൾക്കും കോഡുകളാണ് കൊടുത്തിട്ടുള്ളത് എന്നുള്ളതാണ്. അപ്ലിക്കേഷൻ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത് 20th ഏപ്രിൽ 20 മുതൽ
10th മെയ് വരെ ആണ്. അതിൽ പിന്നെ ലാസ്റ്റ് ഡേറ്റ് പേയ്മെന്റ് നടത്താനുള്ള ലാസ്റ്റ് ഡേറ്റ് 11 മെയ് മുതൽ എന്താണ് 12 മെയ് 24 11:50 PM വരെ ഉണ്ട്. അതായത് അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കി എന്തെങ്കിലും കാരണത്താൽ പേയ്മെന്റ് കംപ്ലീറ്റ് ആക്കാൻ പറ്റിയിട്ടില്ലെങ്കിൽ അതിനും ഒരു 2 ദിവസത്തെ അളവ് UGC തന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ കറക്റ്റ് ടൈമിന് ശ്രദ്ധിക്കുക. പിന്നെ ജനറൽ കാറ്റഗറിക്ക് അൺറിസർവ്ഡ് കാറ്റഗറിക്കൊക്കെ വരുന്നത് 1150 രൂപയാണ്. അതുപോലെ EWS അതുപോലെ OBC NCL കാറ്റഗറിക്ക് 600 രൂപയും SC ST അതുപോലെ PWD തേർഡ് ജെൻഡർ കാറ്റഗറിക്ക് 325 രൂപയുമാണ് ഫീ വരുന്നത്. അപ്ലിക്കേഷൻ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ശ്രദ്ധിക്കണം. നമ്മൾ ആർട്സിലാണ് മാസ്റ്റേഴ്സ് ചെയ്തിട്ടുള്ളെങ്കിൽ അതിനൊരു കോഡുണ്ട്. അതുപോലെ തന്നെ ഓരോ സ്റ്റേറ്റിന് അപ്ലൈ ചെയ്യുമ്പോഴും അതിനും ഒരു കോഡുണ്ട്. സബ്ജക്റ്റുകൾക്കും കോഡുണ്ട്. സബ്ജക്റ്റുകൾക്ക് ഓൾറെഡി കോഡ് നടന്നുകൊണ്ടിരിക്കുകയാണ്. പുതുതായി എഴുതാൻ പോകുന്നവർക്ക് വേണ്ടി അറിയിക്കുകയാണ്. 29 അറബിയുടെ കോഡ് എന്ന് പറയുന്നത്. ഓക്കെ, അറബിക്കിന്റെ കോഡ് 29. അതുപോലെ ഓരോ സ്റ്റേറ്റിനും അതുപോലെ തന്നെ എക്സാം സെന്ററുകൾക്കും എന്തായിട്ടുണ്ട്. ഇപ്പൊ കേരളത്തിൽ ആലപ്പുഴ A മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന ആൽഫബറ്റിൽ ഓർഡർ അനുസരിച്ച് ആലപ്പുഴയാണ് ഫസ്റ്റ് വരുന്നത്. ആലപ്പുഴ അങ്ങനെ എല്ലാ ഡിസ്ട്രിക്റ്റിലും എന്തുണ്ട് പിന്നെ സെന്ററുകളുണ്ട്. അതിൽ ഓരോ കോഡാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഡിസ്ട്രിക്റ്റിന്റെ പേരായിരിക്കില്ല ചിലപ്പോൾ ചോദിക്കുക, കോഡുകളായിരിക്കും. അപ്പോൾ കോഡാണ് അടിച്ചു കൊടുക്കേണ്ടി വരിക. അത് ശ്രദ്ധിക്കണം. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ തന്നെ എത്രയും വേഗത്തിൽ അപ്ലൈ ചെയ്യുന്നത് ആയിരിക്കും നല്ലത്. എന്നാൽ അടുത്തുള്ള സെന്ററുകൾ കിട്ടാൻ ഉപകരിക്കും. ഈ ഓഫ്ലൈൻ എക്സാം ആയതും അതുപോലെ സെന്ററുകളുടെ എണ്ണം കൂട്ടിയത് കൊണ്ടും മുൻപൊക്കെ അനുഭവിച്ചിരുന്ന ഒരു ദുരിതമായിരുന്നു ദൂര ഇടങ്ങളിൽ സെന്ററുകൾ ലഭിക്കുന്ന ഒരു പ്രയാസം. അതൊക്കെ ഇത്തവണ ഉണ്ടാവില്ല എന്ന് തന്നെ മനസ്സിലാക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അടുത്തുള്ള സെന്ററുകൾ നമുക്ക് ലഭിക്കും എന്തായാലും ഇൻഷാ അല്ലാഹ്. അപ്പോൾ അതുകൊണ്ട് എത്രയും വേഗം അപ്ലിക്കേഷൻ പ്രോസസ്സ് പൂർത്തിയാക്കുക എന്നുള്ളത് ശ്രദ്ധിക്കണം. അതുപോലെ ഞാൻ പറഞ്ഞ പോലെ ഓരോന്നിന്റെയും അപ്ലിക്കേഷൻ സമയത്തുള്ള കോഡ് കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. ഇതിൽ വേറൊരു വിഷയം സൂചിപ്പിക്കാനുള്ളത്, പിന്നെ PWD കാറ്റഗറിയുള്ള ആളുകൾ അവര് അപ്ലൈ ചെയ്യുന്ന സമയത്ത് അവരുടെ ഒരു സർട്ടിഫിക്കറ്റ് PWD എന്നുള്ളത് തെളിയിക്കാനുള്ള സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്യേണ്ടതുണ്ട്. അതിന്റെ ഫോർമാറ്റും ഈ ബുള്ളറ്റിനിൽ കൊടുത്തിട്ടുണ്ട്. അതും അതേ ഫോർമാറ്റിൽ തന്നെ ആയിരിക്കണമെന്ന് കൃത്യമായി പറയുന്നുണ്ട്. അത് ഏതാണെന്നുള്ളത് നിങ്ങൾ ആ ബുള്ളറ്റിൽ നിന്ന് PDF നോക്കിയാലും അവസാന ഭാഗത്ത് കൊടുത്തിട്ടുണ്ട്. ഓരോ അപ്ലിക്കേഷന്റെ ഓരോ മെത്തേഡും എങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്നുള്ള കൃത്യമായ ഡെമോ അതിലെന്തായിട്ടുണ്ട് ഓരോ പേജിൽ കൊടുത്തിട്ടുണ്ട്. അത് ശ്രദ്ധിച്ച് വേണം അപ്ലൈ ചെയ്യാൻ എന്നുള്ളതാണ്. ഇനി എക്സാം പാറ്റേൺ നമ്മൾ പറഞ്ഞു ഓഫ്ലൈൻ എക്സാം ആണ്. ഇതുവരെ നമ്മൾ ഓൺലൈൻ എക്സാം ആണ് NTA വന്നത് മുതൽ ഉണ്ടായിരുന്നത്. ഇതിപ്പോൾ ഓഫ്ലൈനിലേക്ക് മാറിയിരിക്കുകയാണ്. ഓഫ്ലൈൻ എക്സാം ആണ് ഇതുവരെ ഇനി നടക്കാനിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വളരെയധികം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടതുണ്ട്. എക്സാമിന്റെ ടൈം ഡ്യൂറേഷൻ എന്ന് പറയുന്നത് 3 മണിക്കൂർ തന്നെയാണ്. 3 മണിക്കൂർ തന്നെയാണ്. ഇതിനു മുമ്പ് പിന്നെ NTA ഏറ്റെടുക്കുന്നതിന് മുമ്പും ഓഫ്ലൈൻ ആയിരുന്നു എക്സാം ഉണ്ടായിരുന്നത്. പക്ഷെ ആ സമയത്ത് ഒരു വ്യത്യാസം എന്ന് പറയുന്നത്, ആദ്യം ജനറൽ പേപ്പർ 1 മണിക്കൂർ ജനറൽ പേപ്പർ എക്സാം നടക്കും. പിന്നീട് ഒരു 10 മിനിറ്റ് അല്ലെങ്കിൽ 15 മിനിറ്റ് ഒരു ബ്രേക്ക്. അത് കഴിഞ്ഞ് സെക്കൻഡ് പേപ്പർ സബ്ജക്റ്റ് പേപ്പർ നടക്കും. ആ രൂപത്തിലാണ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇത്തവണ ഓഫ്ലൈൻ എക്സാം ആണെങ്കിൽ പോലും എന്തില്ല, ടൈം തമ്മിൽ വേരിയേഷൻ ഇല്ല. അതായത് 3 മണിക്കൂർ പൂർണ്ണമായിട്ട് നിങ്ങൾക്ക് ലഭിക്കും. ആ 3 മണിക്കൂറിനുള്ളിൽ ജനറൽ പേപ്പറും സബ്ജക്റ്റ് പേപ്പറും രണ്ടും നിങ്ങൾ എന്താക്കിയാൽ മതി, അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. പേപ്പർ 1ഉം പേപ്പർ 2 എന്താണ്, രണ്ടും കൂടി ഒരുമിച്ച് എന്താക്കാം, നിങ്ങൾക്ക് ഈ 3 മണിക്കൂറിനുള്ളിൽ അറ്റൻഡ് ചെയ്താൽ മതി എന്നുള്ളതാണ്. അതുമായി ബന്ധപ്പെട്ട് ഓരോ പേപ്പർ 1ൽ 50 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക. ഓരോ ക്വസ്റ്റ്യനും 2 മാർക്കും വീതം വെച്ചിട്ടാണ്. അങ്ങനെ 100 മാർക്ക് ആയിരിക്കും പേപ്പർ 1ൽ ഉണ്ടാവുക. പേപ്പർ 2ൽ അതുപോലെ 100 ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, 2 മാർക്ക് വീതം 200 മാർക്ക്. അങ്ങനെ ടോട്ടൽ 150 ക്വസ്റ്റ്യൻ 300 മാർക്കാണ് ഉണ്ടാവുക. നെഗറ്റീവ് മാർക്ക് ഉണ്ടാവില്ല എന്നുള്ളതാണ്. 300 മാർക്കാണ് നമുക്ക് മൊത്തത്തിൽ എക്സാമിന് ഉണ്ടാവുക, 150 ക്വസ്റ്റ്യനും എന്നുള്ളതാണ്. ടോട്ടൽ ടൈം ഫോർ ദ എക്സാം എന്നുള്ളത് 3 മണിക്കൂറാണ്, 180 മിനിറ്റ്. പേപ്പർ 1 പേപ്പർ 2 നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, 2018 മുമ്പ് വരെ എന്ന് പറയുന്നത് 1 hour ആയിരുന്നു ആദ്യം പേപ്പർ 1ന്. പേപ്പർ 2ന് 2 hour എന്നുള്ളതാണ്. ആഫ്റ്റർ കമ്പൈനിങ് പേപ്പർ 1 വിത്ത് പേപ്പർ 2 യു ക്യാൻ അലോക്കേറ്റ് യുവർ ടൈം അക്കോർഡിംഗ്ലി. അല്ലെ, രണ്ടും ഒരുമിച്ച് വന്നപ്പോൾ നമ്മുടെ സമയം അനുസരിച്ച് എന്താക്കാം, നമുക്ക് അറ്റൻഡ് ചെയ്യാം. പല ആളുകളും വേഗത്തിൽ സബ്ജക്റ്റ് പേപ്പർ അറ്റൻഡ് ചെയ്യും, എന്നിട്ട് ജനറൽ പേപ്പറിലേക്ക് വരും. ചില ആളുകൾ ജനറൽ പേപ്പറിന് ആദ്യം അറ്റൻഡ് ചെയ്യും, എന്നിട്ട് സബ്ജക്റ്റ് പേപ്പറിലേക്ക് വരും. അങ്ങനെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അറ്റൻഡ് ചെയ്യുക എന്നുള്ളതാണ് ഇപ്പോഴും ഓഫ്ലൈൻ ആയിപ്പോഴും ഉള്ളപ്പോഴുള്ള രീതി. അതിൽ മാറ്റണമെന്നില്ല എന്നുള്ളതാണ്. നമുക്ക് ഒരു ഐഡിയൽ അലോക്കേഷൻ ഓഫ് ടൈം എന്ന് പറയുന്നത് 1 മണിക്കൂർ 15 മിനിറ്റ് വേണമെങ്കിൽ പേപ്പർ 1ന് കൊടുക്കാം.
പേപ്പർ 2 1 മണിക്കൂർ 45 മിനിറ്റും നമുക്ക് കൊടുക്കാം. കാരണം സബ്ജക്റ്റ് പേപ്പർ 100 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് നമുക്ക് അത്രയും ടൈം കൊടുക്കാൻ പറ്റും എന്നുള്ളതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, പിന്നെ നമ്മൾ പറഞ്ഞു പേപ്പർ 1 ജനറൽ ആയിട്ടുള്ള ഉള്ളത്, പിന്നെ അതിന് മുമ്പ് നെഗറ്റീവ് മാർക്കില്ല എന്ന് സൂചിപ്പിച്ചു. അതേസമയം തന്നെ ഓഫ്ലൈൻ എക്സാം ആണ്. നമ്മൾ PSC എക്സാം ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത് പോലെ ബബിൾ ചെയ്യുകയാണ് ഉണ്ടാവുക. ഈ ബബിൾ ചെയ്യുമ്പോൾ അതിനൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. ബബിൾ ചെയ്യുമ്പോൾ അതിനൊരു ടൈം നമ്മൾ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ നമ്മൾ ഓരോന്നിനും നിശ്ചയിച്ച ടൈം കൃത്യമായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്യണം. നമ്മുടെ മനസ്സിൽ കൃത്യമായ ധാരണ ഉണ്ടാവണം. ഒന്ന്. രണ്ടാമത്തെ വിഷയം എന്ന് പറയുന്നത്, നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ ഇതുവരെ ഓൺലൈൻ എക്സാം ആയി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാം, അതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വെക്കാം, അല്ലെങ്കിൽ അവസാനം വേണമെങ്കിൽ മാറ്റങ്ങൾ വരുത്താം. അവസാനം സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് എന്താവാം, കൊടുത്ത ആൻസറുകളൊക്കെ തിരുത്തി വേറെ ആൻസറുകളൊക്കെ കൊടുക്കാം. അങ്ങനെയൊക്കെ ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഇത് ഓഫ്ലൈൻ എക്സാം ആണ്. നമ്മൾ ബബിൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതിലെന്താക്കാൻ കഴിയില്ല, മാറ്റാൻ കഴിയില്ല എന്നുള്ളത് വളരെയധികം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് ഉത്തരങ്ങൾ ചെയ്യുമ്പോൾ പൂർണ്ണമായി ഉറപ്പായത് മാത്രം ഉറപ്പിച്ച ശേഷം മാത്രം ചെയ്യുക. രണ്ടാമത് തിരുത്താൻ അവസരമില്ല എന്നുള്ളത് നിങ്ങൾ മനസ്സിൽ കൃത്യമായി ഓർത്തു വെക്കുക. അതോടൊപ്പം തന്നെ ബബിൾ ചെയ്യുന്ന സമയത്ത് കൃത്യമായി ബബിൾ ചെയ്യേണ്ടതുണ്ട്. ഒന്നിലധികം ബബിളുകൾ ആൻസറുകൾ ബബിൾ ചെയ്താൽ അത് പരിഗണിക്കില്ല എന്നുള്ളത് ഓർത്തു വെക്കുക. അതുപോലെ ബബിൾ ചെയ്യുമ്പോൾ അത് പൂർണ്ണമായിട്ട് റൗണ്ട് ചെയ്യാൻ ശ്രദ്ധിക്കണം. പകുതിയോ അല്ലെങ്കിൽ ഒരു ഭാഗമോ ചെയ്താൽ അതൊന്നും അത് സ്കാൻ ചെയ്യുമ്പോൾ എന്താവുന്നില്ല, അതിൽ വരണം എന്നില്ല. അപ്പോൾ അത് മാർക്കൊക്കെ നഷ്ടപ്പെടാൻ എന്താവും, ഇടയാവും എന്നുള്ളതാണ്. അതോടൊപ്പം ശ്രദ്ധിക്കേണ്ട മറ്റൊരു വിഷയം, വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു വിഷയം എന്ന് പറയുന്നത്, പലപ്പോഴും എക്സാം കഴിഞ്ഞാൽ UGCN എന്ത് ചെയ്യും, നമ്മുടെ ആൻസർ കീ പുറത്തിറക്കും. എന്നിട്ട് ചലഞ്ച്, ആൻസർ കീ ചലഞ്ച് എന്ന് പറഞ്ഞിട്ട് ആൻസർ കീ പുറത്തിറക്കും. അപ്പോൾ അത് നമ്മൾ തെറ്റായ ആൻസറുകൾ ചലഞ്ച് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ പിന്നെ ക്വസ്റ്റ്യൻ തെറ്റുണ്ടെങ്കിൽ അത് ചലഞ്ച് ചെയ്യാൻ പറ്റും. അതൊക്കെ നമുക്ക് ചലഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ആദ്യമൊക്കെ 1200 രൂപയൊക്കെ ആയിരുന്നു. നിലവിൽ പിന്നെ കഴിഞ്ഞ 2 വർഷമായിട്ട് 250 രൂപ, 2022 ജൂൺ മുതലാണ് 250 രൂപ മാത്രമേ ഉള്ളൂ എന്തിന്, ആൻസർ കീ ചലഞ്ചിനുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ ആളുകൾ അതിലേക്ക് കടന്നു വരാൻ വേണ്ടി കൂടിയാണ് UGC എന്തായത് പൈസ കുറച്ചത്. അപ്പോൾ നമുക്ക് ചലഞ്ച് ചെയ്യാൻ പറ്റും. ഈ ഇവിടെ ശ്രദ്ധിക്കേണ്ട വിഷയം, ഈ ബുള്ളറ്റിനിൽ കൃത്യമായി പറയുന്നുണ്ട്, നമ്മൾ ആൻസർ കീ ഒരു ക്വസ്റ്റ്യൻ തെറ്റായാൽ ഇതുവരെ ഉണ്ടായിരുന്നത് എന്താണ്, ആ ക്വസ്റ്റ്യൻ നമുക്ക് മാർക്ക് ലഭിക്കും എന്നുള്ളതാണ്. എന്നാൽ ഓഫ്ലൈൻ എക്സാം ആയതുകൊണ്ട് കൃത്യമായി UGC പറയുന്നു, ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തവർക്ക് മാത്രമേ എന്താവുള്ളൂ, ആ ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്യുകയാണെങ്കിൽ അതിന്റെ മാർക്ക് ലഭിക്കുള്ളൂ. അതായത് നമ്മൾ 98 ക്വസ്റ്റ്യൻ ആണ് അറ്റൻഡ് ചെയ്തതെന്ന് കരുതിക്കോ പേപ്പർ 2 99ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്, ക്വസ്റ്റ്യൻ തന്നെ ഇൻവാലിഡ് ആണ്, തെറ്റാണ്. ഇപ്പൊ UGC അതിന്റെ മാർക്ക് നമുക്ക് മൊത്തത്തിൽ ആയിരുന്നു ഇതുവരെ നൽകിയിരുന്നത്. എന്നാൽ ഇത്തവണ അത് പറയുന്നത് ആ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ആണ് ക്വസ്റ്റ്യൻ ക്യാൻസൽ ചെയ്താൽ മാർക്ക് ലഭിക്കുള്ളൂ എന്നുള്ളത്. അപ്പൊ നിർബന്ധമായിട്ട് മുഴുവൻ ക്വസ്റ്റ്യനും നമ്മൾ എന്താവണം, അറ്റൻഡ് ചെയ്യണം എന്നുകൂടി UGC ഇതിലൂടെ പറയാണ്. കാരണം നെഗറ്റീവ് മാർക്കില്ല, അതുകൊണ്ട് മുഴുവൻ ക്വസ്റ്റ്യനും നിർബന്ധമായിട്ട് നമ്മൾ എന്താവണം, അറ്റൻഡ് ചെയ്യണം. അതിൽ ഒട്ടും വീഴ്ച വരുത്തരുത് എന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. കാരണം ഇൻ കേസ് ഏതെങ്കിലും ക്വസ്റ്റ്യനിൽ മിസ്റ്റേക്ക് വന്നാൽ ആ മാർക്കൊക്കെ നമുക്ക് ലഭിക്കാനും അതെന്തായി തീരും, സഹായകമായി തീരും. ഇങ്ങനെ ക്വസ്റ്റ്യനിൽ തെറ്റ് വരും എന്ന് ആലോചിച്ചുണ്ടാക്കണമെന്നില്ല, നിൽക്കണമെന്നില്ല. എങ്കിലും നമ്മൾ പൂർണ്ണമായിട്ടും ക്വസ്റ്റ്യനുകൾ എന്താവണം, അറ്റൻഡ് ചെയ്യണം എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഓക്കെ, ഇനി പേപ്പർ 1 പേപ്പർ 2 ആണുള്ളത് നമ്മൾ പറഞ്ഞു. പേപ്പർ 1 ജനറൽ പേപ്പർ 50 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് അതിലുണ്ടാവുക. ഈച്ച് ക്വസ്റ്റ്യൻസ് 2 മാർക്ക് വീതം, അങ്ങനെ 100 മാർക്കായിരിക്കും പേപ്പർ 1 ഉണ്ടാവുക. അതിൽ 10 സബ്ജക്റ്റുകളുണ്ട്. പിന്നെ ജനറലി പറയുന്നത് 5 ക്വസ്റ്റ്യൻ എന്താണ്, പിന്നെ ഓരോ സബ്ജക്റ്റിൽ നിന്നും അങ്ങനെ 50 ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. അങ്ങനെ കൃത്യമായി പാറ്റേൺ ഒന്നുമില്ല, അങ്ങനെ എല്ലാതെയും വരാറുണ്ട് എന്നുള്ളതാണ്. അതിപ്പോ പേപ്പർ 2 അങ്ങനെ തന്നെയാണ് പറയുന്നത്. ഓരോ യൂണിറ്റിൽ നിന്ന് 10 ക്വസ്റ്റ്യൻ, അങ്ങനെ 10 യൂണിറ്റിൽ നിന്ന് 100 ക്വസ്റ്റ്യൻ എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ കൃത്യമായി മാനദണ്ഡം ഇല്ല എന്നുള്ളതാണ്. ഇതുവരെയുള്ള എക്സാമുകൾ പരിശോധിച്ച് കഴിഞ്ഞാൽ അത് കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ഈച്ച് കറക്റ്റ് ആൻസേഴ്സ് ക്യാരീസ് 2 മാർക്സ് നമ്മൾ പറഞ്ഞു, നെഗറ്റീവ് മാർക്ക് ഇല്ല. പിന്നെ അപ്ഡേറ്റഡ് ആയ സിലബസ് ഉണ്ട്. 2019 NTA പുറത്തിറക്കിയ സിലബസ് പ്രകാരമാണ് നമ്മളിപ്പോഴും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ സിലബസ് മാറ്റങ്ങളെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ഈ ജൂൺ എക്സാമിന് എന്തായാലും സിലബസ് മാറ്റം ഇല്ല എന്ന് തന്നെയാണ് കൃത്യമായി മനസ്സിലാകുന്നത്. ഇനി അടുത്ത ഡിസംബർ ആകുമ്പോഴേക്കും മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. അതിൻ്റെ അപ്ഡേഷനൊക്കെ വരും, നമുക്ക് കാത്തിരിക്കാം. ഇനി പേപ്പർ 1 വരുന്ന സബ്ജക്റ്റുകൾ എങ്ങനെയാണ്, ഒന്ന് ആപ്റ്റിറ്റ്യൂഡ് ബേസ് ആണ്. ആപ്റ്റിറ്റ്യൂഡ് ബേസിൽ വരുന്നത് ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ്, റിസർച്ച് ആപ്റ്റിറ്റ്യൂഡ്, കമ്മ്യൂണിക്കേഷൻ എന്നുള്ള 3 സബ്ജക്റ്റുകളാണ്. സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ളതാണ് മറ്റൊന്ന്, അത് ലോജിക്കൽ റീസണിങ്, മാത്തമാറ്റിക്കൽ റീസണിങ്, ഡാറ്റ ഇന്റർപ്രിട്ടേഷൻ, റീഡിംഗ് കോംപ്രഹെൻഷൻ എന്നിവയാണ് അതിൽ വരിക. പിന്നെ ജനറൽ ആയിട്ടുള്ള ICT, പീപ്പിൾ ഡെവലപ്മെന്റ് ആൻഡ് എൻവയോൺമെന്റ്, ഹയർ എഡ്യൂക്കേഷൻ സിസ്റ്റം, ഇങ്ങനെയുള്ള 3 രീതിയിലുള്ള മെത്തേഡിലാണ് സിലബസ് ക്രമീകരിച്ചുള്ള 10 യൂണിറ്റുകളായിട്ടാണ് പേപ്പർ 1 ഉൾക്കൊള്ളുന്നത്. ഇനി പേപ്പർ 2 അറബിക് എന്നുള്ളതാണ്.
100 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ്. ഓരോന്നിനും 2 മാർക്ക് വീതം 200 മാർക്ക് ഉണ്ട്. 10 സബ്ജക്റ്റ് 10 ക്വസ്റ്റ്യൻ ഈച്ച് സബ്ജക്റ്റിൽ നിന്നാണ് അത് മാറിയത് കേട്ടോ. അങ്ങനെ നിർബന്ധനയൊന്നും ഇല്ല. നമ്മൾ പറഞ്ഞു നെഗറ്റീവ് മാർക്കില്ല. 2019 മുതൽ അപ്ഡേറ്റഡ് ആയ സിലബസ് ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഓരോ അറബിക്കിന്റെ ഓരോ യൂണിറ്റിനെ കുറിച്ചും കൃത്യമായി വിശകലനം ചെയ്യുകയാണ്. ഓരോ യൂണിറ്റിൽ നിന്നും എങ്ങനെ പഠിച്ചാൽ നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നെറ്റ് എങ്ങനെ ക്രാക്ക് ചെയ്യാം എന്നുള്ളതാണ്. ഞാൻ ഒന്നുകൂടി അടിവരയിട്ട് പറയാണ്, പലപ്പോഴായിട്ട് സൂചിപ്പിക്കുന്നത്, പിന്നെ പേപ്പർ 1-നും സെപ്പറേറ്റ് മാർക്ക് നേടണം, പേപ്പർ 2-ന് സെപ്പറേറ്റ് മാർക്ക് നേടണം എന്നില്ല. 2 പേപ്പറിനും കൂടി UGC നിശ്ചയിക്കുന്ന കട്ട് ഓഫ് നേടിയാൽ മതി കേട്ടോ. 2022 ജൂൺ എക്സാമിൽ അറബിക്കിലെ JRF നേടിയ ഒരു കുട്ടി, അദ്ദേഹത്തിന് ലഭിച്ചത് 194 മാർക്ക്, 194 196 മാർക്ക് പേപ്പർ 2, അതായത് അറബിക് പേപ്പറിലും. ബാക്കി മാർക്ക് എന്താണ്, 210 മാർക്കാണ് ആ കുട്ടിക്ക് ലഭിച്ചത്. ബാക്കി ജനറൽ പേപ്പറിൽ നിന്നാണ് ലഭിച്ചത്. അപ്പോൾ വളരെ ചുരുങ്ങിയ മാർക്ക് മാത്രമേ ജനറൽ പേപ്പറിലുള്ളൂ. അങ്ങനെ നിബന്ധന ഇല്ല ജനറൽ പേപ്പറിൽ എത്ര മാർക്ക് നേടണം എന്നുള്ളത്. മറിച്ച് 2-ലും കൂടി, പേപ്പർ 1-ഉം പേപ്പർ 2-ഉം കൂടി ഉള്ള മാർക്ക് എന്തായാൽ മതി, നേടിയാൽ മതി എന്നുള്ളതാണ്. ആ കട്ട് ഓഫിലേക്ക് എത്തിയാൽ മതി എന്നുള്ളതാണ്. ഓക്കെ, നമ്മൾ അറബിക്കിലേക്ക് വരുമ്പോൾ അറബിക്കിന്റെ കഴിഞ്ഞ 2-3 വർഷങ്ങളിലെ അല്ലെങ്കിൽ 2-3 എക്സാമുകൾ നിങ്ങൾ പരിശോധിക്കുക. 2021 മുതൽ 22, 23, ഇപ്പോൾ ജൂൺ ഡിസംബറൊക്കെ കഴിഞ്ഞല്ലോ. ആ ഈ 3 വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വിശകലനം ചെയ്യുന്നത് കൃത്യമായി നിങ്ങൾ മനസ്സിലാക്കും ഏത് രൂപത്തിലാണ് പിന്നെ ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളത്. പിന്നെ ഏതെങ്കിലും യൂണിറ്റിന് പ്രത്യേകമായ ഒരു സവിശേഷത അവർ നൽകുന്നില്ല. ഇപ്പൊ 2021 എക്സാമിന് കൂടുതൽ ചോദ്യങ്ങൾ വന്നത് 15ഓളം ക്വസ്റ്റ്യൻസ് വന്നിരുന്നു യൂണിറ്റ് 5-ൽ നിന്ന്. എന്നാൽ പിറ്റേ വർഷം 2022 ജൂൺ ആയപ്പോൾ അതിലെന്തായിട്ടില്ല, ആകെ ക്വസ്റ്റ്യൻ വന്നത് 6ഓ 7ഓ ക്വസ്റ്റ്യൻസ് മാത്രമാണ് യൂണിറ്റ് 5-ൽ നിന്ന് വന്നത്. ആ 2022 ജൂൺ എക്സാമിൽ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നത് 25 മുതൽ 28 ക്വസ്റ്റ്യൻ വരെ വന്നത് യൂണിറ്റ് 10-ൽ നിന്നാണ്. 2022 ഡിസംബർ അത് യൂണിറ്റ് 10-ന് എന്തായില്ല, ഇത്രത്തോളം 29 ക്വസ്റ്റ്യൻ ഒന്നും വന്നില്ല. 10 ക്വസ്റ്റ്യൻ 12 ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളൂ. ആ രൂപത്തിലേക്ക് മാറി. അപ്പോൾ ഏത് യൂണിറ്റ് ആണ് ഇമ്പോർട്ടന്റ് എന്ന് കൃത്യമായി നമുക്ക് പ്രെഡിക്റ്റ് ചെയ്യാൻ കഴിയില്ല, പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. അതേസമയം ഓരോ യൂണിറ്റും പഠിക്കേണ്ട ഒരു മെത്തേഡ് ഈ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനാലിസിസ് ചെയ്തതിനെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. ആ രൂപത്തിൽ പഠിച്ചാൽ നമുക്ക് എന്താക്കാൻ കഴിയും, ഈസി ആയിട്ട് ഇത് ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ചില സമയത്ത് ഈ പ്രത്യേകിച്ച് ഈ എക്സാം അടുത്ത നിമിഷങ്ങളിലൊക്കെ നമ്മളെ സംബന്ധിച്ച് ഏറ്റവും അനിവാര്യമായ ഘടകം എന്ന് പറയുന്നത് ഹാർഡ് വർക്കിനോടൊപ്പം സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു ഘടകം കൂടിയാണ് എന്നുള്ളതാണ്. നമ്മൾ നന്നായി ഹാർഡ് വർക്ക് ചെയ്യും, അതോടൊപ്പം സ്മാർട്ട് വർക്ക് എന്നുള്ളൊരു ഘടകം കൂടി അതിൽ പ്ലസ് ആയി ചേരുമ്പോൾ എന്തായി തീരും, ഈസി ആയിട്ട് നമുക്ക് എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റും. അപ്പൊ അതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ പറയുന്നത്. ഓരോ യൂണിറ്റും എടുത്ത് അതിൽ വന്ന ക്വസ്റ്റ്യൻ മെത്തേഡുകൾ ജസ്റ്റ് സൂചിപ്പിച്ചു പോവുകയാണ്. ഓക്കെ, ലാസ്റ്റ് നമുക്ക് സംശയങ്ങളും മറ്റും ചർച്ച ചെയ്യട്ടോ ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ യൂണിറ്റ് എന്ന് പറയുന്നത് ഷിഅറുൽ അറബി ഹത്താ അസ്റുൽ അബ്ബാസി, ജാഹിലിയ കാലഘട്ടം മുതൽ അബ്ബാസിയ കാലഘട്ടം വരെയുള്ള പോയട്രിയാണ് അതിന്റെ ആദ്യ ഭാഗത്ത് വരുന്നത്. ഓക്കെ, അതിൽ ഒന്നാമത്തത് അസ്റുൽ ലുഗ അൽ അറബിയ. പിന്നെ മുഅല്ലഖാത്ത് വശുഅറാഹ. മുഅല്ലഖാത്ത് നമുക്കറിയാം 7 ആളുകളുണ്ട്, 9 എന്ന് അഭിപ്രായപ്പെട്ട ആളുകളിൽ 10 എന്ന് അഭിപ്രായപ്പെട്ട ആളുകൾക്കുണ്ട്. പ്രബലമായ അഭിപ്രായം അനുസരിച്ച് 7 ആളുകളാണ്. 7 ആളുകളെ കുറിച്ചും സിലബസിൽ പറയുന്നില്ല. 4 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. ഇംറുൽ ഖൈസ്, അംർ ബിൻ കുൽസൂം, സുഹൈർ ബിൻ അബി സുൽമാൻ അൽ മുസ്നി, അൻഫർ ബിൻ ഷദാദ് അൽ അബസി എന്നീ 4 ആളുകളെ കുറിച്ചാണ് പറയുന്നത്. പക്ഷെ അതോടൊപ്പം തന്നെ സിലബസ് ശ്രദ്ധിക്കണം, അൽ മുഅല്ലഖാത്ത് വശുഅറാഹു, മുഅല്ലഖാത്തും അതിന്റെ കവികളും എന്നാണ്. പക്ഷെ അതിൽ നിന്ന് സ്പെസിഫൈ ചെയ്ത് 4 ആളുകളെ സൂചിപ്പിക്കുകയാണ് ചെയ്തത്. അപ്പൊ മുഅല്ലഖയെ കുറിച്ച് ജനറൽ ആയിട്ടുള്ള ഒരു ഐഡിയ നമുക്ക് എന്താവണം, വേണം എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം. 2021 എക്സാമിന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, മുഅല്ലഖകൾ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ പറയാറുണ്ട് കഅബയിൽ അതിനെ തഅലീഖ് ചെയ്തത് കൊണ്ടാണ് അതിന് ആ പേര് കൊടുത്തത് എന്ന് പറയാറുണ്ട്. ആ വാദത്തെ എതിർത്ത ആളുകളുണ്ട്, നുഹാസിനെ പോലെയുള്ള ആളുകൾ എതിർത്ത ആളുകളുണ്ട്. പിന്നെ ഇബ്നു ഷീഖിനെ പോലുള്ള ആളുകൾ അതിനെ അനുകൂലിച്ച ആളുകളൊക്കെ ഉണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച ഒരു ക്വസ്റ്റ്യൻ 2021 ജൂൺ എക്സാമിൽ എന്തായിട്ടുണ്ടായിരുന്നു, ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞത് ഇപ്പൊ മുഅല്ലഖ എന്ന് പറയുമ്പോൾ സിലബസ് വളരെ കൃത്യമാണ്. മുഅല്ലഖയെ കുറിച്ച് ബേസിക് ധാരണ നമുക്ക് ഉണ്ടാവണം. അതോടൊപ്പം തന്നെ അതിൽ നിന്നുള്ള ഈ 4 കവികളെ കുറിച്ച് ഡീപ്പായിട്ട് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിക്കുകയും വേണം. അതിൽ മറ്റൊന്ന് ആണ് ഷുഅറാ സഅലീഖ്. അതിൽ 3 ആളുകളാണ് നമുക്ക് പഠിക്കാനുള്ളത്. തഅബ്ബദ് ഷർറ, ഷൻഫർ അൽ അസ്ദി, ഉർവത്ത് ബിൻ വർദ് അൽ അബസി എന്നീ 3 ആളുകളാണ്. പിന്നെ ഷുഅറാ അൽ മുഖ്ലറമൂൻ, ഹസ്സാൻ ബിൻ സാബിത്ത് റളിയല്ലാഹു അൻഹു, ഖൻസാ, കഅബ് ബിൻ സുഹൈർ റളിയല്ലാഹു അൻഹു, ഹുതൈഅ എന്നീ 4 ആളുകളാണ് ഇതിൽ വരുന്നത്. അതുപോലെ തന്നെ ഉമവി കവികളാണ് ഉമർ ബിൻ അബി റബിയ, ജമീൽ ബിൻ മഅമർ, അഖ്തൽ, ഫറസ്ദഖ്, ജരീർ എന്നീ 5 ആളുകളാണ് അവിടെ വരുന്നത്. അസ്റുൽ അബ്ബാസിയിലേക്ക് വരുമ്പോൾ 7 ആളുകളുണ്ട്. ബഷാർ ബിൻ ബുർദ്, അബു നുവാസ്, അബു തമാം, ബുഖ്തുരി, മുത്തനബി, അബുൽ അലാ അൽ മഅരി. ഇങ്ങനെ ഒരു വലിയ യൂണിറ്റ് ആണ് ഒന്നാമത്തെ യൂണിറ്റ്.
നമ്മൾ സിലബസ് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒന്നാമത്തെ യൂണിറ്റും 7ാമത്തെ യൂണിറ്റും കമ്പാരിറ്റീവ്ലി എന്താണ് വലിയ യൂണിറ്റ് ആണ് എന്ന് മനസ്സിലാക്കാൻ കഴിയും. മൊത്തം 7, 5, 12, 16, 19, 23 ആളുകളെ കുറിച്ച് ഒന്നാമത്തെ യൂണിറ്റിൽ നമുക്ക് എന്താവാറുണ്ട്, പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. എണ്ണം കാണുമ്പോൾ വളരെ വലുതാണ്, പക്ഷെ സത്യം പറഞ്ഞാൽ കുറച്ച് പഠിച്ചാൽ തന്നെ ഈസി ആയിട്ട് ഇതിലെ മാർക്ക് നമുക്ക് എന്താക്കാൻ കഴിയും, നേടാൻ കഴിയും എന്നുള്ളതാണ്. നമുക്ക് നോക്കാം. അതിൽ ഒരു ക്വസ്റ്റ്യൻ മെത്തേഡ് 1-2 ക്വസ്റ്റ്യൻസ് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. എല്ലാവരും ഒന്ന് ആൻസർ പറയാണ്, ടൈപ്പ് ചെയ്തിട്ടാൽ മതി ചാറ്റ് ബോക്സിൽ. 2 സ്റ്റേറ്റ്മെന്റ് കൊടുത്തിരിക്കുന്നു. ആ സ്റ്റേറ്റ്മെന്റുകൾ ശരിയായത് സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഇന്നി ലഅഹ്ദുറുൽ ബഅസ വഔഫുൽ മഗ്നമ വഅഫു ഇൻദൽ മസ്അലതി വഅജ്വദു ബിമാ മലകത് യദി വഅഫ്ളലുൽ ഖുത്തത الصماء ഖാലഹു അൻതറദ് ഇബ്നു ഷദാദ് ലിറജുലിൻ മിൻ അബസ്. സ്റ്റേറ്റ്മെന്റ് 2 അൽഹംദുലില്ലാഹില്ലദി ശറഫനി ബിഖത്ലിഹിം വഅർജു അൻ യജ്മഅനി ബിഹിം ഫി മുസ്തഖരി റഹ്മതിഹി ഖാലതുഹു അൽ ഖൻസാ. ഇത് ഖൻസാ പറഞ്ഞു എന്നാണ് പറയുന്നത്. ഇതിൽ നിന്ന് ശരിയായ സ്റ്റേറ്റ്മെന്റ് ചൂസ് ചെയ്യാനാണ് പറയുന്നത്. തെറ്റിയാലും പ്രശ്നം അല്ലെങ്കിൽ ആൻസർ ചെയ്യാൻ ശ്രമിച്ചു നോക്കൂ. ഏതാണ് ആൻസർ എന്ന് ശ്രമിച്ചു നോക്കൂ. രണ്ട് കാര്യങ്ങളാണ് ഞാൻ ഈ ക്വസ്റ്റ്യനിലൂടെ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഈ ക്വസ്റ്റ്യന്റെ മെത്തേഡുകൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻ വരുന്നത് എന്നുള്ളതും ഈ ക്വസ്റ്റ്യന്റെ സ്റ്റേറ്റ്മെന്റുകൾ എങ്ങനെയാണ് എവിടുന്നാണ് എടുക്കുന്നത് എന്നുള്ള വിഷയങ്ങളുമാണ്. ഓക്കെ, വ്യത്യസ്തമായ ആൻസറുകൾ വരുന്നുണ്ട്. ബി, ഡി എന്നുള്ള ആൻസറുകളൊക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്ക് നോക്കാം. സ്പീഡാക്കാം, നമ്മൾ എല്ലാ യൂണിറ്റും കവർ ചെയ്യാനുള്ളത് കൊണ്ട്. ഓപ്ഷൻ ബി ആണ് ആൻസർ. അതായത് 2 സ്റ്റേറ്റ്മെന്റും ശരിയാണ്. ബോത്ത് സ്റ്റേറ്റ്മെന്റ് 1 ആൻഡ് സ്റ്റേറ്റ്മെന്റ് 2 ആർ ട്രൂ എന്നുള്ളതാണ്. രണ്ടും എന്താണ്, ശരിയാണ്. ഈ 2 സ്റ്റേറ്റ്മെന്റുകൾ, ഒന്നാമത്തെ നിങ്ങൾ സ്റ്റേറ്റ്മെന്റ് നോക്കി കഴിഞ്ഞാൽ ഈ സ്റ്റേറ്റ്മെന്റ് നിങ്ങൾ ഹസൻ ചെയ്യാത്ത പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ കൃത്യമായി കൊടുത്തിട്ടുണ്ട്. ഹസൻ ചെയ്യാത്തുള്ള ഇബാറത്ത് അങ്ങനെ തന്നെ എടുത്തു കൊടുത്തിരിക്കുകയാണ് ഇതിൽ ചെയ്തിട്ടുള്ളത്. അതുപോലെ അൽഹംദുലില്ലാഹി ശറഫനി ബിഖത്ലിഹിം എന്നുള്ളത് എന്താണ്, ഖൻസാ ഖാദിസിയ യുദ്ധത്തിൽ 4 മക്കളും മരണപ്പെട്ടപ്പോൾ വളരെ സന്തോഷത്തോടു കൂടി അവർ പറയണല്ലേ, തന്റെ മക്കളുടെ രക്തസാക്ഷിത്വം കൊണ്ട് തന്നെ അനുഗ്രഹിച്ച അള്ളാഹുനിക്കാണെന്ത് സർവ്വസ്തുതികളും എന്ന് അർപ്പിച്ചുകൊണ്ട് ഖൻസാ എന്നുള്ള ധീര വനിത നടത്തുന്ന ഒരു പ്രഖ്യാപനം കൂടിയാണത്. അപ്പോൾ ഇതൊക്കെ എന്താണ്, ഹസൻ തയ്യാത്തിൽ കൊടുത്ത സ്റ്റേറ്റ്മെന്റ് ആണ്. അവിടെ നിന്നുള്ള സ്റ്റേറ്റ്മെന്റ് അങ്ങനെ തന്നെ കൊടുത്തിരിക്കണം. നമ്മൾ 1-2 ക്വസ്റ്റ്യൻ കൂടി നോക്കാം, ഇത് കൂടുതൽ വ്യക്തത വരും. ഇത് കഴിഞ്ഞ എക്സാമിൽ, കഴിഞ്ഞല്ല അതിന് തൊട്ട് മുമ്പത്തെ എക്സാമിൽ വന്നൊരു ചോദ്യമാണ്. വഖദ് അഹ്സന ഫിൽ ഇഖ്തിയാരി ജിദ്ദൽ ഇഹ്സാൻ ഹത്താ ഖീല ഇന്നഹു ഫി ഇഖ്തിയാരിഹി അബ്ലഗു മിൻഹു ഫി ശിഅരിഹി. അബൂ തമാം, ബുഹ്തുരി, അബുൽ അലാ അൽ മഅരി, ഇബ്നുൽ മുഅ്തസ്. ഇതാരെ കുറിച്ചാണ് ഈ സ്റ്റേറ്റ്മെന്റ് വന്നത് എന്നാണ് ചോദ്യം. വഖദ് അഹ്സന ഫിൽ ഇഖ്തിയാരി ജിദ്ദൽ ഇഹ്സാൻ ഹത്താ ഖീല ഇന്നഹു ഫി ഇഖ്തിയാരിഹി അബ്ലഗു മിൻഹു ഫി ശിഅരിഹി. ഓപ്ഷൻസ് തന്നിരിക്കുന്നത് അബൂ തമാം, ബുഹ്തുരി, അബുൽ അലാ അൽ മഅരി, ഇബ്നുൽ മുഅ്തസ് എന്നിങ്ങനെയാണ്. നമുക്ക് ആൻസർ നോക്കാം, ഒന്ന് സ്പീഡാക്കാണ് ഞാൻ. ഓപ്ഷൻ എ ആണ്, അബൂ തമാം തന്നെയാണ് ആൻസർ. നിങ്ങൾ ഹസൻ സിയാത്തിൽ അബൂ തമാമിനെ കുറിച്ച് പറയുന്ന ഭാഗം വളരെ കുറച്ചേ ഉള്ളൂ, ഒരു പേജേ ഉള്ളൂ കറക്റ്റ് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ 1.5 പേജ് മാക്സിമം. അതിന്റെ ആ അബൂ തമാമിനെ കുറിച്ച് പറഞ്ഞ് അവസാനിപ്പിക്കുന്നിടത്ത് ലാസ്റ്റ് കൊടുത്തൊരു വരിയാണ്. അദ്ദേഹത്തിന്റെ കവിതകൾ ഒരു എക്സാമ്പിൾ ആയിട്ട് കൊടുക്കുന്നുണ്ട്. അതിന് തൊട്ട് മുമ്പായിട്ട് കൊടുത്തൊരു സ്റ്റേറ്റ്മെന്റ് ആണ്, ഒരു വാചകമാണ് ഇത് കൊടുത്തിട്ടുള്ളത്. വഖദ് അഹ്സന ഫിൽ ഇഖ്തിയാരി ജിദ്ദൽ ഇഹ്സാൻ ഹത്താ ഖീല ഇന്നഹു ഫി ഇഖ്തിയാരിഹി അബ്ലഗ മിൻഹു ഫി ശിഅരിഹി എന്ന് പറയുന്നത്. ഓക്കെ, ഇനി മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി നോക്കാം. അപ്പോൾ ഞാൻ പറയുന്നത്, അപ്പോൾ ആ ഒന്നാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ, പ്രത്യേകിച്ച് ജാഹിലിയ ഇത്തരം കവികളുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ കൃതിയാണ് ഹസൻ സിയാത്ത്. വളരെ കുറച്ച് മാത്രമേ അതിലുള്ളൂ, പക്ഷെ അതിൽ ഓരോ വരികളും പോയിന്റ്സ് ആണ്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഒറ്റ ഇരിപ്പിൽ വായിച്ച് തീർക്കാവുന്ന അത്രേ ഉള്ളൂ. വളരെ കുറച്ച് കാര്യങ്ങളെ അതിൽ പറയുന്നുള്ളൂ. ഇത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒന്നാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ച് നിർബന്ധമായിട്ടും അറ്റ്ലീസ്റ്റ് ഹസൻ സിയാത്ത് നോക്കാതെ നിങ്ങൾ 1-ാം യൂണിറ്റിന്റെ പഠനം എന്തായത് കംപ്ലീറ്റ് ചെയ്യരുത്, പൂട്ടി വെക്കരുത് എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. ഇനി മറ്റൊരു ചോദ്യം നോക്കുക, ലൈസമിന് ഷുആഇ സഅലി. കഴിഞ്ഞ എക്സാമിലടക്കം ചോദിച്ച ചോദ്യങ്ങളാണ്, വളരെ ബേസിക് ആയിട്ടുള്ള പെരിഫറൽ ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. 1-ാമത്തെ യൂണിറ്റിൽ വലിയ യൂണിറ്റാണ് ഞാൻ പറഞ്ഞു, പക്ഷെ വളരെ പെരിഫറൽ ആയിട്ടുള്ള ചോദ്യങ്ങൾ പോലും ആ യൂണിറ്റിൽ നിന്ന് വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. സലാമത്തുബിന് ജുന്ദിൽ, ഷൻഫരി അൽ അസ്ദി, തഅബ്ബുദ് ഷർറ, ഉർവത്തുബിന് വർദൽ അബ്സ്. ഇതിന്റെ ഉത്തരം എ ആണ്. വളരെ സിമ്പിൾ ആയിട്ട് സിലബസ് അറിയെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണിത്. കാരണം നമ്മുടെ സിലബസിൽ ഷുഅറാ സഅലിക്ക് എന്ന് പറഞ്ഞ 3 ആളുകളെ പരിചയപ്പെടുന്നുണ്ട്, ഷൻഫർ അൽ അസ്ദീൻ, തഅബ്ബുദ് ഷർറയും ഉർവത്തുബിൻ വർദൽ അബ്സിയും. അപ്പൊ സിലബസിൽ ധാരണ ഉണ്ടെങ്കിൽ നമുക്ക് ഇത് പഠിക്കേണ്ട ആവശ്യമൊന്നുമില്ല, നമ്മളെന്തായും കൃത്യമായിട്ട് നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതുകൊണ്ടാണ് സിലബസ് കൃത്യമായി നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്നത്.
ഓക്കെ, അതുപോലെ തന്നെ ക്വസ്റ്റ്യൻസ് ഈ രൂപത്തിലൊക്കെയാണ് വരുന്നത് എന്നും കൂടി സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. മറ്റൊന്ന്, പിന്നെ ഒന്നാം യൂണിറ്റിൽ ചോദിച്ചിരിക്കുന്നത് ചില കവിതകളാണ്. ഒന്ന് പിന്നെ ഇമ്രുൽ ഖൈസിന്റെ കവിതയെക്കുറിച്ച് കഴിഞ്ഞ തവണ അതിന് മുമ്പത്തെ തവണ ചോദിച്ചത് ഇമ്രുൽ ഖൈസിന്റെ കവിതയാണ്. ഈ കഴിഞ്ഞ തവണ ചോദിച്ചത് മുത്തനബിയുടെ ഒരു കവിതയാണ് എടുത്ത് ചോദിച്ചിട്ടുള്ളത്. ഈ കവിതകളൊക്കെ, ഈ ചോദിക്കുന്ന കവിതകളൊക്കെ ഏറെക്കുറെ ഹസൻ സയ്യാത്തിൽ നിന്ന് തന്നെ അവിടെ എക്സാമ്പിൾ ആയി കൊടുത്ത കവിതകളാണ് എന്നും കൂടി നിങ്ങൾ ശ്രദ്ധിക്കുക, മനസ്സിലാക്കുക. അപ്പം ഒന്നാമത്തെ യൂണിറ്റിനെ സംബന്ധിച്ച് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ റെഫറൻസ് ഗ്രന്ഥമാണ് ഹസൻ സയ്യാത്ത് എന്ന് പറയുന്നത്. ഷോക്കി ലൈഫിലൊക്കെ നീണ്ട് പരന്ന് കിടക്കുന്നുണ്ട്. ഇപ്പോൾ ഇമ്രുൽ ഖൈസ് മാത്രം 20-ലധികം പേജുകളിലായിട്ടാണ് ഇമ്രുൽ ഖൈസിന്റെ കഥ മൊത്തത്തിൽ പറയുന്നത്, ഷോക്കി ലൈഫ് പറയുന്നത്. കുറേ പോയിന്റ്സുകൾ കിട്ടും, കുറേ വീക്ഷണങ്ങളും പിന്നെ വലിയ അവഗാഹം നേടാൻ സാധ്യമായ രൂപത്തിലുള്ള പഠനങ്ങളൊക്കെ അവിടെ ലഭിക്കും. പക്ഷെ നമുക്ക് എക്സാം കോണ്ടെക്സ്റ്റിൽ അതിനൊന്നും ആവശ്യമില്ല. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ബേസിക് ആയിട്ട് നിങ്ങൾ അസസ് ചെയ്യാത്തെങ്കിലും ഒന്നാം യൂണിറ്റിനെ സംബന്ധിച്ച് കവർ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി രണ്ടാമത്തെ യൂണിറ്റിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് നസ്റുൽ അറബി ഹത്ത അസ്റുൽ അബ്ബാസി എന്നുള്ളതാണ്. നസ്റാണ്, ഗദ്യത്തെ സംബന്ധിച്ചാണ്. അതിലൊന്നാമത് ഖുത്ബകൾ, പ്രഭാഷണങ്ങളെ സംബന്ധിച്ച് ജാഹിലിയ കാലഘട്ടത്തിലെ ഖുസ്ബിന് സായിദ് അലി യാദി, അക്സമുബിന് സൈഫി അത്തമീമി, രണ്ടാളുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പിന്നെ ഖുർആനുൽ കരീം, ഹദീസുൻ നബവി, വഹ്മിയത്തുഹാ അൽ അദബിയ, ഖുർആനും ഹദീസും അതിന്റെ സാഹിത്യമായ ഇമ്പോർട്ടൻസുമാണ് പറയുന്നത്. പിന്നെ ഇസ്ലാമിക കാലഘട്ടത്തിലെ പ്രഭാഷകന്മാർ അലി റളിയല്ലാഹു അൻഹു, സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി, താരിഖ് ബിൻ സിയാദ് എന്നിങ്ങനെ 4 ആളുകളെ കുറിച്ചാണ് അതിൽ പറയുന്നത്. പിന്നെ റസായിലുകളാണ് വരുന്നത്. റസായിലിൽ ഒന്ന് അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബാണ് ആദ്യമായിട്ട് വരുന്നത്. പിന്നെ ജാഹിൽ, ഖാലി അൽ ഫാദിൽ, ഇബ്നുൽ അമീദ്, സ്വാഹിബിൻ അബ്ബാദ്. അതുപോലെ മക്കാമാത്താണ് മറ്റൊരു ഘടകമായിട്ട് വരുന്നത്. ബദിഉസ്സമാൻ അൽ ഹമദാനി, ഹരീരി. അതുപോലെ ഖിസസ് വൽ ഹിക്കായാത്ത് എന്ന് പറഞ്ഞിട്ട് ഖലീല വദിബ്നെയും അൽഫ് ലൈല വലയിലെ കുറിച്ചും പഠിക്കാനുണ്ട്. ഈ അൽഫ് ലൈല വലയിലെയും ഖലീല വദിബ്നെയൊക്കെ വളരെ ബേസിക് ആയിട്ട് അത് ആരാണ് ട്രാൻസ്ലേഷൻ ചെയ്തത്, ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്തത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. മക്കാമളെ കുറിച്ചാണെങ്കിൽ അതിന്റെ റാവി ആര്, അതിന്റെ രചയിതാവ്, പിന്നെ അവരെ കുറിച്ച് വന്ന വളരെ സിമ്പിൾ ആയിട്ടുള്ള സവിശേഷതകളെ കുറിച്ചാണ് പറയുന്നത്. ഇങ്ങോട്ട് പറയാം. ജാഹിലിയ കാലഘട്ടത്തിൽ ഇപ്പോൾ രണ്ടാമത്തെ യൂണിറ്റ് സംബന്ധിച്ച് പ്രഭാഷണങ്ങളാണ് കൂടുതലായും പറയുന്നത്. നമ്മളൊക്കെ ഡിഗ്രിയിലും PG യിലൊക്കെ പഠിച്ച സിലബസുകളിൽ ഇവരുടെ പ്രഭാഷണങ്ങൾ പഠിച്ചു പോയിട്ടുണ്ട്. അതിന്റെ തുടക്ക ഭാഗം പഠിച്ചാൽ തന്നെ ഏറെക്കുറെ ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. 2021, 22, 23 ഈ എല്ലാ എക്സാമ്പിലും പ്രഭാഷണ ശകലങ്ങൾ തന്നിട്ട് ഇതാരുടേതാണെന്ന് ചോദിച്ചിട്ടുണ്ട്, ഇഷ്ടംപോലെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ആ പ്രഭാഷണത്തിന്റെ ബേസിക് മനസ്സിലാക്കി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാൻ കഴിയും, ആൻസർ ചെയ്യാൻ പറ്റും. നമ്മൾ പഠിച്ച കാര്യമാണ്, അത് ആരുടെ പ്രഭാഷണമാണെന്ന് ഓർത്തു വെച്ചാൽ മതി. താരിഖ് ബിൻ സിയാദിൻ്റെതാണോ, ഹജ്ജാജ് ബിൻ യൂസുഫിൻ്റെതാണോ, സിയാദ് ബിൻ അബീഹിൻ്റെതാണോ ഒന്ന് നോക്കിയാൽ മതി. ഖുസ്ബിൻ സായിദ് അലി യാദി ആണെങ്കിലും അതുപോലെ അക്സമിൻ സൈഫി തമീമിതാണെങ്കിലും അത് നമ്മൾക്ക് സുപരിചിതമായ പ്രസംഗങ്ങൾ മാത്രമേ ചോദിക്കുന്നുള്ളൂ. അല്ലാതെ നമ്മൾക്ക് പരിചിതമല്ലാത്ത വളരെ ഡീപ്പായിട്ടുള്ള പ്രസംഗങ്ങളൊന്നും ഉണ്ടായിട്ടില്ല, ചോദിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇതുവരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ അതിൽ വ്യത്യസ്തമായിട്ട് പ്രഭാഷകന്മാരിൽ നിന്ന് അലി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് ചില സവിശേഷതകൾ ചോദിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിന്റെ ഒരു വ്യക്തി ജീവിതത്തെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ ഒരു നിലപാടുകളെ സംബന്ധിച്ചും 1-2 തവണ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതല്ലാതെ ഒഴിച്ചു നിർത്തിയാൽ ബാക്കിയുള്ളവരെ കുറിച്ചൊക്കെ അവരുടെ പ്രഭാഷണവുമായി ബന്ധപ്പെട്ട് തന്നെയാണ് 90% ക്വസ്റ്റ്യൻസ് വന്നിട്ടുള്ളത്. പിന്നെ ഖുർആനുമായി ബന്ധപ്പെട്ടിട്ട് ഖുർആൻ ജംഅ് ചെയ്തത്, അതുപോലെ തന്നെ അബൂ സിദ്ദീഖുള്ളാന്റെ കാലത്തിൽ ഖുർആൻ ജംഅ് ചെയ്യാനിടയ സാഹചര്യം, ആ യുദ്ധം ഏത് എന്നിങ്ങനെയുള്ള കാര്യങ്ങൾ, 70 കാര്യങ്ങൾ മരണപ്പെട്ട യുദ്ധം, ഏത് യുദ്ധത്തിലാണ് മരണപ്പെട്ടത് നമുക്കറിയാം. അപ്പൊ അത്തരം കാര്യങ്ങളൊക്കെയാണ് ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ എന്തായിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ. ഖുർആനിലെ പേര് പറയപ്പെട്ട സ്വഹാബി ആര്, അതുപോലെ കഴിഞ്ഞ തവണ ചോദിച്ച ചോദ്യമാണ്, കഴിഞ്ഞ 9 തവണ ചോദിച്ച ചോദ്യമാണ്. പിന്നെന്താണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ഖുർആൻ എന്താകുന്നുണ്ട്, രണ്ടാമതും ക്രോഡീകരിക്കുന്നുണ്ട്. സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ നിന്ന് വ്യത്യസ്തമായിട്ട് നമ്മൾ ഇന്നീ കാണുന്ന രൂപത്തിൽ നമുക്ക് ഖുർആൻ ലഭ്യമായത് ആരുടെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചതാണ്, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ചതാണ്. അപ്പൊ അത് ക്രോഡീകരിക്കുന്ന സമയത്ത് സിദ്ദീഖ് റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിൽ ക്രോഡീകരിച്ച ഖുർആനിന്റെ ഒരു പ്രതി ആരുടെ, ഹഫ്സ റളിയല്ലാഹുവിന്റെ കയ്യിലുണ്ടായിരുന്നു. അത് ആരുടെ കയ്യിലാണ് ഉണ്ടായിരുന്നത് എന്നുള്ള ചോദ്യം വളരെ ബേസിക് ആയിട്ട് നമുക്ക് അറിയാവുന്ന ചരിത്രങ്ങൾ മാത്രമേ ഖുർആനും ഹദീസുമായി ബന്ധപ്പെട്ടതായിട്ടുള്ളൂ ചോദിച്ചിട്ടുള്ളൂ. ഹദീസിൽ തന്നെ മുർസല ഹദീസ് എന്ത്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ട് നമുക്ക് സുപരിചിതമായ രൂപത്തിലുള്ള ചോദ്യങ്ങളെ വന്നിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കാം. ഇനി റസായിലുകളിലേക്ക് വരുമ്പോൾ അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് നമുക്കറിയാം എന്താണ്, പുതിയ ബി അബ്ദുൽ ഹമീദ് അൽ ഖാത്തിബ് ബഖുതിമ ബി ഇബ്നുൽ അമീദ് എന്ന സ്റ്റേറ്റ്മെന്റ് തന്നെ ഉണ്ട് റസായിലുമായി ബന്ധപ്പെട്ടിട്ട്. അൽ കിതാബത്തു എന്ന് പറഞ്ഞിട്ട് വളരെ ഫെയിമായ സ്റ്റേറ്റ്മെന്റ് ആണ്, അത് ചോദിച്ചിട്ടുണ്ട്. ജാഹിദിനെ കുറിച്ച് ആകുമ്പോൾ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ കുറിച്ച് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. ജാഹിദ് നമ്മൾ 6ാമത്തെ യൂണിറ്റിലും അൽ ബയാൻ വ തബീനെ കുറിച്ച് വിശദമായി പഠിക്കുന്നുണ്ട്.
രണ്ടാം യൂണിറ്റിലും അദ്ദേഹത്തെ കുറിച്ച് പഠിക്കുന്നുണ്ട്. അപ്പൊ അദ്ദേഹത്തിന്റെ പുസ്തകങ്ങളെ സംബന്ധിച്ചാണ് ചോദ്യങ്ങൾ വന്നിട്ടുള്ളത്. ഇബിൻ അമീദിനെ കുറിച്ചും ജാഹിൽ സാനി എന്നറിയപ്പെടുന്നത് തിരിച്ചും മറിച്ചും ജാഹിൽ സാനി എന്നറിയപ്പെടുന്നത് ആരാണ്, ഇബിൻ അമീദിന്റെ വിശേഷണം എന്താണ് എന്നിങ്ങനെ തിരിച്ചും മറിച്ചൊക്കെ ചോദിച്ചിട്ടുണ്ട്. സാഹിബിൻ അബ്ബാദിനെ കുറിച്ചും ഇതേ ചോദ്യങ്ങളാണെന്നായിട്ടുള്ളത് വന്നിട്ടുള്ളത് എന്ന് കാണാം. ഇതില് ഖാദി ഫാദിൽ കൂടിയുണ്ട്. ഖാദി ഫാദിലിനെ കുറിച്ച് എപ്പോഴും വന്നൊരു ചോദ്യമാണ്, ആരുടെ മന്ത്രിയാണ് ഖാദി ഫാദിൽ? ഒരു തവണ 2021 എക്സാമിൽ എന്തായിട്ടുണ്ട്, അദ്ദേഹത്തിന്റെ പേരെന്ത്, അബ്ദുറഹിം അൽ ബൈസാനി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ആ പേരെന്ത് എന്നൊരു ചോദ്യം ആ വർഷം ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീടുള്ള വർഷങ്ങളൊക്കെ കണ്ടിട്ടുള്ള ക്വസ്റ്റ്യൻ ഖാദി ഫാദിൽ ആരുടെ മന്ത്രിയാണ്, സലാഹുദ്ദീൻ അയ്യൂബിയുടെ മന്ത്രി ആരാണ് എന്നിങ്ങനെ തിരിച്ചു മറിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളത്. മക്കാമയിലേക്ക് വരുമ്പോൾ ഇവരുടെ റാവി ആര്, അതുപോലെ തന്നെ ബത്തുല് അതിന്റെ നായകൻ ആര് എന്നുള്ള ചോദ്യം ഇവർക്ക് എത്ര മക്കാമകൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അപൂർവമായിട്ട് ഇവരുടെ മക്കാമകളിൽ ഏതാണ് ഈ മക്കാമ എന്ന് ചോദ്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. നമ്മള് പിന്നെ 100 ക്വസ്റ്റ്യൻസ് നമുക്ക് പൂർണ്ണമായി പഠിച്ചത് കൊണ്ട് ചിലപ്പോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റണമെന്നില്ല. 90 വരെ ക്വസ്റ്റ്യൻസ് ഒക്കെ നമുക്ക് എന്താവാം അറ്റൻഡ് ചെയ്യാം. ബാക്കി 10 ക്വസ്റ്റ്യൻ ഒക്കെ ലക്കി ആയിരിക്കും, പലതും അൺപ്രഡിക്റ്റബിൾ ആയിട്ടായിരിക്കും വരിക. കാരണം വിശാലമായ സിലബസ് ആണ്, ഡീപ്പായി പഠിക്കാനുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാം പഠിച്ചെത്തണമെന്നോ അങ്ങനെ ഓർമ്മയിൽ എല്ലാം നിൽക്കണമെന്നില്ല. പക്ഷെ അതേസമയം 85 മുതൽ 90 വരെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്തായാലും ഉറപ്പായിട്ട് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ബാക്കി 10 എന്താണ് ലക്ക് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ചില ക്വസ്റ്റ്യൻസിൽ വരുന്നതാണ് ഈ മക്കാമുകൾ, ഇവരുടെ മക്കാമുകൾ ഏത് എന്നൊക്കെ ചോദിക്കുക. ഇപ്പോൾ ഹരീരിക്ക് 50 മക്കാമേ ഉള്ളൂ. ആ 50 മക്കാമ പഠിക്കുകയാണെങ്കിൽ ബാക്കിയുള്ളതൊക്കെ എന്താണ് ഹമദാനിയുടേതാണ് നമുക്ക് നിശ്ചയിക്കാനൊക്കെ പറ്റും. പക്ഷേ ഈ അവസാനം ടൈമിന് എക്സാമിന് 1 മാസം മാത്രം ശേഷിക്കെ അങ്ങനെ പഠിക്കുന്ന ഒരിക്കലും ബുദ്ധിയല്ല എന്നുള്ളതാണ് സൂചിപ്പിക്കാനുള്ളത്. പിന്നെ ഖലീലാമദ് ബിൻ അൽഫലയിലെ കുറിച്ചും നമ്മൾ പറഞ്ഞു. വളരെ ബേസിക് ആയിട്ട് അത് ആരാണ് ട്രാൻസ്ലേഷൻ ചെയ്തത്, ഏത് ഭാഷയിൽ നിന്നാണ് ട്രാൻസ്ലേഷൻ ചെയ്തത് എന്നിങ്ങനെയുള്ള ഘടകങ്ങളാണ് അവിടെ ചോദിച്ചിട്ടുള്ളത്. അക്കൂട്ടത്തിൽ അബ്ദുല്ലാഹിൻ മുഖഫനെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. കാരണം ഇത് പിന്നെ ഖലീലാമദിനെ ട്രാൻസ്ലേഷൻ ചെയ്യുന്ന അബ്ദുല്ലാഹിൻ മുഖഫാണ്. അപ്പൊ അബ്ദുല്ലാഹിൻ മുഖഫനെ അതുമായി കണക്ട് ചെയ്തിട്ടുണ്ടായിട്ടുണ്ട്, ക്വസ്റ്റ്യനുകൾ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൂടി നമ്മൾ എന്താക്കണം, പഠിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. അതാണ് രണ്ടാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ചില എക്സാമ്പിളുകൾ നോക്കൂ, ചോദ്യം നോക്കുക. ഐനൽ ആബാ വൽ അജ്ദാദ് വ ഐനൽ ഫറാഇനത്തു അഷ്ദാദ് അലം യകൂനു അക്സറ മിൻകും മാലൻ വ അത്വല ആജാലൻ തഹനഹും അദ്ദഹ്റു ബികൽകലിഹി വമസ്സഖഹും ബിതതാവുലിഹി ഖാല ഫീ ഖുതുബതിഹി ഫീ സൂഖ് ഉഖാദ്. ഉഖാദ് ചന്തയിൽ നിന്നുള്ള പ്രഭാഷണത്തിൽ ആരുടെ പ്രഭാഷണ ശകലത്തിൽ നിന്നുള്ളതാണ് ഇത് എന്നാണ് ചോദ്യം. അക്സം ബിൻ സൈഫി അത്തമീമി, ഖുസ് ബിൻ സഈദ് അൽ ഇയാദി, സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസുഫ് അസ്സഖഫി. വളരെ ഈസിയാണ് അല്ലേ? ആരുടെ വോയിസ് ഓൺ ആയിട്ടുണ്ട്, അതൊന്ന് മ്യൂട്ട് ചെയ്യണേ. സ്പീഡാക്കാണ്. ഖുസ്ബിൻ സായിദ് അൽ ഇയാദിയാണ് സൂഖ് ഉഖാദിൽ വെച്ച് എന്താകുന്നത് പ്രഭാഷണം നടത്തുന്നതും ഒട്ടകപ്പുറത്ത് നിബിധങ്ങൾ വളരെ സാഗൂതപൂർവ്വം അത് കേട്ടിരുന്നതായും പിന്നീട് ഇയാദ് ഗോത്രക്കാർ വരുമ്പോൾ ഒക്കെ ഖുസ്ബിൻ സായിദിയെ കുറിച്ച് പ്രവാചകൻ ചോദിക്കുന്നതൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും ഇൻഷാ അല്ലാഹ്, അല്ലെങ്കിൽ നമ്മൾ പഠിക്കും. അതുപോലെ ജാഹിൽ പ്രത്യേകമായി എടുത്തു പറയുന്നുണ്ട് ഇയാദ് ഗോത്രത്തിന് മഹത്വമുണ്ട്. കാരണം അവരുടെ പ്രഭാഷണം, ഖുസ്ബിൻ സായിദിയുടെ പ്രഭാഷണം റിവായത്ത് ചെയ്ത ആരാണ്, നിബിധങ്ങളാണ് എന്നൊക്കെ ജാഹിൽ എടുത്തു പറയുന്നുണ്ട്. വളരെ അദ്ദേഹത്തിന് വളരെ ഫെയിമായ പ്രഭാഷണത്തിലുള്ള ഭാഗമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ക്വസ്റ്റ്യനിൽ വന്നതാണ്, നമുക്ക് ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി അടുത്തൊരു ചോദ്യമാണ് റത്തിബ് അൽ ഉദബ അൽ മസ്കൂരീൻ അദ്ന ഹസ്ബ തവാരീഖി വഫാത്തിഹിം എന്ന് പറയുന്നത്. തെറ്റിയാലും പ്രശ്നമല്ല, ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഈ യൂണിറ്റിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഇവരുടെ ഓർഡർ പഠിച്ചു വെക്കുക എന്നുള്ളത്. അതിനുവേണ്ടി ആണ് ഞാൻ ഈ ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയ കേട്ടോ. 2-3 തവണ ഈ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട്. സ്ഥിരമായിട്ട് ചോദിച്ച് കണ്ടിട്ടില്ല, പക്ഷേ 2-3 തവണ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ യൂണിറ്റ് പഠിക്കുമ്പോൾ ആ വിഷയം കൂടി നിങ്ങളുടെ ശ്രദ്ധയിൽ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്താൻ വേണ്ടി ചോദിച്ചതാണ്. ഹരീരി, ഖാദി അൽ ഫാദിൽ, ജാഹിൽ, ബദിഉസ്സമാൻ അൽ ഹമദാനി. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ വരുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഹരീരിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 446 ഹിജ്റ ടു 516 ഹിജ്റാണ്. ഖാദി ഫാദിൽ 526 ടു 596 ആണ്. ജാഹിൽ 159 ടു 285 ആണ്. ബദിഉസ്സമാൻ അൽ ഹമദാനി 358 ടു 398 ആണ്. അപ്പൊ രണ്ടാമത്തെ യൂണിറ്റിൽ പഠിക്കുമ്പോൾ റസായിലുകളുള്ള ആളുകളുടെ മുഴുവൻ പേര് പഠിക്കണം. അതുപോലെ തന്നെ പ്രഭാഷകന്മാരുടെ പ്രഭാഷണങ്ങളുടെ ആദ്യ ശകലങ്ങൾ പഠിച്ചു വെക്കണം. അതുപോലെ തന്നെ അവരുടെ ജനന മരണ ഓർഡറുകൾ ഒന്ന് പഠിച്ചു വെക്കണം. മക്കാമ, അവരുടെ ബത്തുല്, റാവി ഇത് പഠിച്ചു വെക്കണം. ബേസിക് ആയിട്ട് ഇത്തരം കാര്യങ്ങൾ രണ്ടാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് നിങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുന്നു. ഇനി അടുത്തൊരു ചോദ്യം കൂടി വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചാണ്. വലിദ് അബ്ദുറഹീം അൽ ബൈസാനി ബി മദീനത്ത് അസ്ഖലാൻ മിൻ ബിലാദി ഫിലസ്തീൻ വഷ്തഹറ ബി ഇസ്മി ഖാദി അൽ ഫാദിൽ ഇബ്നുൽ അമീദ് സാഹിബ് അബ്ബാദ് ജാഹിൽ.
റസായിലുള്ള ആളുകളുടെ പേര് ചോദിച്ചിട്ടുണ്ട്. സ്വാഹിബിൻ അബ്ബാദിന്റെയും ഒരു തവണ ചോദിച്ചിട്ടുണ്ടായിരുന്നു. സ്പീഡാക്കാണ്. ഖാദി ഫാദിൽ അബ്ദുറഹീം അൽ ബൈസാനി എന്ന അദ്ദേഹത്തിന്റെ പേര് ഞാൻ സൂചിപ്പിച്ചു. അദ്ദേഹം അസ്കലാനിൽ, ഫലസ്തീനിലെ അസ്കലാനിലാണ് ജനിക്കുന്നത്. ഇത് ഒരു തവണ ചോദിച്ചു. പിന്നെ തവണ ചോദിച്ചതൊക്കെ അദ്ദേഹം എന്താണ്, ആരുടെ മന്ത്രിയാണ്, സലാഹുദ്ദീൻ ഇവിടെ മന്ത്രി ആരാണ്, നിങ്ങളെ തിരിച്ചു മറിച്ചുള്ള ക്വസ്റ്റ്യൻസ് ആണ് വന്നിട്ടുള്ളത് എന്നുള്ളതാണ്. ഒരു പ്രഭാഷണ ശകലം കൂടി. ഇന്നി എന്ന് പറഞ്ഞ പ്രഭാഷണ ശകലം ആരുടേതാണ് എന്നാണ് ചോദ്യം. സിയാദ് ബിൻ അബീഹി, ഹജ്ജാജ് ബിൻ യൂസഫ് അസ്സഖഫി, അലി ബിൻ അബി ത്വാലിബ് റളിയല്ലാഹു അൻഹു, താരിഖ് ബിൻ സിയാദ്. അറിയാം, നമുക്കൊക്കെ വളരെ സുപരിചിതമായ പ്രഭാഷണ ശകലമാണ് അല്ലെ. ഹജ്ജാജ് ബിൻ യൂസഫിന്റെ പ്രഭാഷണത്തിൽ നിന്നുള്ളതാണ്. അത് എവിടെ വെച്ചിട്ടാണ്? ബസ്ര പള്ളിയിൽ വെച്ചിട്ടാണ് പ്രഭാഷണം നടത്തുന്നതൊക്കെ നമുക്കറിയാം. അതിനെ സംബന്ധിച്ചൊക്കെ അസദിയാത്തിലെ മനോഹരമായ ആവിഷ്കാരം ചെയ്തിട്ടുണ്ട്. വളരെ കുറച്ചേ ഉള്ളൂ. അതൊക്കെ നിങ്ങളൊന്ന് വായിച്ചു നോക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഓക്കെ, ഇതാണ് രണ്ടാം യൂണിറ്റിനെ സംബന്ധിച്ച് പറയാനുള്ളത്. ഇനി നമ്മൾ മൂന്നാം യൂണിറ്റിലേക്ക് ഒന്ന് സ്പീഡാക്കാണ്. 10 യൂണിറ്റ് ജസ്റ്റ് ഒന്ന് കവർ ചെയ്ത് പോകണമെന്ന് ആഗ്രഹിക്കുന്നു. അദബുൽ മഹ്ജർ ആണ് മൂന്നാമത്തെ യൂണിറ്റിൽ വരുന്നത്. 2 ഘടകങ്ങളാണ്, അദബുൽ മഹ്ജറും അദബുൽ ഉന്ദുലുസും. 2 കൂടിയിട്ടാണ് മൂന്നാം യൂണിറ്റിൽ വരുന്നത്. അപ്പോൾ അദബുൽ മഹ്ജറിലെ ഖലീൽ ജിബ്രാൻ, ഏലിയ അബൂമാദി, നസീബ് ഉറൈല, റഷീദ് അയ്യൂബ്, ബിഖായിൽ നുഐമ, റഷീദ് സലീം അൽ ഖൂരി, വിശാൽ മാലൂഫ്, ഇല്യാസ് ഫർഹാത്ത്. ഇതാണ് അദബുൽ മഹ്ജറിൽ വരുന്ന ആളുകൾ. ഇവരെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവരുടെ ജനന മരണ ഓർഡറുകൾ നോക്കണം. അതുപോലെ ഇവർ മഹ്ജറിലേക്ക് പോയ ഓർഡറും എഴുതി വെക്കണം. ചെറിയ വ്യത്യാസമേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്ന കാര്യമാണ്. പിന്നെ ഈ വർഷങ്ങളൊന്നും നിങ്ങൾ ഒരിക്കലും ഹിഫ്ള് ചെയ്ത് ഇങ്ങനെ കാണാതെ പഠിക്കണം എന്നില്ല. എപ്പോഴും നിരന്തരമായി ചർച്ച ചെയ്ത് പഠിക്കുമ്പോൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരിക്കുക. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഓരോ ദിവസം എടുത്ത് വായിച്ച് നോക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും വർഷങ്ങൾ എന്നുള്ളത്. അതുകൊണ്ട് നിങ്ങൾ എന്താ കരുതി കാണാതെ പഠിക്കരുത്. അതിനൊരിക്കലും ഞാൻ പ്രോത്സാഹിപ്പിക്കാറില്ല. പൊതുവെ എല്ലാ ക്ലാസ്സുകളും ഞാൻ പറയുന്നതാണ്. അപ്പൊ നിങ്ങൾ എന്താക്കുക, വർഷങ്ങൾ എഴുതി വെക്കുക, എപ്പോഴും വായിച്ചുകൊണ്ടേ ഇരിക്കുക. ഫ്രീ കിട്ടുന്ന സമയത്തേക്ക് ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ ഉള്ളിലേക്ക് അതെന്താവും, ഹിഫ്ള് ആയിക്കോളും എന്നുള്ളതാണ്. ഇത്തരം ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. അത് ഇവരുടെ ഓർഡറുകൾ പഠിക്കണം നമ്മൾ പറഞ്ഞു. അതോടൊപ്പം ഏറ്റവും ഇമ്പോർട്ടന്റ് ഇവരുടെ പുസ്തകങ്ങളാണ്. അദബുൽ മഹ്ജറിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയി ചോദിച്ചിട്ടുള്ളത് ഇവരുടെ പുസ്തകങ്ങളെ സംബന്ധിച്ചാണ്. ആദ്യകാലത്തൊക്കെ ഖലീൽ ജിബ്രാന്റെ ഒക്കെ പുസ്തകങ്ങളുടെ വർഷം ഓർഡർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്. 1905 ആദ്യമായിട്ടൊരു പുസ്തകം വരുന്നത്, മ്യൂസിക് എന്ന പേരിൽ. പിന്നെ കുറെ പുസ്തകങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ അതിന്റെയൊക്കെ ഓർഡർ ചോദിച്ചിരുന്നു. ഇപ്പൊ അത് ചോദിക്കുന്നില്ല. ഈ അടുത്ത കാലത്തായിട്ട് അത് ചോദിച്ചു കാണുന്നില്ല. പക്ഷെ പുസ്തകം ആരുടേതാണെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ പുസ്തകങ്ങൾ ഇമ്പോർട്ടന്റ് ആയിട്ട് പഠിക്കണം. വളരെ വളരെ ഇമ്പോർട്ടന്റ് ആണ് പുസ്തകങ്ങളാണ് കൂടുതലും ഈ യൂണിറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ തന്നെ 1-2 ആളുകൾ, ഇപ്പോൾ നസീബ് ഉറൈലെ പോലെയുള്ള, ഇലിയ അബൂമാദിയെ പോലുള്ള ആളുകൾ പത്രങ്ങൾ പുറത്തിറക്കിയിട്ടുണ്ട്. അപ്പൊ അതിനെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവര് മഹ്ജറിൽ ചെന്നുണ്ടാക്കിയ റാബിത്തുകൾ 8 യൂണിറ്റുമായി കണക്ട് ചെയ്തിട്ട് കുറെ റാബിത്തുൽ കലമിയ ഉണ്ട്, അസുബത്തുൽ ഉന്ദുലസിയ ഉണ്ട്. അപ്പോൾ അത്തരം കാര്യങ്ങളൊക്കെ ബന്ധിപ്പിച്ച് ചോദ്യങ്ങൾ എന്തായിട്ടുണ്ട്, ചോദിച്ചിട്ടുണ്ട്. ബിഖായിൽ നുഐമയെ കുറിച്ച് നമുക്ക് നഖ്ദിലും പഠിക്കാനുണ്ട്. ഈ 3-ാം യൂണിറ്റിലും 4-ാം യൂണിറ്റായ നഖ്ദിലും പഠിക്കാനുണ്ട്, 3-ാം യൂണിറ്റിലും പഠിക്കാനുണ്ട് എന്നുള്ളതാണ്. അപ്പൊ അദ്ദേഹത്തിന്റെയും പുസ്തകങ്ങളെ സംബന്ധിച്ച് തന്നെയാണ് ചോദിച്ചിട്ടുള്ളത് എന്ന് കാണാൻ കഴിയും. ഒരു ക്വസ്റ്റ്യൻ നോക്കാം നമുക്ക്. മരണ ഓർഡർ അനുസരിച്ച് ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. റഷീദ് സലീം അൽ ഖൂരി, റഷീദ് അയ്യൂബ്, ഇല്യാസ് ഫർഹാത്ത്, ജിബ്രാൻ, ഖലീൽ ജിബ്രാൻ. അലൈൻമെന്റിൽ ചെറിയൊരു വ്യത്യാസം വന്നിട്ടുണ്ട്. നിങ്ങൾ ഒന്ന് ഓപ്ഷൻസ് ശ്രദ്ധിച്ച് മനസ്സിലാക്കണം. 3-2 എന്നുള്ളത് ഇങ്ങനെയാണെന്നല്ലോ. ഞാൻ ആൻസറിലേക്ക് പോവാണ്. ജസ്റ്റ് ഓപ്ഷൻ എ ആണ് ആൻസർ വരുന്നത്. ജസ്റ്റ് ഇങ്ങോട്ട് സൂചിപ്പിക്കാൻ വേണ്ടി ക്വസ്റ്റ്യൻ ഉൾപ്പെടുത്തിയതാണ്. ഈ രൂപത്തിൽ ഈ യൂണിറ്റിൽ നിന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഓർഡറുകൾ നിങ്ങൾ എന്താവണം, പഠിക്കണം എന്നുള്ളതാണ്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യം. അയ്യൻ അൽ മജ്മുഅ സഹീഹ ലി മുഅല്ലഫാത്തി ബിഖായിൽ നുഐമ. താഴെയിൽ നിന്ന് ബിഖായിൽ നുഐമയുടെ രചനകൾ സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻസ്: ഹംസുൽ ജുഫൂൻ, കാന മാക്കാന, കറമൻ അലാ തറബ്. ഹംസുൽ ജുഫൂൻ, കാന മാക്കാന, അൽ മജ്നൂൻ, അൽ ബയാദിർ, കാന മാക്കാന, ഹിയ ദുനിയ, അൽ ബയാദിർ, സൗത്തുൽ ആലം, ഖമാഇൽ. വളരെ കുറച്ച് പുസ്തകങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളൂ നമുക്ക്. പുസ്തകങ്ങൾ എന്ന് പറയുമ്പോൾ കുറേ ഉണ്ടെന്ന് കരുതണ്ട. അതിൽ തന്നെ ഇപ്പോഴും ചോദിച്ചുകൊണ്ടിരിക്കുന്ന വളരെ ഫെയിം ആയിട്ടുള്ള പുസ്തകങ്ങൾ തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദ്യങ്ങളിൽ വരുന്നതും. അപ്പോൾ അത് നിർബന്ധമായിട്ടും നോട്ട് ചെയ്ത് മനസ്സിലാക്കേണ്ടതാണ്. നമുക്ക് ആൻസർ നോക്കാം. ഓപ്ഷൻ എ ആണ് ഹംസുൽ ജുഫൂനും കാന മാക്കാന, കറമൻ അലാ തറബ്. ഇത് 3ഉമാണ് ആരുടെ രചന? മീഖായിൽ നുഐമിയുടെ രചന എന്ന് കാണാം. കാന മാക്കാന കുറിച്ച് റിപ്പീറ്റഡ് ആയ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അടുത്തൊരു ചോദ്യം നോക്ക്. ലൈസ മിൻ അമാലി ജിബ്രാൻ ഖലീൽ ജിബ്രാൻ. ജിബ്രാന്റേതല്ലാത്ത രചന ഏത് എന്നാണ് ചോദ്യം. ജിബ്രാന്റേതല്ലാത്ത രചന ഏത്? അൽ ജിഹത്തുൽ മുതകസ്സിറ, അൽ മ്യൂസിഖി, ഫി മുഹിബ്ബിർ റിയഹ്, അൽ വാസിഫ്.
ഇതിൽ ജിബ്രാന്റെ അല്ലാത്ത രചന ഏത് എന്നുള്ളതാണ്. യെസ്, ഓപ്ഷൻ സി തന്നെയാണ്, ഫി മുഹിബ്ബിഹി എന്നുള്ളത് മിഖായിൽ നോയിമയുടേതാണ്. അദ്ദേഹത്തിന്റെ കവിതാ സമാഹാരമാണെന്ന് എൻ്റെ ഓർമ്മ കേട്ടോ. ഓക്കെ, അപ്പോൾ പുസ്തകങ്ങളാണ് ഇമ്പോർട്ടൻ്റ് എന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. ഓക്കെ, അതാണ് മഹ്ജറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ള രണ്ട് കാര്യങ്ങൾ. ഇനി അടുത്ത് നോക്ക്, ഹദ്ദദ സൗജൽ ഖത്താം ഇമായിലി ആബാഉൽ ബനൂൻ സിംസാമ അൽ ഖമായിലി അൽ ജദാവിൽ. ഇതിൽ തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. അൽ ബനൂൻ മിഖായിൽ നൊയ്മ സിംസാമ നസീബ് റൈദ ഖമായിലി ഇലി അബു മാലി അൽ ജദാവിൽ റഷീദ് അയ്യൂബ്. ഇതിൽ തെറ്റായ ജോഡി റഷീദ് അയ്യൂബിനൊക്കെ വളരെ കുറച്ച് പുസ്തകങ്ങളേ ഉള്ളൂ, അതുപോലെ നസീബ് റൈലക്കും. പക്ഷെ എപ്പോഴും ക്വസ്റ്റ്യൻ അവരൊക്കെ വരാറുണ്ട് എന്നുള്ളതാണ്. ആൻസർ ഡി ആണ്. അൽ ജദാവിൽ ഖമായിലും ജദാവിലൊക്കെ ആരുടേതാണ്? ഈലിയ അബു മാലിയുടെ രചനയാണ് ഇത്, ഖമായിലും ജദാവിലും ഒക്കെ. ഓക്കെ, അപ്പോൾ പുസ്തകങ്ങൾ തന്നെയാണ് ഇമ്പോർട്ടൻ്റ് എന്ന് മനസ്സിലാക്കുക മഹ്ജർ ലിറ്ററേച്ചറിൽ. ഇനി നഖദുൽ അദബ്, നമ്മൾ ക്രിറ്റിസിസത്തിലേക്കാണ് വരുന്നത്. സോറി, ഞാൻ അദബുൽ ഉന്ദുൽസ് ഉൾപ്പെടുത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. നോക്കട്ടെ, അദബുൽ ഉന്ദുൽസിനെ കുറിച്ച് പറയാട്ടോ. അടുത്ത സ്ലൈഡ് ഉണ്ടോ നോക്കാം, ഇല്ലെങ്കിൽ പറയാം. ഈ 4ാം യൂണിറ്റിലേക്ക് വരുമ്പോൾ നഖദുൽ അദബി എന്നുള്ളതാണ്. അത് നഖദ് ഫിൽ അസ്റുൽ ജാഹിലി, നഖദ് ഫിൽ അസ്റുൽ ഇസ്ലാമി എന്നുള്ളതാണ് ആമുഖമായിട്ട്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം ചോദിച്ചിട്ടുള്ളത്. ജാഹിലിയ കാലഘട്ടത്തിൽ നഖദ് എന്ന് പറഞ്ഞാൽ എന്താണ്? അത് ദൗക്കിനനുസരിച്ചാണ്, സ്വന്തം അഭിരുചിക്കനുസരിച്ചാണ് അവരെന്തായിരുന്നത്, നഖദ് ചെയ്തിരുന്നത് എന്നുള്ളതാണ്. അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള 1-2 ആളുകൾ ചോദിച്ചിട്ടുള്ളൂ. അതുപോലെ അസ്റുൽ ഇസ്ലാമിയുടെയും നഖദിനെ കുറിച്ചും അത്ര ബേസിക് സാധനങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അസ്റുൽ അബ്ബാസിയിലാണ് നഖദ് വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് വരുന്നത്. ഇബ്നു സലാം അൽ ജുംഹി, ഇബ്നു ഖുതൈബ ദൈനൂരി, ഖുദാമത്ത് ബിൻ ജാഫർ, ഇബ്നു ഷീഖ് അൽ ഖൈറുവാനി, അബുൽ ഖാസിം ബിഷ്റുൽ ആമുദി, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. ഇവരുടെ ജനന മരണ ഓർഡർ എടുത്താൽ ഇതേ ഓർഡർ തന്നെയാണ് ഉള്ളത് കേട്ടോ. സിലബസിൽ ഓർഡർ അനുസരിച്ച് തന്നെയാണ് ജനന മരണ ഓർഡറും. അപ്പോൾ സിലബസ് കൃത്യമായി ഓർഡർ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്തായി ജനന മരണ ഓർഡർ ക്വസ്റ്റ്യൻ വന്നാൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇബ്നു സലാം അൽ ജുംഹി, ഇബ്നു ഖുതൈബ ദൈനൂരി, ഖുദാമത്ത് ബിൻ ജാഫർ, ഇബ്നു ഷീഖ് അൽ ഖൈറുവാനി, അബുൽ ഖാസിം ബിഷ്റുൽ ആമുദി, അബ്ദുൽ ഖാഹിർ അൽ ജുർജാനി. 4ാം യൂണിറ്റിലും പുസ്തകങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. 4ാം യൂണിറ്റിലും പുസ്തകങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. അതോടൊപ്പം തന്നെ ജനന മരണ ഓർഡറുകൾ എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. ഒന്നുമില്ല, നമ്മൾ ഈ സിലബസ് ഇങ്ങനെ ജസ്റ്റ് മനസ്സിലാക്കി വെച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. നോക്കാം നമുക്ക്. റത്തിബ് അൻ നുഖാദൽ മദ്കൂരീൻ അദ്നാഹു ഹസ്ബ തവാരീഖി വഫാത്തിഹി, മരണ ഓർഡർ അനുസരിച്ച് പിന്നെ ഓർഡർ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇഖ്റ ശുഫ്രത മിനൽ യമീൻ എന്നുള്ളതാണ്, ശ്രദ്ധിക്കണം. ഖുദാമത്ത് ബിൻ ജാഫർ, ഇബ്നു ഖുതൈബ ദൈനൂരി, ഇബ്നു സലാം അൽ ജുംഹി, ഇബ്നു ഷീഖ് അൽ ഖൈറുവാനി. ഓക്കെ, ഒന്ന് സ്പീഡാക്കാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. ഇബ്നു സലാം അൽ ജുംഹി ആണ് ആദ്യം വരിക അല്ലേ. ഇബ്നു സലാം അൽ ജുംഹി 140 ഹിജറയിൽ ജനിച്ച് 231 മരണപ്പെടുന്നു. ഇബ്നു ഖുതൈബ ദൈനൂരി 213-276 ഹിജറ. ഖുദാമത്ത് ബിൻ ജാഫർ 275-337. ആമുദി അദ്ദേഹത്തിന്റെ മരണവർഷത്തെ മാത്രമേ പറയുന്നുള്ളൂ, ജനന സംബന്ധം ആർക്കും അറിയില്ല കേട്ടോ, ഒരു കിതാബിൽ രേഖപ്പെടുത്തിയിട്ടില്ല. പിന്നെ ഇബ്രാഹിം ഷീഖ് അൽ ഖൈറുവാനി, ജുർജാനി. അതാ പറഞ്ഞ ഈ ഓർഡർ തന്നെ, സിലബസിലെ ഓർഡർ തന്നെ പഠിച്ചു കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻസ് എന്താക്കാൻ പറ്റും, നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഓക്കെ, ഇത് വളരെ അപൂർവമായിട്ട് ഈ ക്വസ്റ്റ്യൻ വന്നിട്ടുള്ളൂ, എങ്കിലും നിങ്ങൾ ഈ ഓർഡർ പഠിക്കണം. ചോദ്യം വന്നിട്ടുള്ളത് ഇതാണ്, മൻഹു മുഅല്ലിഫ ഷെയർ വ ഷുഅറ. ഷെയർ വ ഷുഅറയുടെ രചയിതാവാര്? ഇബ്നു ഖുതൈബ, ജാഹിദ്, സ്വാഹിബ് അബ്ബാദ് അൽ ആമുദി. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. ഇബ്നു ഖുതൈബ ദൈനൂരിയുടെ രചനയാണ് ഷെയർ വ ഷുഅറ. PSCക്കും ഗാറ്ററ്റിനും സെറ്റിനൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യം കൂടിയാണ് അത് അല്ലേ. ഇനി നെക്സ്റ്റ് ചോദ്യം നോക്ക്. കിതാബുൽ ഉംദ യതനാബുൽ മൗളു അഡേഷ്. ഇബ്നു ഷീഖ് അൽ ഖൈറുവാനിയുടെ രചനയാണ് കിതാബുൽ ഉംദ എന്ന് പറയുന്നത്. അതിന്റെ പിന്നെ മൗളു എന്ത് എന്നുള്ളതാണ്. ആ പുസ്തകത്തിന്റെ മുഴുവൻ പേര് പഠിച്ചാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. അൽ ഉംദ എന്നുള്ള അതിന്റെ പേര് പഠിച്ചാൽ, അതിന്റെ പൂർണ്ണ പേര് പഠിച്ച് ഈസി ആൻസർ ചെയ്യാൻ പറ്റും. ഓപ്ഷൻസ് തന്നിരിക്കുന്ന ഖിസ്സ വരിമായ വൽ മസ്റഹ്, മാരിഫത്തു സിനാഅത്തു ഷെയ്ർ വ നഖദിഹി വ ഉയൂബിഹി, الرجال والأدب والتاريخ الحكمة والبلاغة والعروض. ഓപ്ഷൻ ബി ആണ് അല്ലേ, അൽ-ഉംദ ഫി സിനാഅത്തി ഷെയ്രി വ നഖദിഹി എന്നുള്ളതാണ്. അങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നെക്സ്റ്റ് ചോദ്യം, അബുൽ ഹസൻ ബിഷ്റുൽ ആമുദി മിൻ നുഖാദി. ഏത് കാലഘട്ടത്തിലെ നാഖിദാണ് എന്നുള്ളത്. ആമുദി. ഇതൊക്കെ സിലബസ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. ഞാനതാ പറഞ്ഞ സിലബസ് കൃത്യമായി പഠിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണ്. ഈ യൂണിറ്റിൽ വന്ന 2 ക്വസ്റ്റ്യൻ, ഇപ്പൊ നമ്മൾ ചർച്ച ചെയ്ത 2 ക്വസ്റ്റ്യൻ സിലബസ് വായിച്ചാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ്. അസ്റുൽ അബ്ബാസിയ നമ്മൾ പറഞ്ഞു അല്ലേ, അബ്ബാസിയയിലെ നാഖിദുകളെ കുറിച്ച് മാത്രമാണ് നമ്മൾ പഠിക്കുന്നത്. അവിടെ നമ്മൾ സംശയിക്കാനേ പാടില്ല എന്നുള്ളതാണ്. അസ്റുൽ അബ്ബാസിയയിലുള്ള നാഖിദാണ് അദ്ദേഹം എന്ന് കൃത്യമായിട്ട് നമുക്ക് സിലബസ് ധാരണ ഉണ്ടെങ്കിൽ ആൻസർ ചെയ്യാൻ പറ്റും. ഓക്കെ, ഇനി നമ്മൾ അസ്റുൽ ഹദീസിലേക്ക്, നഖ്ദുൽ അദബി വഅലാമുഹു എന്നുള്ള അസ്റുൽ ഹദീസിലേക്കാണ്. പിന്നെ 6 ആളുകളോളം, അതിൽ കൂടുതൽ ആൾ പഠിക്കാനുണ്ട്.
ഹുസൈൻ മുർസഫി, തഹ ഹുസൈൻ, അബ്ബാസ് മുഹമ്മദ് ലക്കാദ്, അഹമ്മദ് ഷായിബ്, മുഹമ്മദ് മന്ദൂർ, ഗനീമി ഹിലാൽ, മിഖായിൽ നുഐമ, ഷോക്കി ലൈഫ്, അബ്ദുസലാം അൽ മസൂദ്. 9 ആളുകളുണ്ട് കേട്ടോ. 9 ആളുകളെ കുറിച്ചാണ് നമുക്ക് പഠിക്കാനുള്ളത്. ഇവരെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളത് പുസ്തകങ്ങളാണ്. ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അൽ അദബു ഫിന്നഖദ്, ഫിന്നഖദ് വൽ അദബ്, അൽ ഫുസൂൽ ഫിന്നഖദ്, ഫുസൂൽ ഫിൽ അദബ് വന്നഖദ്, അങ്ങനെ കൺഫ്യൂസ് ആക്കുന്ന കുറേ പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെ സംബന്ധിച്ച് ചോദ്യങ്ങൾ എപ്പോഴും ചോദിച്ചിട്ടുണ്ട്. അതുപോലെ ഇമ്പോർട്ടന്റ് ആയ ഇവരുടെ പുസ്തകങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, അതാണ് പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ടത്. പിന്നെ തഹാവുസിനെ കുറിച്ചൊക്കെയാണ് കുറച്ചും ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻ ഒക്കെ വന്നിട്ടുള്ളത്. എങ്കിലും നോർമലി നമ്മൾ പിന്നെ മൊത്തത്തിൽ വിലയിരുത്തുമ്പോൾ ഏതെങ്കിലും ഒരു എക്സാമിനൊക്കെ ഡീപ്പായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ പോലും അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ജനറലി നമുക്ക് 4ാം യൂണിറ്റ് മോഡേൺ ആയാലും അതുപോലെ അതുപോലെ ഖദീമിലുള്ള നഖദ് എടുത്തു നോക്കിയാലും പുസ്തകങ്ങൾക്ക് തന്നെയാണ് 90% ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ളത്. ഞങ്ങൾ പറയാൻ കാരണം, ഒരു തവണ ചോദിച്ചത് 27ാം വയസ്സിൽ എന്നായിട്ട് നബി സല്ലല്ലാഹു ജുമഹിക്ക് എന്നായിട്ട് നര ബാധിച്ചിട്ടുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ആൾ ആരാണ് എന്നുള്ള ചോദ്യം മുമ്പ് 2019-20 എക്സാമിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു. പിന്നീട് അത്തരം ചോദ്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. അപ്പോൾ അങ്ങനെ വളരെ അത്യപൂർവമായിട്ട് അത്തരം ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് എന്നുള്ളത് ഒഴിച്ചു നിർത്തിയാൽ 4ാം യൂണിറ്റ് പൂർണ്ണമായും പുസ്തകങ്ങളെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്കൂ, ഒരു ചോദ്യം, ഐൻ അസ്സൗദുൽ ഖത്തൽ, തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഉസൂൽ നഖദ് അദബി അഹമ്മദ് ഷായിബ്, അദബുൽ കാത്തിബ് ഇബ്നു ഖുതൈബ, തബഖാത്ത് ഷുഅറ ഇബ്നു സലാം അൽ ജുമഹി, അൽ ഗിർബാൽ അബ്ദുസ്സലാം അൽ മസൂദി. വളരെ ഫെയിം ആയിട്ടുള്ള പുസ്തകമാണ് ഗിർബാൽ, അല്ലെ? ഗിർബാൽ മിഖായിൽ നുഐമയുടെ രചനയാണ്. ഗിർബാൽ എന്താണ്? മിഖായിൽ നുഐമയുടെ രചനയാണ്, അബ്ദുസ്സലാം മസൂദിയുടേതല്ല. അബ്ദുസ്സലാം മസൂദി ഇപ്പോഴും ജീവിച്ചിരിക്കുന്ന ആളാണ് കേട്ടോ. tunisiaയിൽ ഉള്ള 1945 ജനിച്ച ആളാണ് അബ്ദുസ്സലാം അൽ മസൂദി. സ്റ്റിൽ അലൈവ് ആണ്, സൂചിപ്പിച്ചു എന്ന് മാത്രം. നെക്സ്റ്റ് ചോദ്യം നോക്ക്. കിതാബു ഖിറാഅത്തു മഅ അശ്ശാബി വൽ മുതനബ്ബി വൽ ജാഹിൽ ഇബ്നു ഖൽദൂൻ. ഇതാരുടെ രചനയാണ്? അബ്ദുസ്സലാം അൽ മസൂദി, മിഖായിൽ നുഐമ, ഹുസൈൻ അൽ മുർസഫി, ഗനീമി അൽ ഹിലാൽ. ഗനീമി ഹിലാൽ. ഇതിൽ ആരുടെ രചനയാണ്? ഖിറാഅത്തു മഅ അശ്ശാബി വൽ മുതനബ്ബി വൽ ജാഹിൽ ഇബ്നു ഖൽദൂൻ. ഞാൻ ആൻസർ നോക്കുകയാണ്. ഓപ്ഷൻ എ ആണ്, അബ്ദുസ്സലാം അൽ മസൂദിയുടെ രചനയാണ്. എന്താണ്? ഖിറാഅത്തു മഅ അശ്ശാബി വൽ മുതനബ്ബി വൽ ജാഹിൽ ഇബ്നു ഖൽദൂൻ എന്ന് പറയുന്നത്. അടുത്തൊരു ചോദ്യം, ലൈസ മിൻ തഅലീഫാത്തി ഷൗഖി ലൈഫ്, ഷൗഖി ലൈഫിന്റെ അല്ലാത്ത രചന. തതബ്ബുർ വ തജ്ദീദ് ഫി അശ്ശഅർ അൽ ഉമവി, അൽ അദബ് വ ഫുനൂനുഹു ഫി നഖദ് അൽ അദബി, ഫുസൂൽ ഫി അശ്ശഅരി വ നഖദിഹി. ഇതിൽ ഷൗഖി ലൈഫിന്റെ അല്ലാത്ത രചന ഏത് എന്നുള്ളതാണ്. സമയം ഏകദേശം 1 മണിക്കൂറിനടുത്തായിട്ടുണ്ട്, നമ്മളൊന്ന് സ്പീഡാക്കണം. ഓപ്ഷൻ ബി ആണ് കേട്ടോ, അതുപോലെ വൽ ഫുനൂനു എന്നുള്ളതാണ്. ബാക്കി 3 രചനകളുമാരുടേതാണ്, ഷൗഖി ലൈഫിൻ്റെതാണ്. അപ്പം ഞാൻ പറയുന്നത് വീണ്ടും ഓർമ്മപ്പെടുത്താണ്, 4ാം യൂണിറ്റിനെ സംബന്ധിച്ച് പുസ്തകങ്ങൾക്കാണ് ഇമ്പോർട്ടൻറ്റ്. നിങ്ങൾ ക്വസ്റ്റ്യൻസ് നിന്ന് മനസ്സിലാക്കിയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ 5ാം യൂണിറ്റിലേക്ക് ബലാഗയിലേക്ക് വരുമ്പോൾ, ബലാഗയിൽ വളരെ ഈസിയാണ്. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നിർബന്ധമായിട്ട് നോക്കണം. ബലാഗയെ സംബന്ധിച്ച് ബലാഗയിൽ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് തന്നെയാണ് റിപ്പീറ്റഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളൂ. പിന്നെ ഇൽമുൽ അറൂദിൽ മാത്രമാണ് ചെറിയൊരു വേരിയേഷൻ കണ്ടിട്ടുള്ളത്. ബാക്കി നിങ്ങൾ ഇൽമുൽ ബലാഗയുമായി ബന്ധപ്പെട്ട് നമ്മൾ ബലാഗത്തുൽ വാദിഹ മാത്രം നോക്കിയാൽ തന്നെ നമുക്ക് എന്താക്കാൻ പറ്റും? ഇൽമുൽ മആനി, ബലാഗയും മആനിയും ബയാനും ബദിയും നമുക്ക് എന്താക്കാൻ പറ്റും? അത് കവർ ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട്. അതിൽ തന്നെയുള്ള ഉദാഹരണങ്ങളോ അതിന്റെ തംബ്രീനൊക്കെ ഉള്ള ഉദാഹരണങ്ങളൊക്കെ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ. അതന്നെ റിപ്പീറ്റഡ് ആയിട്ട് PYQവിൽ വന്നത് തന്നെയാണ് തിരിച്ചു മറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളത്. ഇൽമുൽ അറൂദിൽ മാത്രമേ ചിലപ്പോഴെന്തായിട്ടുള്ള ചില വേരിയേഷൻസ് ഉണ്ടായിട്ടുള്ളൂ. അതാണ് 5ാമത്തെ യൂണിറ്റുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. അതിൻ്റെ ഇടയിൽ നമ്മൾ ഉന്ദുലുസ് വിട്ടുപോയിട്ടുണ്ടായിരുന്നു, അത് കൂടി പറയാണ്. ഉന്ദുലുസിൽ ചോദിച്ചിട്ടുള്ളത് വളരെ ഈസി ആയിട്ടുള്ള ജനിച്ച സ്ഥലം ഏത് എന്ന് ചോദിച്ചിട്ടുണ്ട്. അതുപോലെ അവരുടെ വിശേഷണങ്ങൾ, ബഹ്തുരി അൽ ഖറബ്, മുത്തനബി അൽ ഖറബ്, ഉന്ദുലുസ് അല്ലെങ്കിൽ മുത്തനബി അൽ ഖറബ് എന്നൊക്കെ അറിയപ്പെടുന്നത് ആര്. അതുപോലെ അവരുടെ പേരുകൾ ചോദിച്ചിട്ടുണ്ട്, പൂർണ്ണ പേരുകൾ എന്തായിട്ടുണ്ട് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഒരു എക്സാമിലോ മറ്റോ അവരുടെ ജനന മരണ വർഷങ്ങൾ ഓർഡർ ചെയ്യാൻ ചോദിച്ചിട്ടുണ്ട്, ഒറ്റ തവണ ചോദിച്ചിട്ടുള്ളൂ. പിന്നെ അതിനുശേഷം അത് ആ ക്വസ്റ്റ്യൻ കണ്ടിട്ടില്ല കേട്ടോ. അപ്പോൾ ബേസിക് ആയിട്ട് അവർ ഇഷ്ബീലിയാണോ അല്ലെങ്കിൽ വേറെ എവിടെയാണോ എന്നുള്ളതും, പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻ വന്നിരുന്ന ഒരാളാണ് ഇബ്നു സൈദൂനും പിന്നെ വല്ലാദ ബിൻ മുസ്തഖ്ഫി, അവരുടെ തമ്മിലുള്ള ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. പിന്നെ ഇബ്നു അബ്ദുറബ്ബയെ കുറിച്ച് 6ാം യൂണിറ്റിലും ഖുദുൽ ഫരീദ് നമുക്ക് പഠിക്കാനുണ്ട്. അതുപോലെ ഇബ്നു അബ്ദുറബ്ബയെ കുറിച്ച് വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമേ ചോദിച്ചിട്ടുള്ളൂ കേട്ടോ. വളരെ ഡീപ്പായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അന്തലൂസുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടില്ല എന്നുകൂടി ഓർമ്മപ്പെടുത്താണ്. നമ്മൾ 6ാം യൂണിറ്റിലേക്ക് അഹ്മൽ മസാദിർ വൽ മറാജി എന്നുള്ളതാണ്. ഇതിൽ നമുക്ക് 16ഓളം പുസ്തകങ്ങൾ പരിചയപ്പെടാനുണ്ട്. ആ പുസ്തകങ്ങൾ എന്ന് പറയുന്നത് പുസ്തകം മുഴുവനും വായിക്കാനോ വേണ്ടിയിട്ടല്ല, നമ്മളെ അറബിക് ലിറ്ററേച്ചർ പഠിക്കുന്ന കൈകാര്യം ചെയ്യുന്ന ആളുകൾ എന്ന നിലയ്ക്ക് അതിന്റെ ഏറ്റവും സുപ്രധാന സ്രോതസ്സുകളെ പരിചയപ്പെടുത്തുക എന്നുള്ളത് കൂടി ലക്ഷ്യം വെച്ചിട്ടാണ് UGC ഇത് സിലബസിന്റെ ഭാഗമാക്കിയതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്.
അപ്പൊ 16ഓളം പുസ്തകങ്ങൾ അതിലുണ്ട്. ഈ പുസ്തകങ്ങളൊക്കെ ആര് എഴുതി, അവരുടെ പൂർണ്ണനാമം എന്ത്, പിന്നെ അത് ആർക്കാണ് സമർപ്പിച്ചത്, അതിന്റെ മൗലു എന്ത്, എന്നീ 4 ഘടകങ്ങൾ മാത്രം ഇതിൽ പഠിച്ചാൽ മതി എന്നുള്ളത്. ആരെഴുതി, ആർക്കാണ് സമർപ്പിച്ചത്, പുസ്തകത്തിന്റെ പൂർണ്ണനാമം, പുസ്തകത്തിന് പൂർണ്ണനാമം ഉണ്ട്, അതുപോലെ രചയിതാവിന്റെ പൂർണ്ണനാമം പഠിക്കണം. അബുൽ ഫറദ് അൽ ഇസ്ഫഹാനി അലി ഇബ്നു ഹുസൈൻ എന്നാണ് അദ്ദേഹത്തിന്റെ പൂർണ്ണനാമം. അതങ്ങനെ തന്നെ പഠിക്കണം, അതങ്ങനെ തന്നെ ചോദിച്ചിട്ടുണ്ട്. എല്ലാ തവണയും ഇപ്പോൾ കഴിഞ്ഞ 3 തവണയും റിപ്പീറ്റഡ് ആയി ചോദിച്ചിട്ടുണ്ട് പൂർണ്ണനാമം വരുന്ന ചോദ്യങ്ങൾ. ഓക്കെ, അപ്പൊ അത് അങ്ങനെ തന്നെ പഠിക്കണം 6 യൂണിറ്റുമായി ബന്ധപ്പെട്ടിട്ട്. പിന്നെ മൗലു എന്ത് എന്നുള്ളതും കൂടി മനസ്സിലാക്കിയാൽ ഈ ബേസിക് ധാരണ ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്താക്കാനും ആൻസർ ചെയ്യാൻ പറ്റും. അതോടൊപ്പം സിലബസ് ഇവിടെയും കൃത്യമായി പഠിക്കണം. ഈ ഓരോ പുസ്തകം ആരുടേതാണെന്ന് ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാം, ഒരു ചോദ്യം നോക്കാം നമുക്ക്. അയ്യൻ സൗദുൽ ഖത്ത്, തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. മുബരിദ് അബുൽ അബ്ബാസ് മുഹമ്മദ് ബിൻ യസീദ് ബിൻ അബ്ദുൽ അക്ബർ ഹാജി ഖലീഫ മുസ്തഫ ബിൻ അബ്ദില്ല ബിൻ ഖല്ലിക്കാൻ ഷംസുദ്ദീൻ അബുൽ അബ്ബാസ് അഹമ്മദ് ബിൻ മുഹമ്മദ് ബിൻ ഇബ്രാഹിം ബിൻ അബി ബക്കർ അൽ ബലാസുരി ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബി ബക്കർ. ഇവരുടെ ഒറിജിനൽ പേര് എപ്പോഴും എക്സാമിന് ചോദിക്കുന്നുണ്ട്. ഞാൻ ഒരു ഉദാഹരണം കൊടുത്തതാണ്, പെട്ടെന്ന് ആൻസർ ചെയ്താൽ ഉപകാരമാവും. അയ്യൻ സൗജൽ ഖത്ത്, തെറ്റായ ജോഡി. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ഡി ആണ്. ബലാസുരി എന്താണ്? അഹമ്മദ് ബിൻ യഹ്യ ദാവൂദ് അൽ ബലാസുരി എന്നാണ്. ജാബിർ ബിൻ ദാവൂദ് അൽ ബലാസുരി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ജലാലുദ്ദീൻ അബ്ദുറഹ്മാൻ അബി ബക്കർ എന്നുള്ളത് സുയൂത്തി ഇമാമിന്റെ പേരാണ്. സുയൂത്തി ഇമാമിന്റെ പേരാണ്. ഇങ്ങനെ കുറെ ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ട് ഇതേ മോഡലിൽ. ഇങ്ങനെ ഒറ്റ ക്വസ്റ്റ്യൻസ് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. നിർബന്ധമായിട്ടും 6 യൂണിറ്റ് പഠിക്കുമ്പോൾ അവരുടെ പൂർണ്ണ പേരെന്താക്കണം, പഠിക്കണം. അടുത്തൊരു ചോദ്യം, കിതാബ് ഫിഹ്റസുൽ ഇബ്നു നദീം യഹ്തവി അൽ അഖ്ബാർ അൽ ഉലൂമി വൽ ഉലമാ, ഏത് കാലഘട്ടത്തിലെ പിന്നെ പണ്ഡിതന്മാരെയും ചരിത്രത്തെ കുറിച്ചുമാണ് ഫിഹ്റസത്ത് ഇബ്നു നദീമിന്റെ ഫിഹ്റസത്ത് ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്, സംസാരിക്കുന്നത് എന്നാണ് ചോദ്യം. വളരെ ബേസിക് ചോദ്യമാണ്. ജാഹിലിയ ഇസ്ലാമിയാണോ, അഹ്ദുൽ ജാഹിലി വൽ ഖുറൂൻ സലാസത്തുൽ ഊലാ ലിൽ ഇസ്ലാമാണോ, ഖുറൂൻ സലാസത്തുൽ ഊലാ ലിൽ ഇസ്ലാമാണോ, അൽ അസ്റുൽ ഉസ്മാനിയാണോ? 2022 ജൂൺ എക്സാമിന് ചോദിച്ചതാണ്. ആൻസർ കീ വന്നപ്പോൾ തെറ്റായിട്ടാണ് വന്നിരുന്നത്. പിന്നീട് ചലഞ്ച് ചെയ്തെന്താണ്, പിന്നെ ആൻസർ മാറ്റി എല്ലാവർക്കും മാർക്ക് ലഭിച്ച ഒരു ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. ഞാൻ ആൻസർ കീ ചലഞ്ചുമായി ബന്ധപ്പെട്ട് ഓർമ്മയിൽ വന്നപ്പോൾ സൂചിപ്പിച്ചാണ്. ഓപ്ഷൻ ബി ആണ്. ജാഹിലിയ കാലഘട്ടം മുതൽ ഇസ്ലാമിന്റെ 3 ഇസ്ലാമിക കാലഘട്ടം, ഉമ്മവി, അബ്ബാസി എന്നിങ്ങനെയുള്ള 3 കാലഘട്ടങ്ങളൊക്കെ പറയുന്ന ഒരു കൃതിയാണത്. വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യമാണ് ഇതൊക്കെ. പിന്നെ മുസ്ഹിർ സുയൂത്തി ഇമാമിൻ്റെതാണ്. അതിന്റെ മൗലു എന്ത് എന്നാണ് ചോദ്യം. അൽ മുസ്ഹിർ സുയൂത്തി ആലിജ് മൗലു ഷിയറുൽ അറബിയാണോ, നസ്റുൽ അറബിയാണോ, ഉലൂമുൽ ലുഗത്തി വ അൻവാഉഹ എന്നാണോ, ഫൽസഫയാണോ? ഇതിലേതാണ് അതിന്റെ മൗലു എന്നാണ് ചോദ്യം. ഓപ്ഷൻ സി ഉലൂമുൽ ലുഗത്തി വ അൻവാഉഹ എന്നുള്ളതാണ് സുയൂത്തി ഇമാമിന്റെ മുസ്ഹിർ എന്നുള്ള കിതാബിന്റെ മൗലു, പ്രമേയം എന്ന് പറയുന്നത്. ഓക്കെ, ഒരു സെക്കൻഡ്. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള ഇത്തരം സാധനങ്ങൾ കൂടി മനസ്സിലാക്കുക. ഓരോന്നിന്റെ മൗലു എന്ത് എന്നുള്ളത് കൂടി എന്താക്കുക, മനസ്സിലാക്കുക. ഓക്കെ, ഒറ്റ സെക്കൻഡ്. പിന്നെ അടുത്തൊരു ചോദ്യം, യതകവ്വനു കിതാബ് ഖുദുൽ ഫരീദ്, ഓരോന്നിന്റെ എത്ര വോള്യങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മൾ എന്തായാലും പുസ്തകത്തെ കുറിച്ച് പഠിക്കുമ്പോൾ പഠിക്കേണ്ട ഒരു സാധനമാണ്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് അതിന്റെ ബാബ് എത്രയാണ് എന്നുള്ളതാണ്. എത്ര അധ്യായങ്ങളാണ് അതിലുള്ളത്? ഇബ്നു അബ്ദുറബ്ബയുടെ ഖുദുൽ ഫരീദ് എന്ന ഗ്രന്ഥത്തിന് എത്ര അധ്യായങ്ങളുണ്ട്? ആൻസർ ശ്രദ്ധിച്ച് ചെയ്താൽ കൺഫ്യൂസ്ഡ് ആവില്ല. ഓക്കെ, നമുക്ക് നോക്കാം. ഓപ്ഷൻ ബി 25 അധ്യായങ്ങളാണ് അതിലുള്ളത്. 25 അധ്യായങ്ങളാണ്. 3 വാള്യമാണ് ആ പുസ്തകം. 25 അധ്യായങ്ങളാണ് അതിലുള്ളത്. അത്തരം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് പിന്നെ 6ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഓരോന്നെത്ര വാള്യം, അവരുടെ യഥാർത്ഥ പേര്, പുസ്തകത്തിന്റെ മൗലു, അതുപോലെ 1-2 പേര്. ഇബ്നു ഖല്ലിക്കാന്റെ വഫയാത്തുൽ അയാൻ വബിന വംബായി സമാൻ, വംബ വബിന ഇ സമാൻ എന്നുള്ളതാണ്. സോറി,
അപ്പോൾ ആ പുസ്തകം അതിന്റെ യഥാർത്ഥ പേരെന്തെന്ന് ചോദിച്ചിട്ടുണ്ട്. അത്തരം വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് 6ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളത്. ഇനി നമ്മൾ പോകുന്നത് 7ാം യൂണിറ്റിലേക്കാണ്. പക്ഷെ നമ്മൾ പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്യണം. 7ാം യൂണിറ്റ് എന്ന് പറയുന്നത് വളരെ വലിയ യൂണിറ്റാണ്. വളരെ വലിയ യൂണിറ്റാണ് 7ാമത്തെ യൂണിറ്റ്. കവികളിൽ നിന്ന് മാത്രം 13 ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. കവികളിൽ നിന്ന് മാത്രം 13 ആളുകളെ കുറിച്ച് നമുക്ക് പഠിക്കാറുണ്ട്. എനിക്ക് തോന്നുന്നത് 2021 എക്സാം വരെ അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് ചോദ്യം വരാത്തൊരു നെറ്റ് എക്സാം കഴിഞ്ഞു പോയിട്ടില്ല. എന്നാൽ 2021 എക്സാമിൽ ആണെന്നാണ് എൻ്റെ ഓർമ്മയിൽ, 21 ഡിസംബർ എക്സാമിലോ മറ്റോ ഒരു ചോദ്യം പോലും ഹാഫിദ് ഇബ്രാഹിമിനെ കുറിച്ചോ അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് വന്നിട്ടുമില്ല. ഞാനിത് പറയാൻ കാരണം ഒരു അൺപ്രഡിക്റ്റബിൾ ആണ് എന്ന് സൂചിപ്പിക്കാൻ വേണ്ടി കൂടിയാണ്. ഇതുവരെ കഴിഞ്ഞ നിങ്ങൾ 2004 മുതലുള്ള ക്വസ്റ്റ്യൻസ് അവൈലബിൾ ആണ് നമുക്ക്. അത് മുഴുവൻ നിങ്ങൾ അരിച്ചെടുത്ത് പെറുക്കിക്കോളി. അതിൽ ഒറ്റ തവണ പോലും അഹമ്മദ് ഷൗക്കിയെ കുറിച്ച് ചോദിക്കാത്ത ഒരു എക്സാം കഴിഞ്ഞു പോയിട്ടില്ല എന്നുള്ള. അതേസമയം 2021 അങ്ങനെ ഒരു എക്സാം കഴിഞ്ഞു പോയിട്ടുള്ളതായും നമുക്ക് കാണാൻ കഴിയും. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് ഇപ്പൊ എവിടുന്നാണ് ആരെക്കുറിച്ചാണ് പ്രത്യേകമായി പഠിക്കേണ്ടത് നമുക്ക് പറയാൻ കഴിയില്ല എന്നുള്ളതാണ്. ഓക്കെ, ഇവരുടെ നിർബന്ധമായിട്ടും 7ാം യൂണിറ്റിൽ പഠിക്കേണ്ട ഒരു സാധനമാണ് ജനന മരണ ഓർഡർ. ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലായിട്ട് ആ ഒരു ചോദ്യം എന്തായാലും ചോദിക്കുന്നുണ്ട്. പോയട്രിയുടെ ഭാഗത്ത് നിന്നാണ് ചോദിച്ചിട്ടുള്ളത്, ഇതുവരെ അങ്ങോട്ട് നെസറിലേക്ക് പോയിട്ടില്ല. അപ്പോൾ ആ ജനന മരണ ഓർഡർ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റും. മുഹമ്മദ് ബാറൂദിയാണ് ആദ്യം വരുന്നത് 1838 1904. അങ്ങനെ വളരെ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പൊ അത് നോക്കുക. അതുപോലെ തന്നെ ഇവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, അതിന്റെ മൗതു എന്ത്, പിന്നെ അത് ഏത് വർഷമാണ് രചിച്ചത് എന്നൊക്കെ ആദ്യം ചോദിച്ചിരുന്നു. ഇപ്പൊ അതൊക്കെ ചോദിക്കുന്നില്ല. ഈ പുസ്തകം തന്നെയാണ് ചോദിക്കുന്നത്. കുറേ പുസ്തകങ്ങൾ നമുക്ക് പഠിക്കാണ്ട് കുറേ ആളുകളുള്ളതുകൊണ്ട് ഇത് ആരുടെ പുസ്തകമാണെന്നുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ ചോദിക്കുന്നു. അതോടൊപ്പം ഇവരുടെ ആദ്യ പുസ്തകം, ഇപ്പൊ ആദ്യ കവിതാ സമാഹാരം, ആദ്യമായി എഴുതിയ കഥ, ആദ്യമായി എഴുതിയ നോവല്, അത്തരം ഘടകങ്ങൾ നോട്ട് ചെയ്യുക, നോട്ടബിൾ വർക്ക്. അതുപോലെ തന്നെ വളരെ വിവാദമായ കൃതികൾ, വലിയ കോളിളക്കം സൃഷ്ടിച്ച കൃതികൾ ഉണ്ടാവും, അത് മനസ്സിലാക്കുക. അതുപോലെ തന്നെ പിന്നെ ഈ സുലാസിയാത്തുകൾ, ഇപ്പൊ നജീം മഹ്ഫൂദിന്റെ സുലാസിയാത്ത് ഉണ്ട്, അതുപോലെ അഹ്ലാം മുസ്തഖാനിമിക്ക് സുലാസിയാത്ത് ഉണ്ട്, അതുപോലെ അങ്ങനെ കുറേ സാധനങ്ങളുണ്ട്. അപ്പൊ അത്തരം സാധനങ്ങൾ നോട്ട് ചെയ്യാം. പിന്നെ അത്തരം ചോദ്യങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ട് വരുന്നത്. നമ്മൾ ചോദ്യങ്ങളിലൂടെ പറയാം ഇൻഷാ അല്ലാഹ്. ഒന്നാമത്തെ ചോദ്യം നോക്കുക, 2020 ചോദിച്ച ചോദ്യമാണ്. ആൻസർ പറഞ്ഞല്ലേ ഞാൻ. ലത്തീഫ് ഷുറാൽ മസ്കൂരിൻ അതിന ഹസ്ബ തവാരീഖ് മീനാദി, ജനന ഓർഡർ അനുസരിച്ചാണ് അഹമ്മദ് ഷൗക്കി, ഖലീൽ മിത്രാൻ, മാറൂഫ് റുസാഫി, ഹാഫിദ് ഇബ്രാഹിം എന്നുള്ളതാണ് വരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു ചോദ്യമാണ്. ബദർ ഷാക്കിർ സയ്യാബാണ് ആദ്യമായിട്ട് ഷെയറുൽ ഹുറിൽ കവിത പാടിയത് എന്നുള്ളൊരു വാദമുണ്ട്. നാസിക് മലായിക്ക എന്നും പറയുന്നു. അവിടെ വലിയ തർക്കങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ നമ്മുടെ ക്ലാസ്സുകളിലേക്ക് അത് പറയും. അത് ഹൽക്കാന ഹുബ്ബൻ എന്നുള്ളതാണ് ആദ്യ കവിത. അത് ഏത് ബഹറിലാണ് ചോദിച്ചിട്ടുണ്ട് എന്നാണ്. ഓപ്ഷൻ സി ബഹറുർ റംലിലാണ് എഴുതിയിട്ടുള്ളത് ഹൽക്കാന ഹുബ്ബൻ എന്നുള്ളത്. അസ്ഹാറുൻ സാബില എന്നുള്ള കവിതാ സമാഹാരത്തിലൊരു കവിതയാണ് ഹൽക്കാന ഹുബ്ബൻ എന്നുള്ളത്. ബഹറുർ റംലിലാണ് അത് എഴുതിയിട്ടുള്ളത്. ഇനി അടുത്ത ചോദ്യം, ഇതും ഷെയറുൽ ഹുറിൽ. ക്വസ്റ്റിന്റെ വലിപ്പം കണ്ടാൽ നമ്മൾ ബേജാറാവും. പക്ഷെ ഒന്ന് വായിച്ചു നോക്കിയാൽ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. കോളറ എന്നുള്ളത് ഷെയറുൽ ഹുറിലുള്ള ആദ്യ കവിതകളിൽ ഒന്നായിട്ട് കണക്കാക്കപ്പെടുന്നു. 1947 ഇത് പ്രസിദ്ധീകരിച്ചത്. അതാരാണ് എഴുതിയത് എന്നാണ് ചോദ്യം. നാസിക് മലായിക്കയാണ്. ഈസിയാണ്. ക്വസ്റ്റ്യന് 2 വരെയും 3 വരെയൊക്കെ ഉണ്ടെന്നുള്ളൂ. ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റും. നാസിക് മലായിക്കയുടേതാണ്. ഇനി വളരെ ഫെയിം ആയിട്ടുള്ള ഒരു കവിത ആണ് റജഅതു നഫ്സി ഫത്തഹംതു ഹസാത്തി വനാദൈതു ഖൗമി ഫഹ്തസബ്തു ഹയാത്തി. കേട്ടിട്ടിനൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വന്നിട്ടുണ്ട് ഈ കവിത സെറ്റ് എക്സാമിനൊക്കെ ആണ് എൻ്റെ ഓർമ്മ. ഹാഫിദ് ഇബ്രാഹിമിന്റെ ലൊഗ അൽ അറബിയ എന്നുള്ള ആ കവിതയിൽ നിന്നുള്ള ഭാഗം നമ്മൾ പഠിച്ചു പോയതാണ്. ഡിഗ്രിക്കോ ഒക്കെ ആയിട്ട് പഠിച്ചു പോയ കവിതാ ശകലങ്ങളിൽ നിന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ എത്ര ചോദ്യങ്ങളാണ് പോയട്രിയുമായി ബന്ധപ്പെട്ട് ചോദിക്കുന്നത്. അതുപോലെ തന്നെ ഇവരുടെ രചനകളെ സംബന്ധിച്ച് ചോദിക്കുന്നുണ്ട്. ഒരു തവണ 2021 ജൂൺ എക്സാമിൽ ചോദിച്ച ഒരു ചോദ്യമായിരുന്നു. എന്താണ് പിന്നെ അഹമ്മദ് ഷൗക്കിയുടെ ഒരു നാടകത്തെ സംബന്ധിച്ച്, അത് മസ്റൂഖ് ക്ലിയോപാട്രയിൽ ഈജിപ്ത് ഏത് രാജ്യത്തിന്റെ അകപ്പെടുന്ന ചരിത്രമാണ് പറയുന്നത് എന്നുള്ളൊരു ചോദ്യം. അതൊക്കെ വളരെ ഡീപ്പായിട്ട് അപൂർവമായിട്ടാണ് അത്തരം ഒരു ചോദ്യമൊക്കെ വന്നിട്ടുള്ളത്. അത് ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട കവിതകൾ, പ്രധാനപ്പെട്ട പുസ്തകങ്ങൾ, പിന്നെ ജനന മരണ ഓർഡറുകൾ, പ്രധാന കവിതയിൽ നിന്നുള്ള 1-2 വരികൾ, ഇങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങളെ ഇതുവരെ എന്തായിട്ടുള്ളൂ പോയട്രിയുമായി ബന്ധപ്പെട്ട് ചോദിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുക. ഓക്കെ, ഇനി നമ്മൾക്ക് നസർ, മക്കാല, അതുപോലെ ഖിസ്സ, ഖസീറ, റിവായ, മസ്റഹിയ എന്നിങ്ങനെ നീണ്ടൊരു ഭാഗം വരുന്നുണ്ട്. മക്കാല, റിഫാഅത്തു റാഫി തഹ്താവിയും മുഹമ്മദ് അബ്ദക്ക് കുറച്ച് പുസ്തകങ്ങളുണ്ട്. ആ പുസ്തകങ്ങളെ സംബന്ധിച്ച് ചോദിച്ചിട്ടുണ്ട്. റിഫാഅത്തു റാഫി തഹ്താവിയെ കുറിച്ച് 19-ാം നൂറ്റാണ്ടിലെ നവോത്ഥാന നായകൻ എന്ന അർത്ഥത്തിൽ ഉള്ള ഒരു ചോദ്യം, വളരെ ജനറൽ ആയിട്ടുള്ള ചോദ്യമാണ് റിഫാഅത്തു റാഫി തഹ്താവിയെ കുറിച്ച് ചോദിച്ചിട്ടുള്ളത്. അതുപോലെ അദ്ദേഹത്തിന്റെ വക്കായി തലീമാക്ക് എന്നുള്ളൊരു പുസ്തകത്തെ കുറിച്ചും ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അതല്ലാതെ വളരെ ഡീപ്പായിട്ടുള്ള ചോദ്യങ്ങളൊന്നും അദ്ദേഹത്തെ കുറിച്ച് വന്നിട്ടില്ല എന്ന് കാണാം. മറ്റുള്ളവരുടെയൊക്കെ മുസ്തഫ ഫിയൽ മംഫലൂത്തി ആയാലും പുസ്തകങ്ങൾ തന്നെയാണ് ചോദിച്ചിട്ടുള്ളത്. അത് എത്ര വാളിനും എന്നുള്ള നസറാത്ത്
ഖബർ എന്താണ് അബറാത്ത് പോലെയുള്ള പുസ്തകങ്ങൾ എത്ര വാല്യമാണ്, അതെന്താണ് മൗദു എന്ന് ചോദിച്ചിട്ടുണ്ട്. പിന്നെ ഈ മഹ്മൂദ് തൈമൂർ, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ് യഹ്യാക്കി ഈ ഖിസ്സ ഖസീറകളിൽ നിങ്ങൾ 2004 മുതലുള്ള ക്വസ്റ്റ്യൻസ് എടുത്തു പോയി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നുണ്ട്. ഇവരുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ പുസ്തകങ്ങൾ തന്നെ ചോദിക്കുന്നുണ്ട്. അത് ആരുടെ പുസ്തകമാണ്, അത് ആരെഴുതിയ പുസ്തകമാണ്, യഹിയാക്കിയുടെ പുസ്തകം ഏത്, പിന്നെ ചോദിക്കുന്നുണ്ട് അത് നോവലാണോ ഖിസ്സ ഖസീറയാണോ എന്നിങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് മാറി മാറി അങ്ങോട്ടും ഇങ്ങോട്ടും ചോദിച്ചിട്ടുള്ളത്. നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. അവ്വൽ റിവായ അലി നജീബ് മഹ്ഫൂദ്, നജീബ് മഹ്ഫൂദിന്റെ ആദ്യത്തെ നോവൽ ഏത്? റാദോബിസ് ഖാൻ ഖലീലി അസ്സറാബ് അബ്സുൽ അഖ്ദാർ. 1939 പ്രസിദ്ധീകരിച്ച അബ്സുൽ അഖ്ദാർ ആണ് അദ്ദേഹത്തിന്റെ ആദ്യ നോവൽ എന്ന് പറയാം. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ, ആദ്യ രചന കവിതയായാലും കഥയായാലും നോവലായാലും അത് നോട്ടബിൾ ആണ്, അത് ചോദിച്ചിട്ടുണ്ട്, എക്സാമ്പിൾ കിട്ടിയല്ലോ. ഇനി അടുത്തൊരു ചോദ്യം, അദീബുൻ മിസ്രീൻ ഇസ്തഹറ ബി ഖിസ്സി ലഹു നിദാഉൽ മജ്ഹൂൽ. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ കഥയാണ് നിദാഉൽ മജ്ഹൂൽ. ഇത് ആരുടേതാണ്? മഹ്മൂദ് തൈമൂർ, യൂസുഫ് ഇദ്രീസ്, അഹമ്മദ് ഷൗഖി, ഇഹ്സാൻ അബ്ദുൽ ഖുദ്ദൂസ്. ഒന്ന് സ്പീഡാക്കാണ്. മഹ്മൂദ് തൈമൂർ ആണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ രചനയാണ് നിദാഉൽ മജ്ഹൂൽ എന്ന് പറയുന്നത്. ഇനി വാ ഇസ്ലാമ എന്നുള്ളത് ആരുടെ രചനയാണ് എന്നുള്ളതാണ് ചോദ്യം. വാ ഇസ്ലാമ എന്നുള്ളത് ആരുടെ രചനയാണ് എന്നുള്ളതാണ് ചോദ്യം. അലി അഹമ്മദ് ബാക്കസീറിന്റെ വളരെ വിഖ്യാതമായ രചനയാണ് വാ ഇസ്ലാമ എന്നുള്ളത്. സെറ്റ് എക്സാമിനൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ഇനി അടുത്തൊരു അസീസ് അബാല ഏത് നാട്ടുകാരനാണ്? അത് റിവായയിലൊക്കെ പുതിയതായിട്ട് കുറേ ആളുകളുണ്ട്. മുസ്രഹിയിലൊക്കെ അസീസ് അബാലെ പോലെയുള്ള, അതുപോലെ തന്നെ ഹലാ മുസ്തഖാനിമിയെ പോലെയുള്ള അങ്ങനെയുള്ള പുതിയ ആളുകൾ, അവരുടെയൊക്കെ ബേസിക് ആയിട്ട് അവർ ഏത് രാജ്യക്കാരാണെന്നുള്ള ചോദ്യങ്ങളൊക്കെ ഈ കഴിഞ്ഞ 2 എക്സാമുകളിലായിട്ട് ചോദിച്ച് കണ്ടിട്ടുണ്ട്. 2022 ജൂണിലും ഡിസംബറിലും 23 ജൂണിലും ഡിസംബറിലൊക്കെ ആ ചോദ്യങ്ങൾ വന്നിട്ടുണ്ട്. അദ്ദേഹം എന്താണ്? ഈജിപ്ഷ്യനാണ് ആര്? അസീസ് അബാല. ഇനി ഫദലുൽ ഖിസ്സത്തുൽ മിസ്രിയ എത്രയോ വർഷങ്ങളായിട്ട് ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചോദ്യമാണ്, ഇത് ആരുടെ രചനയാണെന്നുള്ളത്. ഫദലുൽ ഖിസ്സത്തുൽ മിസ്രിയ എന്നുള്ളത് അബ്ബാസ് മഹ്മൂദ് അൽ അഖാദ്, ത്വഹ ഹുസൈൻ, യഹ്യ ഹഖി, ഇബ്രാഹിം അബ്ദുൽ ഖാദിർ അൽ മാസിനി. അദ്ദേഹത്തിന് വളരെ പ്രശസ്തമായ രചന കൂടിയാണ് ഫദലുൽ ഖിസ്സത്തുൽ മിസ്രിയ എന്ന് പറയുന്നത്. ഈ ഓപ്ഷൻ സി, യഹ്യ ഹഖിയുടെ രചനയാണിത്, ഫദലുൽ ഖിസ്സത്തുൽ മിസ്രിയ എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് 7ാം യൂണിറ്റ് പറയുന്നത് കുറേ പുസ്തകങ്ങൾ പഠിക്കാനുണ്ട്. എല്ലാ പുസ്തകങ്ങളും നമുക്ക് ഓർത്തു വെക്കാൻ കഴിയില്ല, നമ്മളൊന്നും കമ്പ്യൂട്ടർ ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് വളരെ ഫെയിം ആയിട്ടുള്ള ഏറ്റവും പ്രശസ്തമായ പുസ്തകം, ഏറ്റവും ആദ്യത്തെ രചനകൾ എന്നുള്ള അവാർഡ് കിട്ടിയ രചനകൾ എന്നീ കാര്യങ്ങളൊക്കെ എന്താക്കുക, നോക്കി വെക്കുക എന്നുള്ളതാണ്. അതോടൊപ്പം സൂചിപ്പിക്കാനുള്ളത് കുറെ അവാർഡുകൾ ഇവർക്ക് ലഭിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട 1-2 അവാർഡുകളെ കുറിച്ച് മുമ്പൊക്കെ ചോദിച്ചിരുന്നു, ഈ അടുത്തൊന്നും ചോദിക്കുന്നില്ല. അപ്പോൾ അതും ജസ്റ്റ് എന്താക്കുക, നോട്ട് ചെയ്യാവുന്നതാണ് എന്നുള്ളതാണ്. ഇനി 8ാമത്തെ യൂണിറ്റ് ആണ്. എനിക്കൊന്ന് വളരെ ഈസി ആയിട്ട്, ചെറിയ യൂണിറ്റുകളാണ് യൂണിറ്റ് 2ഉം യൂണിറ്റ് 8ഒക്കെ. കഴിഞ്ഞ എക്സാം അല്ല, അതിന് മുമ്പത്തെ എക്സാം, അതിന് മുമ്പത്തെ എക്സാമിൽ ധാരാളം ക്വസ്റ്റ്യൻസ് വന്ന യൂണിറ്റ് ആയിരുന്നു 8ാമത്തെ യൂണിറ്റ്. അതും വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ്. അതിൽ 1-2 ക്വസ്റ്റ്യൻസ് ആയിരുന്നു കുറച്ച് ഡീപ്പായിട്ട് ചോദിച്ചത്. അതിന്റെ പിന്നെ റാബിത്തകളുടെയൊക്കെ ആ ഹർക്കാർ മൂവ്മെന്റിന്റെ ഒക്കെ നിയമാവലിയെ സംബന്ധിച്ചൊരു ചോദ്യങ്ങൾ വന്നിരുന്നു. അത് ഒഴിച്ചിരുത്തിയ വളരെ ബേസിക് ആയിട്ട് ഇദ്ദേഹം ഏത് എന്താണ് ഹർക്കാത്തിന്റെ മൂവ്മെന്റിന്റെ ഭാഗമാണ്, അതുപോലെ ഈ റാബിത്തയിൽപ്പെട്ട ആളേത്, ഇതിൽ നിന്ന്, അങ്ങനെയുള്ള വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങളാണ് വന്നിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ക്ലാസിക്കിയ, അൽ ജദീദ, റൊമാൻസിയ, വഖിയ, റംസിയ, ഷെറുൽ ഹുർ, ഇതൊക്കെ അതിന്റെ പ്രധാനപ്പെട്ട ആളുകളെ ജസ്റ്റ് മനസ്സിലാക്കുക എന്നതിനപ്പുറത്തേക്ക് വളരെ ഡീപ്പായിട്ട് ക്ലാസിക്കിയ എന്താണെന്ന്, റൊമാൻസിയ എന്താണെന്നും ഒന്നും ചോദ്യങ്ങൾ എന്തായിട്ടില്ല, ഈ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായിട്ട് ചോദിക്കുന്നേ ഇല്ല. ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 8ാം യൂണിറ്റിൽ ഈ മദ്രസകളെ കുറിച്ചാണ്, സ്കൂൾ ഓഫ് തോട്ട്സിനെ കുറിച്ചാണ്. മദ്രസ ദീവാൻ, ജമാഅത്ത് അപ്പോള, റാബിത്ത കലമിയ, അസബത്തുൽ ഉംദുലുസിയ, ഈ 4 ഘടകങ്ങളെ കുറിച്ചാണ് 90% ക്വസ്റ്റ്യൻസ് ഉണ്ടായിട്ടുള്ളത് 8ാം യൂണിറ്റിൽ വന്നിട്ടുള്ളത്. ഓക്കെ, നിങ്ങൾ ജസ്റ്റ് ചോദ്യം നോക്കുക. ലൈസമിൻ ആലായി മദ്രസത്ത് ദീവാൻ എന്നുള്ളതാണ്. സ്ക്രീൻ മാറിയിട്ടില്ല, നോക്കണം. മദ്രസത്ത് ദീവാന്റെ ആള് അല്ലാത്തത് ആര് എന്നാണ് ലൈസാന്ന് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. ഹാഫിദ് ഇബ്രാഹിം എന്തായിരുന്നില്ല, ഒരു മദ്രസയുടെയും
ആളായിരുന്നില്ല. അദ്ദേഹം 1932 മരണപ്പെടുന്നുണ്ട് എന്നും മനസ്സിലാക്കുക. ഒരു മദ്രസയുടെ ആളായിരുന്നില്ല, ദീവാന്റെ ആളായിരുന്നില്ല. ദീവാൻ 1921 രൂപീകരിക്കുന്നുണ്ടെങ്കിൽ പോലും അതിൽ അംഗത്വം അദ്ദേഹത്തിന് ഉണ്ടായിരുന്നില്ല. ഒരു മദ്രസയിലും അദ്ദേഹത്തിന് അംഗത്വം ഉണ്ടായിരുന്നില്ല. ഓക്കെ, ഇനി കാര്യം ബൈന ഷുറായിൽ മസ്കൂറിൻ അദലാം ഹർക്കാത്തുൽ അദബിയ അല്ലത്തീന കാന യന്തമു ഇലൈഹ. അവർ ഏതാണ് ഓരോന്നിന്റെയും റാബിത ഖലമിയാണോ ഷെയ്ഖുൽ ഖുർആനോ മദ്രസ ദീവാനോ ജമാഅത്ത് അപ്പോളാണോ അതിലേക്ക് ചേർത്ത് വെക്കാനാണ് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. പെട്ടെന്ന് ആൻസർ പറഞ്ഞു പോവാണ് കേട്ടോ, സമയം വൈകിട്ടുണ്ട്, ബാങ്ക് കൊടുക്കാനാവും. അതുകൊണ്ട് അപ്പോൾ വളരെ അങ്ങനെയുള്ള വളരെ ഈസി ബേസിക് ആയിട്ടുള്ള ചോദ്യങ്ങൾ മാത്രമാണ് 8ാം യൂണിറ്റിൽ ചോദിക്കുന്നത്. നമുക്ക് റാബിത്തുൽ ഖലമിയെ യഥാർത്ഥത്തിൽ രൂപീകരിച്ച വർഷം ഏത് എന്നുള്ളതാണ്. 1916 മുതലൊക്കെ ചർച്ച നടക്കുന്നുണ്ടെങ്കിൽ പോലും ഏത് വർഷമാണ് അത് യാഥാർത്ഥ്യമായത് എന്നാണ് ചോദ്യം. ഈ 1920 സോറി, ആൻസർ കീ കൊടുത്തതിൽ മാറിയതാണ് കേട്ടോ. ഓപ്ഷൻ സി തന്നെയാണ് ആൻസർ. 1920 എന്തായത് റാബിത്തുൽ ഖലമിയ നിലവിൽ വന്നത്. ഓക്കെ, പിന്നെ അടുത്ത താഴെ കൊടുത്തിരിക്കുന്നതിൽ അസബത്തുൽ അന്ദലൂസിയുടെ അംഗം പിന്നെ അതിന്റെ പ്രസിഡന്റൊക്കെ ആയ ആൾ ആര് എന്നുള്ളതാണ്. സീദ് അയ്യൂബ്, ഇലിയാസ് ഫർഹാദ്, റഷീദ് സലീം അൽ ഖൂരി, ഇലി അബു മാമു. അസബത്തുൽ അന്ദലൂസിന്റെ മെമ്പർ ആയിരുന്നു, പിന്നീട് അതിന്റെ പ്രസിഡന്റ് പദവി കൂടി അദ്ദേഹം വഹിച്ചിട്ടുണ്ട്. അതാര് എന്നതാണ് ചോദ്യം. റഷീദ് സലീം അൽ ഖൂരിയാണ് അതിന് നയിച്ച ആള്, ദീർഘകാലം നയിച്ച ആൾ കൂടിയാണ് ആര്, റഷീദ് സലീം അൽ ഖൂരി എന്ന് കാണാം. ഓക്കെ, അപ്പോൾ അതാണ് 8ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട്. വളരെ ചെറിയ യൂണിറ്റ് ആണ് യൂണിറ്റ് 2ഉം യൂണിറ്റ് 8ഉം യൂണിറ്റ് 4ഒക്കെ. അപ്പോൾ അതിൽ നിന്നും ഒരു മാർക്കും നഷ്ടപ്പെടാതെ സൂക്ഷിക്കണം എന്നും കൂടി ഓർമ്മപ്പെടുത്താണ്. വളരെ കുറച്ച് പഠിച്ചാൽ കൂടുതൽ മാർക്ക് ലഭിക്കാൻ സാധ്യതയുള്ള യൂണിറ്റുകൾ കൂടിയാണ് അതൊക്കെ. അപ്പോൾ ആ യൂണിറ്റൊക്കെ അതിൽ നിന്നും ഒരു മാർക്കും നമ്മൾ എന്താക്കരുത്, നഷ്ടപ്പെടുത്തരുത് എന്നുകൂടി ഓർമ്മപ്പെടുത്തുന്നു. പിന്നെയാണ് യൂണിറ്റ് 9 അതുപോലെ അറബിയൽ ഹിന്ദ്, ഇന്തോ അറബിക് ലിറ്ററേച്ചർ എന്ന് പറയുന്നത്. ലോകത്തിന് തന്നെ വലിയ സംഭാവനകൾ ഇന്ത്യൻ പണ്ഡിതന്മാർ എന്തായിട്ടുണ്ട്, സമർപ്പിച്ചിട്ടുണ്ട്, പ്രത്യേകിച്ച് ലിറ്ററേച്ചറിൽ, അറബിക് ലിറ്ററേച്ചറിൽ. അപ്പോൾ അവരെ കുറിച്ച് പഠിക്കേണ്ടത് നമ്മളല്ലാതെ വേറെ ആരും ഇല്ലല്ലോ. പുറത്തുനിന്നുള്ള ആളുകളെക്കാൾ അത് പഠിക്കാൻ ഏറ്റവും ബാധ്യതപ്പെട്ടവർ, കടപ്പെട്ടവർ നമ്മളാണ് എന്നുള്ളതാണ്. അപ്പോൾ ആലാമുൻ നസർ, ഷെയർ, അതുപോലെ അഹ്മൽ മുഅല്ലഫാത്തുൽ ഹിന്ദിയ എന്നിങ്ങനെ 3 ഭാഗങ്ങളായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. നസറിൽ നമ്മൾക്ക് പഠിക്കാനുള്ള ഷാവലിയുള്ള, നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ, അബ്ദുൽ ഹയിൽ ഹസനി, ഹമീദുദ്ദീൻ ഫറാഹി, അബ്ദുൽ അസീസ് അൽ മൈമിനി, അബുൽ ഹസൻ അലി നദ്വി, അബു മഹ്ഫൂദ് അൽ കരീം അൽ മാസൂമി 7 ആളുകൾ. ആലാമു ഷെയറിൽ 6 ആളുകൾ പഠിക്കാനുള്ളത്. അപ്പോൾ ഇന്തോ അറബിക് ലിറ്ററേച്ചറിൽ അടിവരായിട്ട് മനസ്സിലാക്കിക്കോ, പുസ്തകങ്ങളാണ് ചോദിക്കുക. 98%, 99% ക്വസ്റ്റ്യൻസും പുസ്തകങ്ങളെ ബേസ് ചെയ്തിട്ട് മാത്രമാണ് ചോദിച്ചിട്ടുള്ളത്. വളരെ അപൂർവമായിട്ട് മാത്രമാണ് ലൈഫ് സ്കെച്ചുമായി ബന്ധപ്പെട്ട്. ഒരിക്കൽ എന്താണ് ഫളലേക്ക് ഹൈറാബാദിയെ കുറിച്ച് അദ്ദേഹം എന്താണ് പിന്നെ നൃത്ത സംഗീത വേദികളിലൊക്കെ സദസ്സുകളിലൊക്കെ പങ്കെടുക്കുന്ന ആളാണ് എന്ന് അദ്ദേഹത്തെ കുറിച്ച് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ അതുപോലെ അദ്ദേഹത്തിനെ സംബന്ധിച്ച് തന്നെ ഒരു സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ ആയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചില അപൂർവം ചില ചോദ്യങ്ങൾ ഒഴിച്ചു നിർത്തിയാൽ 99% ഇന്തോ അറബി ലിറ്ററേച്ചർ എന്ന് പറയുന്നത് പുസ്തകങ്ങളാണ്. അതിൽ തന്നെ ആ പുസ്തകങ്ങൾ പിന്നെ എടുത്തു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയും. PYQ എടുത്തു നോക്കി കഴിഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ട് അതേ പുസ്തകങ്ങൾ തന്നെയാണ് തിരിച്ചും മറിച്ചൊക്കെ ചോദിക്കുന്നത്. തിരിച്ചും മറിച്ചൊക്കെ ആ പുസ്തകങ്ങൾ തന്നെയാണ് എന്താകുന്നത് ചോദിക്കുന്നത് എന്നുകൂടി നിങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയും. നിങ്ങൾ നോക്ക്, ജസ്റ്റ് ഒരു ഉദാഹരണം നോക്കാം. ഹദ്ദദ് അസ്സൗജുൽ ഖത്അ മിനൽ മസ്കൂരിൻ അദ്നാഹു, താഴെ നിന്ന് തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഹാഷിയത്തുൻ അലാ തഫ്സീർ ബൈദാദി ഫൈദുൽ ഹസൻ സഹാറൻഫൂരി, താലിഖാത്തുൻ അൽ ഫത്ഹിൽ ഖദീർ അൻവർ ഷാ അൽ കശ്മീരി, ഹാഷിയത്തുൻ അൽ ഉഫ്ഖുൽ മുബീൻ ഫദൽ ഖൈറാബാദി, തസ്ലിയത്തുൽ ഫുആദ് അബു മഹ്ഫൂദ് കരീം അൽ മാസൂമി. ഇതിൽ നിന്ന് തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ് പറയുന്നത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. മറ്റൊരു പുസ്തകം നോക്ക്, മറ്റൊരു ചോദ്യം. സഹ്റാവൈൻ എന്നുള്ളത് ഷാവുൽ റഹ്മാന്റെ രചനയാണ്, അതിന്റെ മൗലു എന്ത്? മറ്റൊരു ചോദ്യം വന്നത് സഹ്റാവൈൻ അതിന്റെ രചയിതാവ് ആരെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. മറ്റൊരു തവണ ചോദിച്ചതാണ് ഇതിന്റെ മൗലു എന്ത് എന്നുള്ളത്. ഓപ്ഷൻ സി തഫ്സീറാണ് അല്ലെ, സൂറത്തുൽ ബഖറയുടെയും ആൽ ഇമ്രാന്റെയും തഫ്സീറാണ് അതിലുള്ളത്. സഹ്റാവൈൻ എന്നുള്ള ആ കിതാബിൽ ഉള്ളത് തഫ്സീറാണ് അതിന്റെ മൗലു എന്ന് പറയുന്നത്. നെക്സ്റ്റ് ചോദ്യം. ലൈസ മിൻ മുഅല്ലഫാത്തി നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അൽ ഖനൂജി, ഖനൂജിയുടെ അല്ലാത്ത രചന. ഖനൂജിയെ കുറിച്ച് വന്ന ചോദ്യങ്ങളൊക്കെ ഏറെക്കുറെ ചോദിച്ചിട്ടുള്ളത് ലൈസ മിൻ മുഅല്ലഫാത്തി എന്നുള്ള, കാരണം അദ്ദേഹത്തിന് ധാരാളം പുസ്തകങ്ങളുണ്ട്. പക്ഷേ അപ്പോഴും ധാരാളം പുസ്തകങ്ങൾ ഉണ്ടാകുമ്പോഴും നമുക്ക് എന്താണ് പിന്നെ ഇതിലുള്ള ഇമ്പോർട്ടൻ്റ് ആയ പുസ്തകങ്ങൾ, ക്വസ്റ്റ്യനിൽ റിപ്പീറ്റഡ് ആയിട്ട് വന്ന പുസ്തകങ്ങൾ തന്നെയാണ് എന്തായിട്ടുള്ളത് ഖനൂജിയെ കുറിച്ചൊക്കെ ചോദിച്ചിട്ടുള്ളത് എന്നുകൂടി മനസ്സിലാക്കാം. ഓപ്ഷൻ ബി മുഷ്കിലാത്തുൽ ഖുർആൻ ആരുടേതാണ്? അൻവർ ഷാ കശ്മീരിയുടേതാണ് മുഷ്കിലാത്തുൽ ഖുർആൻ. അവരൊക്കെ വളരെ ഫേമസ് ആയിട്ടുള്ള പുസ്തകമാണ് ഇതൊക്കെ. ബാക്കി 3 നവാബ് സിദ്ദീഖ് ഹസൻ ഖാൻ അല്ല ഖനൂജിയുടേതാണ്. ഇനി മറ്റൊരു ഭാഗം എന്ന് പറയുന്നത് അഹ്മൽ മുഅല്ലഫാത്തുൽ ഹിന്ദിയ എന്നുള്ളതാണ്. അതിൽ 10ഓളം പുസ്തകങ്ങളാണ് പരിചയപ്പെടാൻ. ഹുജ്ജത്തുൽ ബാലിഗ, താജുൽ അറൂസ് ലിസുബൈദി അൽ ബൽഖലാമി, സിബഹത്തുൽ മർജാൻ ഫി ആസാരി ഹിന്ദുസ്ഥാൻ, ഗുലാം അലി ആസാദ് ബൽഖലാമി,
അബ്ജദുൽ ഉലൂം ലിൽ ഖനൂജി, തുഹ്ഫത്തുൽ മുജാഹിദീൻ അഹ്മദ് സൈനുദ്ദീൻ, കശാഫ് മുസ്തലഹാത്തുൽ ഫുനൂൻ വൽ ഉലൂം മുഹമ്മദ് അലി അത്തഹാനവി, സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അബ്ദുൽ ഹൈ അൽ ഹസനി, അങ്ങനെ 10ഓളം പുസ്തകങ്ങൾ ആണ് പരിചയപ്പെടാനുള്ളത്. ഈ പുസ്തകങ്ങളെ കുറിച്ചൊക്കെ വളരെ ബേസിക് ആയിട്ടുള്ള ചോദ്യം, ഹുജ്ജത്തുൽ ബാലിഗയുടെ മൗദൂ എന്ത്, താജുൽ അറൂസ് രചയിതാവ് ആര്, അതുപോലെ സിബ്ബത്തുൽ മർജാൻ എന്താണ് പറയുന്നത് നമുക്കറിയാം, ഇന്ത്യയും പിന്നെ ഇസ്ലാമും തമ്മിലുള്ളതും, അതുപോലെ തഫ്സീറിലും ഖുർആൻ ഹദീസിലൊക്കെ ഇന്ത്യയെ കുറിച്ച് വന്ന പുസ്തകം അത് കാര്യങ്ങളൊക്കെയാണ് അതിൽ പറയുന്നത്. തുഹ്ഫത്തുൽ മുജാഹിദിന്റെ രചയിതാവ് ആര് എന്നുള്ള ചോദ്യങ്ങൾ, സഖാഫത്തുൽ ഇസ്ലാമിയുടെ മറ്റൊരു പേര്, അല്ലെങ്കിൽ നുസ്വത്തുൽ ഖവാത്തിന്റെ മറ്റൊരു പേര് ആര് എന്നുള്ള സാധനങ്ങളൊക്കെ ചോദിച്ചത്. മാതാഹുൽ മുസ്ലിമീൻ അതിന്റെ രചയിതാവ് ആര് എന്നുള്ള ചോദ്യങ്ങളൊക്കെയാണ് ചോദിച്ചുള്ളത്. ചോദ്യം നോക്ക്, ഇതിൽ തെറ്റായ ജോഡി സെലക്ട് ചെയ്യാനാണ്. സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി, അബ്ജദുൽ ഉലൂം, അബ്ദുല്ലാഹി അൽ ഹസനി, നുസ്വത്തുൽ ഖവാത്തിർ, അതുപോലെ സുബൈദ് അൽ ബൽഖാമി, സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ്, തുഹ്ഫത്തുൽ മുജാഹിദീൻ അഹ്മദ് സൈനുദ്ദീൻ. സൈനുദ്ദീൻ മഖ്ദൂമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ തവണയാണ് സൈനുദ്ദീൻ മഖ്ദൂമാണോ സഗീറാണോ കബീറാണെന്നോ ഒരു ചോദ്യം വന്നത്. അതുവരെയുള്ള ചോദ്യങ്ങളിലൊക്കെ സൈനുദ്ദീൻ മഖ്ദൂം എന്ന് മാത്രമാണ് കൊടുത്തിരുന്നത്. ഓപ്ഷൻ സി സഖാഫത്തുൽ ഇസ്ലാമിയ ഫിൽ ഹിന്ദ് അബ്ദുൽ ഹൈ അൽ ഹസനിയുടെ രചനയാണ് എന്ന് കാണാം. ഇനി കശാഫ് മുസ്തലഹാത്തുൽ ഫുനൂൻ വൽ ഉലൂം ആരുടെ രചനയാണ്? അലി അബ്ദുൽ ബൽഖാമി, സിദ്ദീഖ് ഹസൻ ഖാൻ ഖനൂജി, മുഹമ്മദ് അലി അത്തഹാനവി, ഖാദി അത്ഹർ അൽ മുബാറക് ഫൂരി. ഇതൊക്കെ സിലബസ് മനസ്സിലാക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. സിലബസ് മനസ്സിലാക്കിയാൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണ് ഇതൊക്കെ. സിലബസ് നന്നായിട്ട് മനസ്സിലാക്കണം എന്ന് പറയുന്നത് അതുകൊണ്ടാണ് മുഹമ്മദ് അലി അത്തഹാനവിയുടേതാണ് കശാഫ് ഫി മുസ്തലഹാത്തുൽ ഫുനൂനി വൽ ഉലൂം എന്ന് പറയുന്നത്. ഇനി അടുത്തൊരു ചോദ്യം, ഹുജ്ജത്തുൽ ബാലിഗ ആരുടെ അതിന്റെ രചന എന്താണ്, മൗലൂ എന്ത്? ഹുജ്ജത്തുൽ ബാലിഗയുടെ മൗലൂ എന്ത് എന്നുള്ളതാണ് ചോദ്യം. ഇൽമു സിയാസ, ഇൽമുൽ ഇജ്തിമാ, ഇൽമുൽ കലാം, ഇൽമു താരീഖ്. വ്യത്യസ്തമായി വന്നൊരു ചോദ്യം ആൻസർ ആയിരുന്നു. 2021 എക്സാമിൽ ഇൽമുൽ കലാമാണ് അതിന്റെ ആൻസറായി വന്നിട്ടുള്ളത്. പൊതുവെ എന്താണ്, അസ്റാർ ശരീഅത്തുൽ ഇസ്ലാമിയ എന്നുള്ളതാണ് ഓക്കെ ആൻസർ വരാറുള്ളത് കേട്ടോ. ഇൽമുൽ കലാം എന്നുള്ളത് വളരെ വ്യത്യസ്തമായിട്ട് ആ വർഷം ആൻസറായി വന്നൊരു ചോദ്യമാണ്. അപ്പോൾ ഇത്രയാണ്. പിന്നെ 9ാം യൂണിറ്റിൽ ഞാൻ വിട്ടുപോയൊരു ക്വസ്റ്റ്യൻ ആണ് ജനന മരണ ഓർഡർ. എല്ലാ തവണയും ചോദിക്കുന്നുണ്ട് കേട്ടോ. 7ാം യൂണിറ്റും 9ാം യൂണിറ്റാണ് ഉറപ്പായിട്ടും ജനന മരണ ഓർഡർ ഇതുവരെ എല്ലാ വർഷങ്ങളിലും ചോദിച്ചിട്ടുള്ളത്. ബാക്കിയുള്ള യൂണിറ്റുകളൊക്കെ ഈ വർഷം ചോദിച്ചാലും അടുത്ത തവണ ചോദിക്കുന്നില്ല, അങ്ങനെയൊക്കെയാണ് വരുന്നത്. എങ്കിലും 9ഉം 7ഉം യൂണിറ്റുകൾ എല്ലാ വർഷവും സ്ഥിരമായി കണ്ടിന്യൂസ് ആയിട്ട് എന്താകുന്നുണ്ട് ചോദിക്കുന്നുണ്ട് എന്ന് കാണാം. ഓക്കെ, ഇൽമുൽ കലാമാണ്, അതാണ്. പിന്നെ 9ാം യൂണിറ്റുമായി ബന്ധപ്പെട്ടാണ്. പിന്നെ 10ാം യൂണിറ്റാണ്, നമുക്ക് ഒരിക്കലും പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു യൂണിറ്റാണ് 10ാം യൂണിറ്റ്. എവിടുന്നും ബേസിക് ആയിട്ട് ജനറൽ ആയിട്ട് ട്രാൻസ്ലേഷനിൽ നമുക്ക് ധാരണ ഉണ്ടാവുക എന്നുള്ളതാണ് തർജുമയുമായി ബന്ധപ്പെട്ട് പറയുന്നത്. പിന്നെ അത് പൊളിറ്റിക്കലി എക്കണോമിക്കലി ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയ പദങ്ങൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ഭാഷയുമായിട്ട് എത്രത്തോളം ഇടപഴകുന്നു അതിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റുന്ന ഒരു കാര്യമാണ്. പിന്നെ തത്ബീഖാത്തുൽ ലുഗ്വ ആദ്യകാലത്തൊക്കെ വളരെ ചോദ്യങ്ങൾ കുറവായിരുന്നു നെഹ്വുമായി ബന്ധപ്പെട്ട്. എന്നാൽ കഴിഞ്ഞ 1-2 ഭാഗങ്ങളായിട്ട് നെഹ്വ് നല്ല രീതിയിൽ എന്താകുന്നുണ്ട് ചോദിക്കുന്നുണ്ട്. അതും അതുപോലെയുള്ള ഭാഗങ്ങളൊക്കെ നോക്കി വെക്കണം. മാലുമാത്തുൽ അമ്മ കഴിഞ്ഞ 3-4 എക്സാമുകളായിട്ട് തീരെ തന്നെ ചോദിക്കുന്നില്ല കേട്ടോ. ആദ്യകാലത്തൊക്കെ നിരന്തരം ചോദിച്ചിരുന്നു, പതാക തന്നിട്ടും അതുപോലെ തന്നെ അതിന്റെ ദേശീയ ദിനം ഏത്, നാണയം ഏത് എന്നുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ചിരുന്നു. പിന്നെ UAE പറ്റി 2-3 തവണ റിപ്പീറ്റഡ് ആയിട്ട് എത്ര എമിറേറ്റ്സ് ഉണ്ട്, അതിന്റെ എമിറേറ്റ്സുകൾ ഏതൊക്കെയാണ് എമിറേറ്റ്സ് എന്നുള്ള ചോദ്യങ്ങളൊക്കെ വന്നിരുന്നു. അത് ഒഴിച്ചു നിർത്തിയാൽ വളരെ കുറവാണ് ക്വസ്റ്റ്യൻസ് എന്നാണ് ഈ മാലുമാത്തുൽ ആമയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതാണ് 10 യൂണിറ്റുകളെ കുറിച്ചും ഒരു പൊതുവായുള്ള വിലയിരുത്തൽ എന്ന് പറയാനുള്ളത്. ഇനി ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെഫറൻസ് ഗ്രന്ഥങ്ങൾ കൂടി സൂചിപ്പിച്ച് നമ്മൾ വൈൻഡപ്പ് ചെയ്യും. ഒന്ന് താരിഖുൽ അദബ് അൽ അറബി ഹസൻ സിയാത്ത്, അൽ ജാമി ഫി താരിഖ് ഖദീമും ജദീദൊക്കെ ഉണ്ട്. അതുപോലെ സിൽസിലത്ത് താരിഖുൽ അദബ് അൽ അറബി ഷൗഖി ലൈഫിന്റെ 10 വാല്യങ്ങൾ ഇതൊക്കെ PDF അവൈലബിൾ ആണ്. എല്ലാ സോഴ്സും നമ്മുടെ കയ്യിലുണ്ട് കേട്ടോ. അതുപോലെ താരിഖുൽ അദബ് അൽ അറബി മുസ്തഫ സ്വാദിഖ് റാഫി, താരിഖുൽ അറബി ഖബൽ ഇസ്ലാം മുസ്തഫ സ്വാദിഖ് റാഫി, താരിഖുൽ അദബ് അൽ അറബി കാറൽ ബ്രോക്കൽമാൻ, ഇതൊക്കെ വളരെ ഡീപ്പായി പഠിക്കുന്നവർക്ക് ഉപയോഗപ്പെടുത്താം. താരിഖുൽ അദബ് അറബി ജുർജി സൈദാൻ, അൽ മുഫദ്ദൽ ഫി താരിഖ് അലി ജാരി അഹ്മദ് അമീൻ, താരിഖുൽ അദബ് അൽ അറബി ഉമർ ഫാറൂഖിന്റെ. ഇനി അദബുൽ ഹദീസുമായി ബന്ധപ്പെട്ട് ഹന്ന ഫാഖൂരി അസ്റുൽ ഹദീസ്, അതുപോലെ അദബുൽ അറബി അൽ മുഅസ്സിർ ഫി മിസ്ർ ഷൗഖി ലൈഫ്, ഖാമുസുൽ അദബ് അൽ അറബി, കുതുബ് അസിയർ അസ്സാത്തിയ ലിൽ ഉദബാ, അതുപോലെ അൽ ബുഹൂസ് വദ്ദിറാസാത്തുൽ അക്കാദമി, അങ്ങനെയുള്ള കുറേ സാധനങ്ങൾ നമുക്ക് നെറ്റിലേക്ക് അവൈലബിൾ ആണ്. പിന്നെ അദബുൽ ഹിന്ദുമായി ബന്ധപ്പെട്ടാണെങ്കിൽ താരിഖുൽ അദബുൽ അറബി ഫി ശുബഹുൽ ഖാറത്തുൽ ഹിന്ദി അഹ്മദ് ഇദ്രീസിന്റെ ഒരു പുസ്തകമുണ്ട്. ആലാമുൽ അദബുൽ അറബി ഫിൽ ഹിന്ദി ജമാലുദ്ദീൻ അൽ ഫാറൂഖി എഴുതുന്നുണ്ട്. അതിൽ നുസ്ഖത്തുൽ ഖവാത്തിറിന്റെ PDF അവൈലബിൾ ആണ്. അതോടൊപ്പം തന്നെ നിദാ ഉൽ ഹിന്ദ് എന്നുള്ള വെബ്സൈറ്റും ഹിന്ദു അറബിക് ലിറ്ററേച്ചറും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നതാണ്. അതുപോലെ പിന്നെ 6ാം യൂണിറ്റുമായി ബന്ധപ്പെട്ട അഹ്മൽ മസാദിറുൽ അദബുൽ അറബി എന്ന പേരിൽ എന്തായിട്ടുണ്ട്, നമ്മുടെ നദുവ എന്ന് ഇറക്കിയൊരു പുസ്തകമുണ്ട്. മുഹമ്മദ് അലഹി റഷീദ് നദുവയുടെ ഒരു പുസ്തകമുണ്ട്. അതിലൊരു 4-5 പുസ്തകങ്ങളെ കുറിച്ച് വളരെ ഡീപ്പായിട്ട്
പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആയ. പിന്നെ അതല്ലാതെ കുറേ പുസ്തകങ്ങൾ നമുക്ക് ഇവിടെയുള്ള നമ്മുടെ നാട്ടിലുള്ള പല ആളുകളും എഴുതിയിട്ടുള്ള ദലീൽ ഇഖ്തിബാർ തനാഫുസി, അങ്ങനെയുള്ള ധാരാളം ഇസ്മായിൽ മുജദ്ദിദിയുടെയും അങ്ങനെ കുറേ പുസ്തകങ്ങളുണ്ട്, എഴുതിയിട്ട് പുസ്തകങ്ങളൊക്കെ കാണാൻ പറ്റും. ഇപ്പോൾ നമ്മുടെയൊക്കെ സഹയാത്രികനും ബേറ്റ് അക്കാദമിയുടെ ഒക്കെ പിന്നെ കോർഡിനേറ്ററൊക്കെ ആയ അജു ഷാഹിദ് ഒരു പുസ്തകം എഴുതിയിട്ട് മോഹൻ ഇല്ല അദബുൽ അറബി എന്ന് പറഞ്ഞിട്ട് 2004 മുതൽ 2023 വരെ കഴിഞ്ഞ എക്സാമുകളുടെ ക്വസ്റ്റ്യൻസ് ഒക്കെ ഉൾപ്പെടുത്തിയും അതുപോലെ അതിൻ്റെയൊക്കെ സിലബസും ഡീറ്റെയിൽ ആയി പറയുന്ന ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. നിങ്ങൾ അറിവിലേക്ക് പങ്കുവെക്കാണ്. അപ്പോൾ ഇത്രയൊക്കെയാണ് റെഫറൻസ് ഗ്രന്ഥങ്ങളായിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്നത്. പിന്നെ ഏറ്റവും നമ്മൾ പറയുന്നത് നമുക്ക് നെറ്റ് വേണ്ട, നെറ്റ് എല്ലാവർക്കും വേണം. നമുക്ക് കിട്ടുന്ന സാധനം നമുക്ക് JRF ആണ് നമ്മളെ ഫോക്കസ് ചെയ്യുന്നത്. ഹൗ ടു പ്രിപ്പയർ ഇറ്റ് എന്താണ് ഫോക്കസ് JRF ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നെറ്റ്. നെറ്റ് പറയാൻ നമുക്ക് ഫോക്കസ് ഏറ്റവും വേണ്ടത് JRF-നാണ്. നിങ്ങൾ പഠിക്കുമ്പോൾ JRF-ന് വേണ്ടി പഠിക്കണം, നെറ്റിന് വേണ്ടിയല്ല പഠിക്കണം. നമ്മളെപ്പോഴും നീയത്ത് JRF നേടുക എന്നുള്ളതായിരിക്കണം. അതിന്റെ ഭാഗമായി നെറ്റ് കിട്ടും, അത് കിട്ടിക്കോട്ടെ, അത് വിഷയമല്ല. നമ്മുടെ എയിം എന്ന് പറയുന്നത് JRF ആണ്. അതിന് രണ്ട് മൂന്ന് കാര്യങ്ങൾ പറഞ്ഞാൽ നമ്മൾ വൈൻഡപ്പ് കേട്ടോ. ഒന്ന്, ഇന്റേണൽ പ്രിപ്പറേഷൻ നിലയ്ക്ക് വളരെ പാഷനേറ്റ്, നമുക്കത് നേടിയെടുക്കുന്നുള്ള അതിയായ ആഗ്രഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. JRF ഒരു സ്വപ്നമായി, ഒരു ഡ്രീമായിട്ട് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. ഏത് ഘട്ടങ്ങളിലും നമുക്കത് ഇപ്പൊ നിങ്ങൾ JRF നേടിയ ആളുകളോടൊക്കെ സംസാരിച്ച് നോക്ക്. അവർ ഇതിനു വേണ്ടി എക്സാമിന് വേണ്ടി ഒരുങ്ങി തയ്യാറാകുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ അവർ ഉപേക്ഷിച്ചിട്ടുണ്ട്, എത്രയോ ആഗ്രഹങ്ങൾ, പിന്നെ പല കാര്യങ്ങൾ ഒഴിവാക്കി നിർത്തിയിട്ട് ഇതിനു വേണ്ടി ത്യാഗം ചെയ്തിരുന്നവരാണ് എന്ന് കാണാൻ കഴിയും. ബി പാഷനേറ്റ് ആൻഡ് നമുക്കൊരു ഡ്രീം ആയിട്ട് ഇത് നമ്മുടെ ഉള്ളിൽ എരിയാത്ത കനലായി ഇങ്ങനെ കത്തി ജ്വലിക്കണം എന്നുള്ളതാണ്. പിന്നെ നമുക്ക് നമ്മളെ പറ്റി ഒരു ആത്മവിശ്വാസം, ഒരു കോൺഫിഡൻസ് വേണം. നമുക്ക് ഇതൊക്കെ നേടിയെടുക്കാൻ പറ്റുമോ എന്നുള്ളത്. ഞാനിത് പറയാൻ കാരണം ആദ്യകാലത്തേക്ക് ഞാനൊക്കെ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു എനിക്കൊക്കെ ഇത് കിട്ടുമോ എന്നുള്ളത്. ഈവൻ നെറ്റ് പോലും കിട്ടൂല എന്ന് വിചാരിച്ചിരുന്ന ആളാണ് ഞാൻ. അപ്പോൾ നമുക്ക് നമ്മളെ കുറിച്ച് കൃത്യമായ ഒരു ബോധ്യം ഉണ്ടാവണം എന്നുള്ളതാണ്. അതിലൂടെ നമുക്ക് സെൽഫ് കോൺഫിഡൻസ് ഉണ്ടാവണം. അതിലൂടെ നമുക്ക് എന്താക്കാൻ പറ്റും, മുന്നോട്ട് പോകാൻ പറ്റും. ആരൊക്കെ തളർത്താനുണ്ടാവും. ചില ആളുകൾ ചോദിക്കും, എത്ര കാലമായി, ഇത്ര വർഷമായി എക്സാം എഴുതാൻ തുടങ്ങിയിട്ട്, എത്ര കാലമായി എഴുതാൻ തുടങ്ങി, ഇനിയും മതിയാക്കാനായില്ലേ, ഇനിയും കിട്ടിയിട്ടില്ലേ എന്നുള്ള നിരന്തര ചോദ്യങ്ങൾ വരും. പ്രത്യേകിച്ച് വീട്ടിലേക്കുള്ള MA കഴിഞ്ഞ PG കഴിഞ്ഞ പഠിക്കുന്ന പെൺകുട്ടികളൊക്കെ ആണെങ്കിൽ വീട്ടിൽ നിന്നൊക്കെ നിരന്തരമായ ആക്ഷേപങ്ങളെ കേൾക്കും. 24 മണിക്കൂറും ഫോണാണ്, എപ്പോഴും ഗൂഗിൾ മീറ്റിലാണ്, ക്ലാസ്സിലാണ്, ഇതന്നെ പണി എന്നുള്ള ആക്ഷേപങ്ങളൊക്കെ വരും. പക്ഷെ നമ്മുടെ ഉള്ളിൽ ഒരു ഹിമ്മത്ത് ഉണ്ട് എങ്കിൽ, ഞാനിതൊക്കെ പറയുന്നത് കുറെ സ്റ്റുഡൻസ് സങ്കടത്തോടു കൂടി പറഞ്ഞ വാക്കുകളാണ് കേട്ടോ, അതുകൊണ്ടാണ് പറയുന്നത്. ഇതൊക്കെ അവഗണിച്ചിട്ടാണ് ഈ JRF ഒക്കെ നേടിയ ആളുകളൊക്കെ നേടിയിട്ടുള്ളത്. അവരൊക്കെ വലിയ പ്രയാസങ്ങളും ഇതൊക്കെ ഇപ്പൊ മക്കളെ നോക്കാനുണ്ടാവും, സ്കൂളിൽ ഡ്യൂട്ടി പോകുന്ന ആളുകളുണ്ടാവും, അങ്ങനെയൊക്കെ പല പ്രയാസങ്ങളും ദുരിതങ്ങളും താണ്ടിയിട്ട് തന്നെയാണ് എത്തിയിട്ടുള്ളത്. പക്ഷെ അവരുടെ ഉള്ളിൽ എന്തായിരുന്നു, അത് നേടിയെടുക്കണം എന്നൊരു സ്വപ്നം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അതുപോലെ വളരെയധികം സെൽഫ് കോൺഫിഡൻസ് അവർക്കുള്ളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. ഇനി എക്സ്റ്റേണൽ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അത് നമ്മൾ ആദ്യം പറഞ്ഞ ഇന്റേണൽ ആയിട്ട് നമുക്ക് നമ്മളെ കുറിച്ചുള്ള ഒരു കോൺഫിഡന്റ് ആണ്. ഇനി നമ്മൾ ഞാൻ പഠിച്ചാലാവും, എനിക്കിതൊക്കെ കഴിയും എന്ന് മാത്രം വിചാരിച്ചാൽ പോരാ, നമ്മൾ അതിനു വേണ്ടി അധ്വാനിക്കണം. അപ്പൊ അതിന് ഞാൻ പറഞ്ഞ നേരത്തെക്കാൾ സ്മാർട്ട് വർക്കിനേക്കാൾ ഹാർഡ് വർക്കിനേക്കാൾ എന്ത് വേണം, സ്മാർട്ട് വർക്കാണ് വേണ്ടത് എന്നുള്ളത്. അതിന് കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ ഉണ്ടാക്കണം. ഇപ്പോൾ നമ്മൾ നോക്കൂ, ഇന്ന് 29ആയി. ഇനി നമുക്ക് മുമ്പിലുള്ളത് ഏകദേശം 46 മുതൽ 47 ദിവസം വരെയൊക്കെ കിട്ടും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കറക്റ്റ് കണക്കൂട്ടിയില്ല. അപ്പൊ ഈ 45 ദിവസത്തെ ഒരു സ്റ്റഡി പ്ലാൻ നമ്മൾ തയ്യാറാക്കാം. മേക്ക് എ സ്റ്റഡി പ്ലാൻ. ഇനി കൃത്യമായ ടൈം ടേബിൾ, രാവിലെ ഇന്ന സമയത്ത് ഇത്ര കാര്യങ്ങൾ, ഇപ്പോൾ വീട്ടില് പണികളൊക്കെ ഉണ്ടാവും, അങ്ങനെ പോലും രാവിലെ സുബഹി എന്നോട് ഇത്ര മണിക്കൂർ അതിന് മാറ്റി വെക്കാം, രാത്രി വൈകുന്നേരം ഇത്ര മണിക്കൂർ, പണികളൊക്കെ കഴിഞ്ഞ് ഇത്ര മണിക്കൂർ, അല്ലെങ്കിൽ ജോലിക്ക് പോകുന്നവരാണെങ്കിൽ ഇത്ര, അങ്ങനെയൊക്കെയുള്ള ഒരു കൃത്യമായ, അല്ലെങ്കിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളാണെങ്കിൽ ക്ലാസ് കഴിഞ്ഞുള്ള സമയങ്ങളിൽ കൃത്യമായ ഒരു ടൈം ടേബിൾ നമുക്ക് ഉണ്ടാവണം. പിന്നെ ഓരോ ദിവസം ഒരു ഗോൾ സെറ്റ് ചെയ്യണം, ഒരു ടാർഗറ്റ്. ആ ദിവസം എന്ത് റിസ്ക് എടുത്തും അത് നേടിയിരിക്കണം എന്നുള്ളത്. അത് ഇൻ കേസ് ഓഫ് എമർജൻസി അത് നേടാതെ പോയാൽ പിറ്റേ ദിവസം ആകുമ്പോഴും അത് കവർ ചെയ്യണം. അതിൽ യാതൊരു ഉപേക്ഷയും വീഴ്ചയും നമ്മൾ വരുത്തരുത്. പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കുറേ കാര്യങ്ങൾ പുതുതായി ഇങ്ങനെ പഠിക്കുക എന്നുള്ളതിനുപരി പഠിച്ച കാര്യങ്ങൾ ഉറപ്പിച്ച് മനസ്സിൽ തറവാക്കുക എന്നുള്ളത്. അതിന് ഏറ്റവും അനിവാര്യമായ ഘടകമാണ് റിവിഷൻ എന്നുള്ളത്. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് എത്രയോ തവണ വായിച്ചു തന്നെ വീണ്ടും 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 വായിച്ചിട്ടുണ്ട്. അപ്പോഴാണ് നമ്മളെ മനസ്സിലായി നിൽക്കുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ 1ാം യൂണിറ്റ് പഠിച്ച് സെറ്റായി ഒരു 5ാമത്തെ യൂണിറ്റിലേക്ക് എത്തുമ്പോഴേക്കും 1ാമത്തെ യൂണിറ്റിലെ ക്വസ്റ്റ്യൻ കാണുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും, മാറിപ്പോവും, മറന്നുപോകും. അപ്പൊ അത് പാടില്ല. അപ്പൊ നിരന്തരമായ റിവിഷൻ, തക്രാർ യുഫീദുൽ ഫായിദ എന്നല്ലേ. അപ്പൊ നിരന്തരമായ റിവിഷൻ ആവശ്യമാണ്. അതേപോലെ ഷോർട്ട് നോട്ടുകൾ ഉണ്ടാക്കുക എന്നുള്ളത്. കാരണം വലിയ യൂണിറ്റുകൾ കുറേ പോയിന്റുകൾ പഠിക്കാണ്ടാവും. ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നുന്ന പോയിന്റുകൾ ക്രോഡീകരിച്ച് നോക്കാം. അതായത് നമ്മളിങ്ങനെ നടന്നു പോകുമ്പോൾ പിന്നെ ജസ്റ്റ് ഒറ്റ നോട്ടത്തിൽ 1 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ 10 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് കൊണ്ട് നോക്കാൻ പറ്റുന്ന രൂപത്തിലുള്ള ഒരു ഷോർട്ട് നോട്ട് അങ്ങനെയൊക്കെ ആക്കി വെക്കാവുന്നതാണ്. അല്ലെങ്കിൽ ഇമ്പോർട്ടൻ്റ് ആയ ആളുകളൊക്കെ നോട്ട് ചെയ്തിട്ടുണ്ടാകാം. നമ്മൾ പഠിക്കുന്ന സ്റ്റഡി ടേബിളിന്റെ അടുത്തൊക്കെ എഴുതി വെച്ച് അവിടെയൊക്കെ ഓട്ടുക. അപ്പോൾ ജസ്റ്റ് ഇങ്ങനെ നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്ന സമയത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോഴൊക്കെ
നമ്മുടെ ഡേറ്റ് ഓഫ് ബർത്തിലേക്ക് പോകും, അല്ലെങ്കിൽ അവരുടെ പ്രധാനപ്പെട്ട പുസ്തകങ്ങളിലേക്ക് പോകും. ആ രൂപത്തിൽ സെറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ. പിന്നെ മോക്ക് ടെസ്റ്റുകൾ ചെയ്തുകൊണ്ടിരിക്കുക, ക്വസ്റ്റ്യനുകൾ ചെയ്തുകൊണ്ടേയിരിക്കുക എന്നുള്ളത്. കാരണം എക്സാമിനെ സംബന്ധിച്ച് നമ്മൾ അറിയാം, നിരന്തരമായ എക്സാം എഴുതുന്ന ആളുകൾ നിങ്ങൾ എക്സാമിന് നമ്മളെ ക്വസ്റ്റ്യൻ ബേസ് ചെയ്തിട്ട് അറ്റൻഡേജ് പരിശീലിച്ച് കഴിഞ്ഞാൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ഇത്തരം മത്സര പരീക്ഷകളിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഒരു മെത്തേഡാണ് എന്ത്, നിരന്തരമായി മോക്ക് ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്യുക എന്നുള്ളത്. അതിലൂടെ നമുക്ക് കോൺഫിഡൻസ് ലഭിക്കും, എക്സാമിനും ഈസി ആയിട്ട് ക്വസ്റ്റ്യൻ എന്താണ് മനസ്സിലാക്കാനും എക്സാം എന്താണ് അറ്റൻഡ് ചെയ്യാനും സഹായിക്കും എന്നുള്ളതാണ്. അതുപോലെ സാധ്യമാവുന്ന രൂപത്തിൽ PYQ ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കുക, പിന്നെ സോൾവ് ചെയ്ത് പഠിക്കുക. നിങ്ങളുടെ വീക്ക് ഏരിയകൾ ഏതാണത്? ഇപ്പോൾ പലപ്പോഴും എന്താണ് പിന്നെ ഈ പേപ്പർ 1 സംബന്ധിച്ച് പലരും പറയുന്ന ഒരു പരാതിയാണ് മാത്തമാറ്റിക്കൽ റീസണിങ്ങിന്റെ പ്രശ്നം. അതുപോലെ പിന്നെ ഈസി ആയിട്ട് മാർക്ക് കിട്ടുന്നവര് കുറെ റീഡിങ് കോംപ്രഹെൻഷനെ പോലെയുള്ള, അതുപോലെ പിന്നെ നമ്മളെ ആ ബോക്സ് തന്നിട്ടുള്ള ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, 5 ക്വസ്റ്റ്യൻ ചോദിക്കുന്നത് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യനാണ്. ശരിക്കും അത് 10 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് നേടാൻ പറ്റും. പക്ഷെ മാത്സ് ആയതുകൊണ്ട് കിട്ടൂല എന്ന് വെച്ച് പലരും മാറി നിൽക്കാറുള്ളതാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഒരു 3-4 ക്വസ്റ്റ്യൻ മെത്തേഡ് പഠിച്ചു കഴിഞ്ഞാൽ ഈസി ആയിട്ട് ആ മാർക്ക് നമുക്ക് ലഭിക്കും എന്നുള്ളതാണ്. UGC ക്വസ്റ്റ്യൻ പാറ്റേൺ മനസ്സിലാക്കുക. പിന്നെ ഇപ്പൊ ജനറൽ പേപ്പറുകളൊക്കെ ആണെങ്കിൽ ധാരാളം ഫ്രീ ക്ലാസ്സുകൾ അവൈലബിൾ ആണ് കേട്ടോ. ഇപ്പൊ ടോഷിബ ശുക്ലയെ പോലെയുള്ള, അതുപോലെ ബൈജൂസിന്റെ തന്നെ പിന്നെ യൂട്യൂബ് ചാനലുകൾ, ഇതൊക്കെ യൂട്യൂബിൽ അവൈലബിൾ ആണ്. ഫ്രീ ആയിട്ട് ആക്സസ് ഉള്ള സാധനങ്ങളാണ്. ടോഷിബ ശുക്ലന്റെ ടെലഗ്രാം ചാനൽ നിങ്ങൾ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ എപ്പോഴും ലൈവ് ക്ലാസ്സുകളും ഏറ്റവും കറണ്ട് അഫയേഴ്സ് ഒക്കെ അപ്ഡേറ്റ് ഒക്കെ ചെയ്യാറുണ്ട് അവര്. അപ്പൊ അതിലൊക്കെ ഫ്രീ ആയിട്ട് നമുക്ക് പങ്കെടുക്കാൻ പറ്റും. അപ്പൊ അതൊക്കെ യൂസ് ചെയ്യുക, യൂട്ടിലൈസ് ചെയ്യുക, പേപ്പർ 1 ബന്ധപ്പെട്ട് പഠിക്കാൻ അതൊക്കെ നിങ്ങൾ ഉപയോഗപ്പെടുത്തുക എന്നുള്ളതാണ് പറയാനുള്ളത്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മളെ കുറിച്ച് നമുക്കൊരു സ്വപ്നം ഉണ്ടായിരിക്കണം, അതിൽ നമ്മൾ അഭിമാനം കൊള്ളുകയും വേണം. ആ സ്വപ്ന നേട്ടം സാക്ഷാത്കരിക്കുന്നവരെ നമ്മൾ ഒരു നിലക്കും എന്തായത് കൈവടിയരുത് എന്നുള്ളതാണ്. ഒരു നിലക്കും കൈവിടുക. ഒറ്റ ഒരു ഉദാഹരണം പറയാം, കുറെ കുട്ടികളുടെ കഥകൾ നമുക്ക് പറയാം. ഇപ്പോ മുർഷിദിലും അവിടെയൊക്കെ ഉണ്ടായിരുന്ന നമ്മുടെ ജുബൈരിയ ടീച്ചർ, ഞാൻ പലപ്പോഴും ടീച്ചറെ എനിക്ക് ഭയങ്കര പോസിറ്റീവായി തോന്നിയ ആളാണ്. അവർ വർക്കിംഗ് ആണ്, സ്കൂളിൽ വർക്ക് ചെയ്യുന്ന ഒരാളാണ്, വീട്ടില് മക്കൾ ഇതൊക്കെ ഉള്ള ആളാണ്. അവര് 4 തവണ അവർക്ക് 2 മാർക്ക് വീതം വെച്ചിട്ട് നെറ്റിന് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. 174 കട്ട് ഓഫ് ആകുമ്പോൾ 172 ആകും, 178 ആകുമ്പോൾ 176, ഇങ്ങനെ 3-4 തവണ അവർക്ക് 2 മാർക്കിന് എക്സാം നെറ്റ് ഉണ്ടായി നഷ്ടപ്പെട്ടു എന്നുള്ളതാണ്. അന്ന് കഴിഞ്ഞ തവണ അല്ല, തൊട്ട് മുമ്പത്തെ തവണ അവർ നെറ്റ് ക്വാളിഫൈ ചെയ്തു. ജയറാഫിന് ജസ്റ്റ് മിസ് 6 മാർക്ക് കുറവ്, 214 മാർക്കോ 216 മാർക്കോ അവർക്കുണ്ട്. 221-22 ആയിരുന്നു ഒന്ന് കട്ട് ഓഫ് ഉണ്ടായിരുന്നത്. അപ്പൊ ജസ്റ്റ് മിസ്സായിരുന്നു ജയറഫ്. അപ്പൊ അത്രയും തവണ പരാജയപ്പെട്ടു. നിങ്ങൾ നോക്കി 2 മാർക്കിനൊക്കെ പരാജയപ്പെടുമ്പോൾ സങ്കടം, അതും ഒരു തവണ അല്ല 2-3 തവണയൊക്കെ പരാജയപ്പെടുമ്പോൾ സങ്കടം അത്ര ഉണ്ടായിരുന്നു. പക്ഷെ അവരുടെ ഉള്ളിൽ ഒരു ലക്ഷ്യമുണ്ടായിരുന്നു, എങ്ങനെയും ഇത് നേടിയെടുക്കുക എന്നുള്ളത്. അപ്പൊ അതിലൂടെ അവരെന്തായി, അത് നേടിയെടുത്തു. അതും വളരെ നല്ല മാർക്കോടുകൂടി 215 മാർക്ക് എന്ന വളരെ മികച്ച മാർക്ക് തന്നെ അവർ ക്വാളിഫൈ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ആണ് എന്നോട് പറയാനുള്ളത്. കുറെ മോട്ടിവേഷൻ കഥ പറയല്ല. അപ്പോൾ നമ്മൾ ഒരു നിയത്തുമായിട്ട് ഇറങ്ങുക, ആ നല്ല രീതിയിൽ പഠിച്ച് മുന്നേറുക, എന്താക്കുക, നമ്മളെന്നാവരുത്. പിന്നെ നമ്മുടെ ലക്ഷ്യത്തിൽ നിന്ന് ആരൊക്കെ എന്തൊക്കെ ആക്ഷേപങ്ങൾ ഉന്നയിച്ചാലും പിന്തിരിയരുത് എന്ന് മാത്രമാണ് പറയാനുള്ളത്. ശുക്രൻ ഹസ്നി ഇസ്തിമാഇക്കും ബാറക്കല്ലാഹു ലക്കും. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ 2 മിനിറ്റ് കൊണ്ട് പറഞ്ഞ് അവസാനിപ്പിക്കാം, ബാങ്ക് കൊടുക്കാനായി. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഇന്ന് തുടങ്ങുന്ന ആൾക്കാരോട് പറയാനുള്ള ഉപദേശം എങ്ങനെ പഠനം ഇന്ന് തുടങ്ങുന്ന ആൾക്കാരോട് എന്താ പറയാ? തീർച്ചയായും ഞാൻ പറഞ്ഞത് 45 ദിവസമാണ് നമുക്ക് ബാക്കിയുള്ളത്. ഓക്കെ, പഠിച്ചു തുടങ്ങി പകുതി കിട്ടുപോയാലുണ്ടാവും. ഇനി അപ്ലിക്കേഷനൊക്കെ വന്നിട്ട് ഉണർവ് വന്ന് എല്ലാവരും അപ്ലൈ ചെയ്യുമ്പോൾ അപ്പൊ ഞാനും കൊടുക്കാൻ പോവാണ് എന്നിങ്ങനെയുള്ള ആളുകളുടെ സമയം പരിമിതി ഉള്ളതാണ് അത്ര വിഷയം അഡ്രസ് ചെയ്യാതിരുന്നത്. അങ്ങനെയുള്ള ആളുകളൊക്കെ ഉണ്ടാവും. അവരോടൊക്കെ പറയാനുള്ളത്, നമ്മൾ പ്യുവർലി എക്സാം ഓറിയന്റഡ് ആയിട്ട് മാത്രം പഠിക്കുക. നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അതിനൊരു മെത്തഡോളജി പറയാറുണ്ട്. ഉദാഹരണത്തിന് പറയാം, ഗൂഗിളിൽ നമുക്ക് ഒരു കാര്യം സെർച്ച് ചെയ്യാൻ, ഇപ്പൊ ഖാദിസിയ യുദ്ധത്തെ കുറിച്ചാണ് നമ്മൾ സെർച്ച് ചെയ്യുന്നെങ്കിൽ ഗൂഗിളിൽ നമ്മൾ ഖാദിസിയ ഹർബുൽ ഖാദിസിയ എന്ന് അടിച്ചു കഴിഞ്ഞാൽ ഹർബിനെ കുറിച്ച് കുറെ സാധനം വരും, ഖാദിസിയനെ കുറിച്ച് സാധനം വരും, അതിന്റെ ഇടയിൽ ഖാദിസിയ യുദ്ധത്തെ കുറിച്ചുണ്ടാവും. നമ്മളെന്ത് ചെയ്യുന്ന വെച്ചാൽ ആദ്യം ഹർബിനെ കുറിച്ച് സെർച്ച് ചെയ്ത് വേറെ ഏതൊക്കെയോ സ്ഥലങ്ങളിലെത്തും. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യാൻ വന്ന ഖാദിസിയ യുദ്ധം അവിടെ ഇട്ടു പോകും, എന്നിട്ട് വേറെ വിഷയങ്ങളിലേക്ക് പോകുന്നതാണ്. അപ്പൊ ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ അത്തരം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ഇപ്പൊ റിസർച്ച് ഓറിയന്റഡ് ആയിട്ട് പറയാറുണ്ട്. അപ്പൊ നമ്മൾ സെർച്ച് ചെയ്യുന്ന കീവേഡ് വളരെ ഇമ്പോർട്ടന്റ് ആണ് എന്നുള്ളത്. അതേപോലെ തന്നെ നിങ്ങളോട് പറയാനുള്ളത്, നമ്മളിവിടെ എക്സാം ഓറിയന്റഡ് ആയിട്ടാണ്, എക്സാമിന് വേണ്ടിയാണ് ഇപ്പോൾ നമുക്കിത് പഠിക്കാൻ സമയമുള്ളൂ. വിശദമായി പഠിക്കാനുള്ള അവസരങ്ങൾ എക്സാം കഴിഞ്ഞിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താം.
പല കുട്ടികളും പറഞ്ഞതാണ്, ഇപ്പൊ ഈ സിലബസിലുള്ള പല പുസ്തകങ്ങളും നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്ന ഈ സിലബസ് കണ്ടപ്പോഴാണ് ഇതൊക്കെ എങ്ങനെയാണ് പഠിക്കാൻ. നിങ്ങളെ പോലെ തന്നെയാണ് 90% ആളുകൾ ഒന്ന് മനസ്സിലാക്കുക. അവരൊക്കെ ആദ്യമായിട്ടായിരിക്കും ഈ സിലബസിൽ നിന്നാണ് ഈ പുസ്തകങ്ങളൊക്കെ പരിചയപ്പെടുന്നതും. ഇത്രയും വർഷമായിട്ട് MA ഡിഗ്രിയും PGയും B.Edും ഒക്കെ കഴിഞ്ഞിട്ടും ഈ പുസ്തകങ്ങളൊന്നും പരിചയപ്പെട്ടിട്ടുണ്ടാവില്ല. അപ്പോൾ അവരെ പോലെ തന്നെയാണ് നിങ്ങൾ മനസ്സിലാക്കുക. എക്സാം ഓറിയന്റഡ് ആയിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യങ്ങൾ മാത്രം പഠിക്കുക, പിന്നെ റിവിഷൻ ചെയ്യുക എന്നുള്ളതാണ്. റിപ്പീറ്റഡ് ആയി പഠിച്ച കാര്യങ്ങൾ തന്നെ റിവിഷൻ ചെയ്യുക. അതോടൊപ്പം കഴിഞ്ഞ തവണയ്ക്ക് ഞാൻ റിപ്പീറ്റഡ് ആയി സൂചിപ്പിച്ചതാണ്, ഈ കഴിഞ്ഞ 3 വർഷങ്ങളിലെ ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് പഠിച്ചാൽ തന്നെ നിങ്ങൾക്ക് 50% മാർക്ക് വരെ അറബിക്കിൽ നിങ്ങൾക്ക് നേടാൻ പറ്റും. ഞാൻ ഉറപ്പ് പറയാണ്, 50% മാർക്ക് നിങ്ങൾക്ക് അറബിക് പേപ്പറിൽ നേടാൻ PYQ കൃത്യമായി അനാലിസൈസ് ചെയ്ത് പഠിച്ചാൽ. നേരെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ നോക്കുകയല്ല, അതിന് ആൻസറിന്റെ മറ്റു വശങ്ങളൊക്കെ ചർച്ച ചെയ്ത് പഠിച്ചു കഴിഞ്ഞാൽ 50% മാർക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് എന്താക്കാൻ പറ്റും, നേടിയെടുക്കാൻ പറ്റും. അപ്പോൾ എക്സാം ഓറിയന്റഡ് ആയി മാത്രം പഠിക്കുക. അതേപോലെ തന്നെ PYQ അനാലിസിസ് ചെയ്യുക, പരമാവധി ക്വസ്റ്റ്യനുകൾ ഉണ്ടാക്കി പഠിക്കാൻ ശ്രമിക്കുക. അത്രയാണ് ഈ സമയത്ത് നിങ്ങൾക്ക് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് വിശദമായ കാര്യങ്ങൾ ഇനിയും ചർച്ച ചെയ്യാം. സമയം ബാങ്ക് കൊടുക്കാനായിട്ടുണ്ട്. എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ പേഴ്സണലി മറ്റു ബന്ധപ്പെടാവുന്നതാണ്. ആപ്ലിക്കേഷനൊക്കെ ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞിരുന്നു. ശുക്രൻ ലിഹുസ്നി ഇസ്തിമാഇക്കും. ബാറകല്ലാഹു ലക്കും. ജസാക്കുമുല്ലാഹു ഖൈറൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.